ടാസ്ക് ആയിരുന്നു ഗൈസ്. ഹലോ എടാ എന്നെ ഒന്ന് വെളുപ്പ് കുറച്ചോ, ഞാൻ മൊത്തത്തിലങ്ങ് ലെങ്ക എടുത്തിട്ട്. ഓക്കെ, ഹായ് ഗൈസ്, ഹലോ ഹായ്, ഗുഡ് ഈവനിങ് ഓൾ, ഗുഡ് ഈവനിങ് ബഡീസ്, വാട്സ്ആപ്പ്, ഹൗസ് ഗോയിങ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ, അഭിനവ് കേസ്, ഹായ് അഭിനവ്. ആൻഡ് പറയാൻ പറ്റാത്ത മറ്റൊരു പേര് എന്നോട് ഹായ് സാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് സ്റ്റേ, ഗുഡ് ഈവനിങ് ഓൾ. മലയാളം ആൻഡ് ഇംഗ്ലീഷ് ടഫ് അല്ലേ? സോ അൺലക്കി പേഴ്സൺ യു ആർ. ഓക്കെ സാർ, കള്ളു ശരിയായോ? കള്ളല്ലടാ കാല്. ഞാനൊന്ന് ഭയപ്പെട്ടു, കള്ള് ശരിയായെന്നൊക്കെ ചോദിക്കുമ്പോൾ. ഓക്കെ, സോ സാർ നമുക്ക് നാളെ ഫുൾ മാർക്ക് മേടിക്കണം. യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും നാളെ ഫുൾ മാർക്ക് കിട്ടട്ടെ. ഓക്കെ മക്കളെ, സോ ലെറ്റ് സ്റ്റാർട്ട് ദ ഡിസ്കഷൻ. നോക്ക്, കമന്റ് ബോക്സിൽ നിരോധിച്ച 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിരോധിച്ചാലും നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ നമ്മൾ നിരോധിച്ച കാര്യങ്ങൾ ചെയ്യാത്ത ആൾക്കാരൊന്നുമല്ലോ, എന്നാലും ഞാൻ ഒരു നിരോധനം അങ്ങോട്ട് ഏർപ്പെടുത്തുകയാണ്. സാറേ നാളെ ഇത് മാത്രമേ ചോദിക്കുള്ളൂ. നിങ്ങളോട് 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചോദ്യപേപ്പർ ഇടുന്നത് മുജീബ് റഹ്മാൻ അല്ല, എൻ്റെ വാപ്പയല്ല. അതുകൊണ്ട് വാപ്പയാണെങ്കിലും പറഞ്ഞു തരില്ല, നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, ചോർത്താൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലീസ്. രണ്ടാമത്തെ കാര്യം, ഈ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും ചില ചാപ്റ്ററുകളിൽ ക്വസ്റ്റ്യൻ അല്ലാത്ത 1-2 കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ഞാൻ എങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. ഈ ടെക്നോളജിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉപയോഗിച്ച ടെക്നോളജിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വളരെ കുറച്ച് 1.5 മണിക്കൂർ കൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻസിലൂടെ പോകുമ്പോൾ തന്നെ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളിലൂടെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പോയിട്ടുണ്ടാവും. ആൻഡ് നിങ്ങൾ മറന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് എന്താ പറയുക, മഹാവിസ്ഫോടനത്തിലൂടെ കടന്നു വരുന്ന ഒരു പുതിയ പ്രതിഭാസമാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ തള്ളാൻ ഞാൻ നിൽക്കുന്നില്ല. So let's begin the discussion. Yes, zoologyയുടെ രാജകുമാരൻ, zoologyയുടെ അച്ഛൻ ഞാനാണോ? zoologyയുടെ അച്ഛനല്ല, zoologyയുടെ അമ്മാവൻ. ഓക്കെ, സോ whatever be, come here guys. So first question, നമ്മൾ നോക്കൂ, ഇത് എല്ലാ ചാപ്റ്ററും ഉണ്ട്, പക്ഷേ നമ്മളൊരു കറക്റ്റ് ഓർഡറിലൊന്നുമില്ല. കാരണം അങ്ങനെ ഓർഡറിലിട്ട് അവർ രസം ഉണ്ടാവില്ല, നമുക്ക് ഒരു വൈബ് കിട്ടണം. അപ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞ മഹാവിസ്ഫോടനം സംഭവിക്കുള്ളൂ. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. കം ഹിയർ ഗൈസ്. ഒന്നാമത്തെ ചോദ്യം നോക്കി, എക്സ്പ്ലെയിൻ ദ കാറ്റലിറ്റിക് സൈക്കിൾ ഓഫ് എൻസൈം ഓൺ ദ ബേസിസ് ഓഫ് എബവ് ഇക്വേഷൻ. നമുക്കറിയുന്ന കാര്യമാണ്, സബ്സ്ട്രേറ്റ് ബൈൻഡ് ടു ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻസൈം അല്ലേ? അങ്ങനെയാണ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് രൂപപ്പെടുന്നത്. നമ്മൾ എഴുതിയാൽ മതി, പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ദെൻ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് പിന്നീട് എന്തായിട്ട് മാറും? എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറും. പിന്നീട് ആ പ്രൊഡക്റ്റ് ഡിസോസിയേറ്റ് ചെയ്തുപോലെ, സോ ദെൻ എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ഡിസോസിയേറ്റ് ആൻഡ് വി വിൽ ഗെറ്റ് എ ഫ്രീ എൻസൈം ആൻഡ് പ്രൊഡക്റ്റ് അല്ലേ? സോ ഇതാണ് എന്താവുക. ഡബിൾ ഗേൾ ബെസ്റ്റി ആക്കാമോ പ്ലീസ്? പോടാ, പ്ലീസിന്റെ സ്പെല്ലിംഗ് അറിയാത്ത നിന്നെയൊക്കെ ബെസ്റ്റി ആക്കി ആ പെണ്ണിന്റെ ലൈഫ് തൊലഞ്ഞുപോയി. ഒരുത്തം കമന്റ് ചെയ്തേക്ക, ഡബിൾ ഗേൾ ബെസ്റ്റി ആക്കാമോ പരീക്ഷയുടെ തലേന്ന്. ഇവനെല്ലാം ബെസ്റ്റ് ആക്കിയ മോളെ നീ തീർന്ന്, വേറൊന്നും എനിക്ക് പറയാനില്ല. അടുത്തത് എക്സ്പ്ലെയിൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടോ, റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി. എൻസൈം ആക്ടിവിറ്റിനെ അഫക്ട് ചെയ്യുന്ന ഏതെങ്കിലും 2 ഫാക്ടർ. നമ്മൾ 4 ഫാക്ടർ പഠിച്ചിട്ടുണ്ട്. ഓർമ്മ ഉണ്ടോ? എന്തൊക്കെ കുട്ടികളെ? ടെമ്പറേച്ചർ, pH, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, പ്രസൻസ് ഓഫ് ഇൻഹിബിറ്റർ അല്ലേ? ടെമ്പറേച്ചർ, pH, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, പ്രസൻസ് ഓഫ് ഇൻഹിബിറ്റർ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്, തീർന്നു. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. അടുത്ത്, ഒബ്സർവ് ദ ഗ്രാഫ് ഗിവൺ ബിലോ റിഗാർഡിംഗ് ദ കോൺസെപ്റ്റ് ഓഫ് ആക്ടിവേഷൻ എനർജി. ഈ ഒരു ഗ്രാഫ് നമ്മളോട് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ബയോമോളിക്യൂൾ ചാപ്റ്ററിലാണ് ഉള്ളത്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ? സോ ഇത് നമ്മളോട് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യം, വാട്ട് ഈസ് എ ആൻഡ് ബി? ഇതെന്താ സംഭവം? ഇതൊരു എൻസൈം കാറ്റലിസിസ് കാണിക്കുന്ന, അതിൻ്റെ റിയാക്ഷൻ പ്രോഗ്രസ് ചെയ്യുന്ന ഗ്രാഫാണ്. നോക്കൂ, ഇവിടെയാണ് സബ്സ്ട്രേറ്റ് ഉണ്ടാവുക. സബ്സ്ട്രേറ്റ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും, പിന്നീട് പ്രൊഡക്റ്റ് ആയിട്ട് മാറും. അതിൻ്റെ ഗ്രാഫാണ്. നോക്കൂ, ഈ ഒരു എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. എന്താ കുട്ടികളെ? ആക്ടിവേഷൻ എനർജി. എൻസൈം ഇല്ലാതെ റിയാക്ഷൻ നടക്കുമ്പോഴുള്ള ആക്ടിവേഷൻ എനർജിയാണിത്. ക്ലിയർ അല്ലേ കുട്ടികളെ? സോ ദിസ് ഈസ് ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം. എന്താ മക്കളെ? ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം. അതേ സമയത്ത് മക്കൾ താഴെ കാണുന്ന നോക്ക്, ദിസ് വൺ ഈസ് ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈം. നിങ്ങൾ എൻസൈം ഉപയോഗിച്ചാൽ ആക്ടിവേഷൻ എനർജി കുറയും. ക്ലിയർ അല്ലേ കുട്ടികൾ? അപ്പോൾ ഇത് നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നിട്ട് നമ്മളോട് ചോദിക്കും, വാട്ട് ഈസ് ദ റോൾ ഓഫ് എൻസൈം? ഈ റിയാക്ഷനിൽ ശരിക്കും എൻസൈമിൻ്റെ റോൾ എന്താ? എൻസൈംസ് ഇൻക്രീസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ബൈ ഡിക്രീസിങ് ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി കുറച്ചുകൊണ്ടാണ് എൻസൈമുകൾ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുന്നത്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, സോ എൻസൈംസ് ഇൻക്രീസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ബൈ ഡിക്രീസിങ് ആക്ടിവേഷൻ എനർജി ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ലുക്ക് അറ്റ് ദിസ്. ഇത് എൻസൈം കാറ്റലിസിസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ട്
ഫാക്ടറുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യമാണ്. നോക്കൂ, ടെമ്പറേച്ചർ എൻസൈമിൻ്റെ സ്പീഡിനെ അല്ലെങ്കിൽ എൻസൈമിൻ്റെ ആക്ടിവിറ്റിയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അല്ലേ, അത് ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. വാട്ട് ഈസ് മെൻറ്റ് ബൈ ഒപ്റ്റിമം ടെമ്പറേച്ചർ? ആ ഒരു ഗ്രാഫാണ് തന്നിട്ടുള്ളത്. നോക്കൂ, നമ്മൾ വൈ ആക്സിസിൽ എൻസൈമിൻ്റെ ആക്ടിവിറ്റിയും എക്സ് ആക്സിസിൽ ടെമ്പറേച്ചറും കാണുന്ന ഗ്രാഫാണ്. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മാക്സിമം ആക്ടിവിറ്റി ഇവിടെ അല്ലേ, ആ ആക്ടിവിറ്റിക്ക് കറസ്പോണ്ടിങ് ആയ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒപ്റ്റിമം ടെമ്പറേച്ചർ. സോ വാട്ട് ഈസ് ഒപ്റ്റിമം ടെമ്പറേച്ചർ? ഇറ്റ് ഈസ് the temperature at which the enzyme activity is maximum, or it is the temperature at which enzyme exhibit or enzyme possess, എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, maximum activity. enzyme maximum activity ഉണ്ടാവുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? optimum temperature. Now why does enzyme activity declines at too low and too high temperature? നോക്കൂ, ടെമ്പറേച്ചർ ഭയങ്കരമായി കൂടിയാലും സർ എനിക്ക് ബോട്ടണി നല്ലോണം മനസ്സിലായി, എജുപോർട്ട്, ബട്ട് സോളജി ഒന്നും മനസ്സിലാവുന്നില്ല. ഇത്രയും നല്ല ക്ലാസ് കിട്ടിയിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ മോളെ നീയും തീർന്ന്. ഓക്കെ, ഞാൻ റിയാലിറ്റി പറയാൻ വേണ്ടി എൻ്റെ വിലപ്പെട്ട സമയം ചിലവഴിക്കുകയാണ്. സോ ഗൈസ്, തമാശയൊക്കെ അവിടെ നിൽക്കട്ടെ. നോക്കൂ, നാളെ നമ്മുടെ എക്സാമാണ്. ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് യുവർ മോഡൽ എക്സാം. മോഡൽ എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? നമുക്ക് അത്യാവശ്യം നോക്ക്, മോഡൽ എക്സാം പേടിച്ച് എഴുതാനുള്ള ഒരു എക്സാമാണെന്ന് ഞാൻ കരുതുന്നില്ല. ലൈക്ക് മോഡൽ എക്സാം നമ്മളങ്ങനെ പേടിച്ച് പോയി എഴുതേണ്ട ഒരു എക്സാം അല്ല. അത്യാവശ്യം റിലാക്സ് ആയിട്ട് പോയി എഴുതേണ്ട എക്സാമാണ്. ഭയങ്കര സ്ഥിരമായിട്ട് പേടിക്കാൻ പിന്നെ പേടിക്കൊരു വിലയില്ലാണ്ടാവും. ഓക്കെ, നമ്മൾ പേടിക്കേണ്ട എക്സാം ബോർഡ് എക്സാമാണ്. നമ്മുടെ റിയൽ ആയിട്ടുള്ള ബോർഡ് എക്സാം വരുമ്പോഴാണ്. പക്ഷേ ഇപ്പോൾ എന്തായിരിക്കണം, നമ്മൾ മാക്സിമം കോൺഫിഡൻസോട് കൂടി കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നും നമുക്കൊന്നും അറിയില്ല, നമുക്കൊന്നും കോൺഫിഡൻസ് ഇല്ല. ദാറ്റ്സ് ഓൾ ഫൈൻ. നമുക്കൊക്കെ തോന്നുന്നതാണ് പരീക്ഷയുടെ അടുക്കുന്ന ദിവസം അല്ലെങ്കിൽ പരീക്ഷയുടെ തലേ ദിവസം അല്ലേ. ഇപ്പോൾ നമുക്കൊക്കെ MBBS ഒരു ഇയറിൽ 3 ആവറേജും യൂണിവേഴ്സിറ്റി ഒക്കെ കൂടി ഒരു 4 എക്സാം എല്ലാ ഇയറിലും ഉണ്ടാവും. അപ്പോൾ ലൈക്ക് ഓരോ എക്സാം പോകുമ്പോൾ നമുക്ക് ഈ പേടിയൊക്കെ വരുന്നതാണ്. ദാറ്റ്സ് ഫൈൻ. പക്ഷേ എക്സാമിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. സിംപ്ലി ഗോ വിത്ത് എന്താ പറയുക, പ്ലസൻറ്റ് മൈൻഡ്. ഓക്കെ, ഒരു മൈൻഡ്ഫുൾനെസ്സോട് കൂടി മാത്രം പരീക്ഷയ്ക്ക് പോവുക. മാക്സിമം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എഴുതാൻ പറ്റും അല്ലേ. നിങ്ങൾ ഇതുവരെ പഠിക്കാത്തൊന്നും നിങ്ങൾക്ക് ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് പഠിച്ചുണ്ടാക്കാൻ പറ്റുമോ? ടു ആൻ എക്സ്റ്റെൻറ്റ് കുറച്ച് പറ്റും. അതിൽ കൂടുതൽ നിങ്ങൾ ടെൻഷൻ അടിച്ചതുകൊണ്ടോ നിങ്ങൾ പേടിച്ചിരുന്നതുകൊണ്ടോ നിങ്ങൾ വെറുതെ ഇരുന്നതുകൊണ്ടോ നിങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിച്ച് കൂട്ടിയതുകൊണ്ടോ ഒന്നും നിങ്ങൾക്കൊന്നും എക്സ്ട്രാ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അതേ സമയത്ത് നിങ്ങൾ പരമാവധി നമ്മുടെ ക്ലാസ്സൊക്കെ കണ്ട് പരമാവധി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സംതിങ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ഒപ്റ്റിമം ടെമ്പറേച്ചർ നമ്മൾ എന്താണെന്ന് പറഞ്ഞു അല്ലേ. ഈ എൻസൈം ആക്ടിവിറ്റി വളരെ ടെമ്പറേച്ചർ കുറഞ്ഞാലും വളരെ ടെമ്പറേച്ചർ കൂടിയാലും ആക്ടിവിറ്റി കുറയും. അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചത്. നോക്കൂ, അറ്റ് ടു ലോ ടെമ്പറേച്ചർ, ഭയങ്കര ലോ ടെമ്പറേച്ചറിൽ മോളിക്കുലാർ മൂവ്മെൻറ്റ്, നോക്കൂ, മോളിക്കുലാർ മൂവ്മെൻറ്റ് ഡിക്രീസസ്. മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് കുറയുന്നത് കാരണമാണ് ടെമ്പറേച്ചർ കുറഞ്ഞാൽ എൻസൈമിൻ്റെ ആക്ടിവിറ്റി കുറയുന്നത്. ഇനി ഹൈ ടെമ്പറേച്ചറിലേക്ക് പോയാലോ, ഡ്യൂ ടു ഡീനാച്ചുറേഷൻ. എന്താ മക്കളെ, ഒന്ന് ഉറക്കെ പറഞ്ഞ എൻ്റെ കൂടെ, ഡീനാച്ചുറേഷൻ ഓഫ് എൻസൈംസ്. ക്ലിയർ ആണ് മക്കളെ? എൻസൈമുകൾക്ക് ഡീനാച്ചുറേഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ് വളരെ ഹൈ ടെമ്പറേച്ചറിലേക്ക് നിങ്ങൾ കൊണ്ടുപോയാൽ എൻസൈമിൻ്റെ ആക്ടിവിറ്റി നഷ്ടപ്പെടുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി നോക്കൂ, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നോക്കൂ, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനുമായി ബന്ധപ്പെട്ട ചോദ്യം ഇതാണ്. നമ്മൾ റിയാക്ഷൻ്റെ വെലോസിറ്റി വൈ ആക്സിസിൽ എടുക്കുക, റിയാക്ഷൻ്റെ സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് വൈ ആക്സിസിൽ എടുക്കുക. അതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. എക്സ് ആക്സിസിൽ നിങ്ങൾ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എടുത്തുകൊണ്ട് ഒരു ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫ് ഏകദേശം ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുക. ഈ ഗ്രാഫിൻ്റെ മീനിങ് ഇതാണ്. ഇനീഷ്യലി നിങ്ങൾ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനനുസരിച്ച് റിയാക്ഷൻ്റെ സ്പീഡ് കൂടി വരും. പിന്നെ അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് മാറും. ഇതിൻ്റെ കാരണം എന്താണ്? നിരന്തരമായിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. അതായത് ഇനീഷ്യലി നിങ്ങൾ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനനുസരിച്ച് റിയാക്ഷൻ്റെ വെലോസിറ്റി സ്പീഡ് കൂടി വരും. ദെൻ ഇറ്റ് ബിക്കം എ കോൺസ്റ്റൻറ്റ്. അതിൻ്റെ കാരണം എന്താ നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. എന്താ കാരണം എന്നറിയോ? നിങ്ങൾ കാണാതെ പഠിച്ചോ. അതിൻ്റെ കാരണം ഇതാണ്. ഡ്യൂ ടു സാച്ചുറേഷൻ ഓഫ് എൻസൈംസിൻ്റെ സാച്ചുറേഷൻ കാരണം എന്ന് പറയാം. അല്ലെങ്കിൽ ഈ ഒരു ടേം അങ്ങോട്ട് കാണാൻ പഠിച്ചാൽ ഡ്യൂ ടു സാച്ചുറേഷൻ ഓഫ് എൻസൈംസ് എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ബിക്കോസ് എൻസൈം കോൺസെൻട്രേഷൻ ബിക്കം ലെസ് ദാൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷനേക്കാൾ എൻസൈമിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നത് കൊണ്ടാണെന്ന് പറയും. രണ്ടാലൊരു കാര്യം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ക്ലിയർ അല്ലേ കുട്ടികളെ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. Now look, match the following question ആണ് ഇനി നമ്മളോട് ചോദിക്കുക. നോക്കൂ, എൻസൈംസിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ള മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, നമുക്ക് അറിയുന്ന കാര്യമാണ് ഓക്സിഡോ റിഡക്റ്റേസ് ഗ്രൂപ്പിൽപ്പെട്ട എൻസൈമുകൾ എന്ത് കാറ്റലീസിസാണ് ചെയ്യുന്നത്? ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനുകളുടെ സ്പീഡ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ കുട്ടികളെ? ഇനി നോക്ക്, അടുത്ത ഗ്രൂപ്പാണ് കുട്ടികളെ ഹൈഡ്രോലൈസസ്. ട്രാൻസ്ഫറൈസസ്. ഇപ്പോൾ ഓക്സിഡോ റിഡക്റ്റേസ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ. അടുത്ത് നോക്ക്, ട്രാൻസ്ഫറൈസസ്. ഇവരെന്താ ചെയ്യുന്നത്? ഓർമ്മയുണ്ടോ?
ട്രാൻസ്ഫർ ഓഫ് ഗ്രൂപ്പ്സ് ബിറ്റ്വീൻ ടു സബ്സ്ട്രേറ്റ്. ആ പേര് തന്നെയുണ്ട്, ട്രാൻസ്ഫർ ഓഫ് ഗ്രൂപ്പാണ് ഇയാളുടെ പണി. അടുത്താണ് കുട്ടികൾ ഹൈഡ്രോലൈസസ്. ആ പേരിൽ തന്നെയുണ്ട്. ഏത് ഗ്രൂപ്പിൽപ്പെട്ട എൻസൈമാ? ഹൈഡ്രോലിസിസ് റിയാക്ഷനുകളെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമുകളെയാണ് നമ്മൾ ഹൈഡ്രോലൈസസ് എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുക. അടുത്തതാണ് ലയാസസ്. ലയാസസിന്റെ പണി എന്താ കുട്ടികളെ? ദേ കാറ്റലൈസ് വാട്ട്? റിമൂവൽ ഓഫ് ഗ്രൂപ്പ്സ് അല്ലേ? റിമൂവൽ ഓഫ് ഗ്രൂപ്പിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമുകളെയാണ് ലയാസസ് എന്ന് വിളിക്കുക. അടുത്തതാണ് കുട്ടികളെ ലിഗേസസ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ലിഗേസസ്? ദേ കാറ്റലൈസ് ജോയിനിങ് ടുഗദർ ഓർ ലിങ്കിങ് ടുഗദർ ഓഫ് മോളിക്യൂൾസ് അല്ലേ? മോളിക്യൂൾസിനെ ലിങ്ക് ചെയ്യുന്ന ആളുകളാണ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഐസോമറൈസസ്? ഇന്റർ കൺവേർഷൻ ഓഫ് ഐസോമേഴ്സ് ഓർ ഇന്റർ കൺവേർഷൻ ഓഫ് മോളിക്യൂൾസ് അല്ലേ? സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റെഡി അല്ലേ മക്കളെ? അപ്പോൾ ഇത് നമ്മളോട് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് എൻസൈമും അതുപോലെ തന്നെ വാട്ട് ഈസ് കോഫാക്ടർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. എൻസൈമിൽ കോഫാക്ടർ എന്താണെന്ന് ചോദിക്കാറുണ്ട്. സോ വാട്ട് ഈസ് കോഫാക്ടർ? ചില എൻസൈമുകളിൽ നമുക്ക് നോൺ പ്രോട്ടീൻ പാർട്ടുകളെ കാണാൻ പറ്റും. അത്തരം നോൺ പ്രോട്ടീൻ പാർട്ടുകളെയാണ് കോഫാക്ടർ എന്ന് വിളിക്കുക അല്ലേ? ചില എൻസൈമിലെ കാണാൻ പറ്റുള്ളൂ നോൺ പ്രോട്ടീൻ പാർട്ടിനെ. അത്തരം എൻസൈമുകളിലെ നോൺ പ്രോട്ടീൻ പാർട്ടിനെ കോഫാക്ടർ എന്ന് വിളിക്കും. അത്തരം എൻസൈമുകളിലെ പ്രോട്ടീൻ പാർട്ടിനെ നമ്മൾ എന്താ മക്കളെ വിളിക്കുക? വെരി ഗുഡ്, അപ്പോ എൻസൈം അല്ലേ? അപ്പോ എൻസൈം എന്നാ വിളിക്കുക. ഉറക്കെ പറഞ്ഞേ, അപ്പോ എൻസൈം. ഉറക്കെ പറഞ്ഞ മക്കളെ, അപ്പോ എൻസൈം എന്നാണ് നമ്മൾ വിളിക്കുക. നൗ ലുക്ക്, അപ്പോൾ നമ്മളത് പറഞ്ഞു അല്ലേ? ഇനി കോഫാക്ടേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ. കോഫാക്ടേഴ്സ് 3 ഗ്രൂപ്പ് ഉണ്ട്. ഒന്നാമത്തെ ആളാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. ഉറക്കെ പറഞ്ഞേടാ മക്കളെ, പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് അല്ലേ? ഒന്നാമത്തെ ആളാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, രണ്ടാമത്തെ ആളാണ് കോഎൻസൈം, മൂന്നാമത്തെ ആളാണ് മെറ്റലൈം അല്ലേ? നമ്മളോട് സ്ഥിരമായിട്ട് വേറൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സാമ്പിളുകൾ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഇതിൻ്റെ എക്സാമ്പിളുകൾ ചോദിക്കാറുണ്ട്. അതുപോലെ ചോദിക്കുന്ന ചോദ്യമാണ് വാട്ട് ഹാപ്പൻസ് വെൻ കോഫാക്ടർ റിമൂവ്ഡ് ഫ്രം എൻസൈം? നിങ്ങളൊരു എൻസൈമിൽ നിന്ന് അതിലുള്ള കോഫാക്ടറിനെ റിമൂവ് ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ? ദ എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഈസ് ലോസ്റ്റ് അല്ലേ? ദ എൻസൈം വിൽ ലോസ് ഇറ്റ്സ് ആക്ടിവിറ്റി. എൻസൈമുകൾ അതിൻ്റെ ആക്ടിവിറ്റി ലോസ് ചെയ്യും, നഷ്ടപ്പെടും. എന്തായി കഴിഞ്ഞാൽ കുട്ടികളെ? കോഫാക്ടർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ? എഫിഷ്യൻസി ഇൻക്രീസസോ? ദി കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഈസ് ലോസ്റ്റ്. അതാണ് ആൻസർ. എഫിഷ്യൻസി ഇൻക്രീസസ്. ഓ മൈ ഗോഡ്, ഞാൻ ഇന്നിപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിക്കാൻ പോവുകയാണ് ഇതൊക്കെ കണ്ടിട്ട്. അടുത്ത നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് റിഗാർഡിങ് ലൈക്ക് നമ്മൾ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ചോദ്യം എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് WBCs. WBCകളുടെ ക്ലാസിഫിക്കേഷനും അവരുടെ ഫംഗ്ഷൻസും ആണ്. ഓക്കെ, സോ ലുക്ക്, ന്യൂട്രോഫിലിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് കുട്ടികളെ? നമുക്കൊരു കോഡ് ഉണ്ടായിരുന്നു, നോട്ട് ലെറ്റ് മങ്കീസ് ഈറ്റ് ബനാന അല്ലേ? അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ന്യൂട്രോഫിലാണെന്ന് 60 to 65%. ന്യൂട്രോഫിലിന്റെ ഫംഗ്ഷൻ എന്താ? ഫാഗോസൈറ്റോസിസ്. ശരിയാണോ? ഓക്കെ, വെരി ഗുഡ്. രണ്ടാം സ്ഥാനം ആരുടെ മക്കളെ? ലിംഫോസൈറ്റ് ആണെന്ന് നമുക്കറിയാം. ലിംഫോസൈറ്റിന്റെ പെർസെൻറ്റേജ് രണ്ടാം സ്ഥാനം എന്ന് പറയുമ്പോൾ ഈ ഒരു പെർസെൻറ്റേജ് ആവില്ല രണ്ടാം സ്ഥാനത്ത് വരിക, 20 to 25%. നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്ന ആളുകളാണ് ലിംഫോസൈറ്റുകൾ. ക്ലിയർലി ഇമ്മ്യൂൺ റെസ്പോൺസിന്റെ ഭാഗമാണ് അവർ. അടുത്താണ് മൂന്നാം സ്ഥാനം മോണോസൈറ്റ് ആണ്, അയാൾ ഇവിടെ ഇല്ല. പിന്നെ ഉള്ളത് 4ാം സ്ഥാനത്തുള്ള ആളാണ് ഇയോസിനോഫിൽ. ആ ഒരു കോഡ് വെച്ച് തന്നെ ഈ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. 2 to 3% ആണ് അയാളുള്ളത്. അയാളുടെ ഫംഗ്ഷൻ എന്താ കുട്ടികൾ? ഇയോസിനോഫിൽ. ആ പേര് തന്നെയുണ്ട്, ഇ ഫോർ അലർജി അല്ലെ? അലർജി ഉണ്ടാക്കുന്ന ആളാണ് ആര്? ഇയോസിനോഫിലുകൾ. ക്ലിയർ അല്ലേ മക്കളെ? സോ അലർജിക് റിയാക്ഷൻ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റെഡി അല്ലേ മക്കളെ? വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് എക്സ്പ്ലെയിൻ ദ മെക്കാനിസം ടു പ്രിവെന്റ് എക്സസ് ലോസ് ഓഫ് ബ്ലഡ് ഫ്രം ദ ബോഡി. നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു മുറിവൊക്കെ ഉണ്ടായ അതിലൂടെ ധാരാളം ബ്ലഡ് നഷ്ടപ്പെടും. അപ്പോൾ ആ ബ്ലഡ് നഷ്ടപ്പെടുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ സ്പെഷ്യൽ മെക്കാനിസം ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ബ്ലഡ് ക്ലോട്ടിംഗ് മെക്കാനിസം ഓർ കൊയാഗുലേഷൻ മെക്കാനിസം അല്ലേ? സോ അത് നമ്മളോട് സ്ഥിരമായിട്ട് അതിൻ്റെ സ്റ്റെപ്പുകൾ എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയുന്ന കാര്യമാണ്, നമുക്ക് എവിടെയെങ്കിലും ഇഞ്ചുറി ഉണ്ടായാൽ അവിടെ കാസ്കേഡ് പ്രോസസ്സ് എന്ന് പറയുന്ന വലിയൊരു സീരീസ് ഓഫ് റിയാക്ഷൻ നടക്കും. ഒരുപാട് റിയാക്ഷൻസ് ഒന്നിച്ച് നടക്കും എവിടെയെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് കാസ്കേഡ് പ്രോസസ്സ്. ഉറക്കെ പറഞ്ഞിടാം മക്കളെ, കാസ്കേഡ് പ്രോസസ്സ്. ഓക്കെ, നിങ്ങൾ അറിയുന്ന ആളുകളാണ്, അതിനോ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം, എന്നാലും ഒന്നുകൂടെ പറഞ്ഞോ, മറക്കില്ലല്ലോ. കാസ്കേഡ് പ്രോസസ്സ് നടക്കും. അതിൻ്റെ ഫലമായിട്ട് ത്രോംബോകൈനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം രൂപപ്പെടും. ആരെ രൂപപ്പെടും? ഉറക്കെ പറഞ്ഞേ, ത്രോംബോകൈനേസ്. ഉറക്കെ പറഞ്ഞേ മക്കളെ, ത്രോംബോകൈനേസ് രൂപപ്പെടും. ഈ ത്രോംബോകൈനേസ് എന്താ ചെയ്യാന്നറിയോ? നമ്മുടെ ബ്ലഡിലുള്ള പ്രോത്രോംബിൻ എന്ന് പറയുന്ന ആളെ ആക്ടിവേറ്റ് ചെയ്യും. ആരെ ആക്ടിവേറ്റ് ചെയ്യും? പ്രോത്രോംബിനെ. എന്താക്കി മാറ്റും എന്നറിയോ മക്കളെ? ത്രോംബിനാക്കി മാറ്റും. എന്താക്കി മാറ്റും? ഉറക്കെ പറഞ്ഞേ, ത്രോംബിനാക്കി മാറ്റും. ആരെ? പ്രോത്രോംബിനെ. ഇനി ഈ ത്രോംബിൻ എന്നാ ചെയ്യാന്നറിയോ? ഈ ത്രോംബിൻ പോയിട്ട് നമ്മുടെ ബ്ലഡിലുള്ള ഫൈബ്രിനോജൻ എന്ന് പറയുന്ന ആളുണ്ട്, അയാളെ ഫൈബ്രിനാക്കി മാറ്റും. എന്താക്കി മാറ്റും? ഫൈബ്രിനാക്കി മാറ്റും. ആൻഡ് ദിസ് ഫൈബ്രിൻ ഫോം മെഷ് ലൈക്ക് സെറ്റപ്പ്. ഓക്കെ, ഒരു മെഷ് പോലെയുള്ള സെറ്റപ്പ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് രൂപപ്പെടുത്തും. ദ ഫൈബ്രിൻ ഫോം നെറ്റ്വർക്ക്
നെറ്റ്വർക്ക് വിത്തിൻ ദ ബ്ലഡ് വെസൽസ്, രക്തക്കൊഴലുകളിൽ ഒരു നെറ്റ്വർക്ക് രൂപപ്പെടുത്തും. വിത്തിൻ ദാറ്റ് ഫൈബ്രി നെറ്റ്വർക്ക് നോക്കൂ, ബ്ലഡ് സെൽസ് ഗെറ്റ്സ് ട്രാപ്ഡ്, ബ്ലഡ് സെല്ലുകൾ ട്രാപ്പ് ചെയ്യപ്പെടും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ബ്ലഡ് ക്ലോട്ട് ഓർ കൊയാഗുലം. അതിനെയാണ് നമ്മൾ ക്ലോട്ട് അല്ലെങ്കിൽ കൊയാഗുലം എന്ന് വിളിക്കുന്നത്. ഇനി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വിച്ച് അയോൺ ഈസ് എസെൻഷ്യൽ ഫോർ ക്ലോട്ടിങ്? ഈ സ്റ്റെപ്പൊക്കെ നടക്കാൻ സഹായിക്കുന്ന അയോൺ ഏതാണ്? ഉത്തരം എന്താ മക്കളെ? കാൽഷ്യം അയോൺ ആണ് കേട്ടോ മക്കളെ. ഏതായോണാ? കാൽഷ്യം അയോൺ. ക്ലിയർ അല്ലേ കുട്ടികളെ? ക്ലിയർ അല്ലേ? മോഡലിന് തോറ്റാലും പബ്ലിക് 100. മോഡലിന് തോറ്റാൽ പബ്ലിക് 100 കുഴപ്പമില്ല, ചിലപ്പോൾ നടക്കും. മോഡലിന് തോൽക്കുന്നതൊക്കെ ഒരു എന്താ പറയുക, അപരാധമാണ്. So like make a diagrammatic sketch of human double circulation, label 3 associated organ and any blood vessel. ഇത് സാധാരണ ചെറിയ രീതിയിൽ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നോക്കൂ മക്കളെ, നമ്മുടെ ഡബിൾ സർക്കുലേഷൻ, അതായത് നമ്മുടെ സർക്കുലേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കൂ. നമ്മുടെ ഹാർട്ടിന് ടോട്ടൽ എത്ര ചേമ്പറാണ് മക്കളെ ഉള്ളത്? 4 ചേമ്പറാണ് അല്ലേ. നോക്കൂ, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങോട്ടേക്കാണ് വരിക? വെരി ഗുഡ്, റൈറ്റ് അട്രിയത്തിലേക്ക് വരും അല്ലേ. റൈറ്റ് അട്രിയത്തിൻ്റെ താഴെ ആരാ ഉള്ളത്? റൈറ്റ് വെൻട്രിക്കിൾ. അവിടെ നിന്ന് ആ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് വരും. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങോട്ടാ പോകുന്നത് നോക്കണം മക്കളെ? നിങ്ങളുടെ ലങ്ങിലോട്ട് പോകും. ക്ലിയർ ആണോ? ശരീരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും റൈറ്റ് അട്രിയത്തിലേക്ക്, റൈറ്റ് അട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലോട്ട്, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്സിലോട്ട്. ഇനി ഈസിയാ. ലങ്സ് നിന്ന് എങ്ങോട്ടാ വരിക? ലങ്സിൽ വെച്ചിട്ട് ബ്ലഡിലേക്ക് ഓക്സിജൻ നിറയും. ഇനി ഓക്സിജനേറ്റഡ് ബ്ലഡ്, വെരി ഗുഡ്, ലെഫ്റ്റ് അട്രിയത്തിലോട്ട് വരും. ലെഫ്റ്റ് അട്രിയത്തിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങോട്ടേക്ക് വരുവാടാ? ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് വരും. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് ബോഡി പാർട്സിലേക്ക് മുഴുവൻ പമ്പ് ചെയ്യപ്പെടും. ക്ലിയർ ആണോ? ബോഡി പാർട്സ് നോക്കൂ, ഓക്സിജനെ ഒക്കെ വലിച്ചെടുക്കും അല്ലെ, എല്ലാ ഓക്സിജനെയും വലിച്ചെടുക്കും. എന്നിട്ട് ബോഡി പാർട്സിൽ നിന്ന് ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് വീണ്ടും എങ്ങോട്ടേക്ക് എത്തും മക്കളെ? റൈറ്റ് അട്രിയത്തിലോട്ട് എത്തുമ്പോൾ ഇത് അങ്ങോട്ട് വരച്ചു വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, യു വിൽ ഗെറ്റ് മാർക്ക്. ഓക്കെ, സോ ലുക്ക്, ഈ ഒരു സർക്കുലേഷൻ നമ്മൾ എന്താ വിളിക്കുക? നമ്മുടെ ലങ്ങിലേക്ക് ബ്ലഡ് കൊണ്ടുവന്ന് ഈ സർക്കുലേഷൻ എന്താ വിളിക്കുക? പൾമണറി സർക്കുലേഷൻ എന്നാണ് വിളിക്കുക. പറ്റുമെങ്കിൽ ഓർത്ത് വെച്ചോ. ദിസ് സർക്കുലേഷൻ ഈസ് കോൾഡ് സിസ്റ്റമിക് സർക്കുലേഷൻ. ദിസ് സർക്കുലേഷൻ ഈസ് കോൾഡ്, വെരി ഗുഡ്, സിസ്റ്റമിക് സർക്കുലേഷൻ അല്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത്, ഒബ്സർവ് ദ ഫ്ലോ ചാർട്ട് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ഓക്കെ, നമ്മുടെ നോഡൽ ടിഷ്യൂവിൻ്റെ, ഓക്കെ സാർ ഇങ്ങനെ വരച്ചാൽ മതി. ഓഫ് കോഴ്സ് യെസ്, ഇങ്ങനെ വരച്ചു കൊടുത്താൽ തന്നെ മാർക്ക് കിട്ടും കേട്ടോ. ഇതാണ് ഡയഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് കാര്യം അറിയോ ഇല്ല, നിങ്ങൾക്ക് ചിത്രം വരക്കാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കാനല്ലല്ലോ പരീക്ഷ നടത്തുന്നത്. ചിത്രം വരക്കുന്ന കഴിവുണ്ടോ നോക്കാൻ വേറെ ആർട്സ് പരീക്ഷ നടത്തിയാൽ പോരെ. ഇറ്റ്സ് ഓൺലി ടു മെഷർ വെദർ യു ഹാവ് സ്റ്റഡീഡ് ഓർ നോട്ട്. അത്രേ ഉള്ളൂ ഗൈസ്. സോ ലുക്ക്, ഒബ്സർവ് ദ ഫ്ലോ ചാർട്ട് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. സ്ഥിരമായിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് നോഡൽ ടിഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. സോ ലുക്ക് അറ്റ് ഹിയർ. നോക്കൂ, നോഡൽ ടിഷ്യൂവിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെ? വി ഹാവ് SA നോഡ്, അത് കഴിഞ്ഞാൽ AV നോഡ്, അത് കഴിഞ്ഞാൽ AV ബണ്ടിൽ, അത് കഴിഞ്ഞാൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് അല്ലേ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് അല്ലേ, R&LBB, അതായത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച്, അത് കഴിഞ്ഞാൽ പർക്കിൻജെ ഫൈബേഴ്സ്. ക്ലിയർ അല്ലേ? ഈ ഒരു അറേഞ്ച്മെൻറ്റ് നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. സോ ഇവിടെ അതല്ല തന്നിട്ടുള്ളത്. ഇവിടെ SA നോഡ് തന്നു, AV നോഡ് തന്നു, വെൻട്രിക്കിൾ കൺട്രാക്ഷൻ തന്നു, AV ബണ്ടിൽ തന്നു, അട്രിയൽ കൺട്രാക്ഷൻ. ഇതിന് ഓർഡറിലാക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞത്. എന്നാ സംഭവം നോക്കടാ, SA നോഡിൽ നിന്ന് സിഗ്നല് നോക്കൂ AV നോഡിലേക്ക് എത്തുന്ന സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ അട്രിയത്തിലൂടെ സിഗ്നൽ കടന്നു പോകും. കാരണം എന്താ? SA നോഡിൽ നിന്ന് അട്രിയത്തിലൂടെ സിഗ്നൽ പോയിട്ട് വെൻട്രിക്കിളിലേക്ക് എത്തുന്നത്. അപ്പോൾ അട്രിയൽ കൺട്രാക്ഷൻ നടന്നതിന് ശേഷമാണ് സിഗ്നൽ AV നോഡിലേക്ക് എത്തുക. ക്ലിയർ ആണോ? AV നോഡിലേക്ക് സിഗ്നൽ എത്തിക്കഴിഞ്ഞാൽ ആ സിഗ്നൽ AV ബണ്ടിലൂടെ നോക്കൂ നേരെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് പർക്കിൻജെ ഫൈബറുകളിലൂടെ വെൻട്രിക്കിളിലേക്ക് എത്തും. അത് വെൻട്രിക്കിളിന്റെ കൺട്രാക്ഷന് കാരണമാകും. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ഇനി നോക്കൂ, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് SA നോഡ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി? SA നോഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ദ ഹാർട്ട് റേറ്റ് ബിക്കം അബ്നോർമൽ. യു ക്യാൻ റൈറ്റ് ലൈക്ക് ദ ഹാർട്ട് റേറ്റ് ബിക്കം അബ്നോർമൽ. അങ്ങനെ എഴുതി വെച്ചാൽ മതി. ഹാർട്ടിന്റെ നോർമൽ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് SA നോഡാണ്. സോ ഇഫ് ഇറ്റ് ബിക്കം നോൺ ഫങ്ഷണൽ, വാട്ട് വിൽ ഹാപ്പൻ? ദ ഹാർട്ട് റേറ്റ് ബിക്കം അബ്നോർമൽ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നൗ ദ സീക്വൻഷ്യൽ ഇവന്റ്സ് ഇൻ ദ ഹാർട്ട് വിച്ച് ആർ സൈക്ലിക്കലി റിപ്പീറ്റഡ് ആർ കോൾഡ് കാർഡിയാക് സൈക്കിൾ. ശരി, കാർഡിയാക് സൈക്കിളിനെ പറ്റിയുള്ള ചോദ്യം. What are the phases of cardiac cycle? Cardiac cycle ന്റെ ഫേസുകൾ ഏതൊക്കെയാണ്? 4 ഫേസ് ഉള്ളത്. ഒന്നാമത്തെ എന്താ കുട്ടികളെ? ജോയിന്റ് ഡയസ്റ്റോൾ. ഐ ഹോപ്പ് യു നോ ഓൾ ദീസ് തിങ്സ്. ജോയിന്റ് ഡയസ്റ്റോൾ ആണ് ഒന്നാമത്തെ ഫേസ്. രണ്ടാമത്തെ ഫേസ് എന്താ കുട്ടികളെ? അട്രിയൽ സിസ്റ്റോൾ അല്ലേ. മൂന്നാമത്തെ ഫേസ് എന്താ? അട്രിയൽ
വെൻട്രിക്കുലാർ സിസ്റ്റോൾ അല്ലേ, മൂന്നാമത്താണ് വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ, വെൻട്രിക്കുലാർ സിസ്റ്റോൾ, നാലാമത്താണ് കുട്ടികളെ വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ. സോ ദീസ് ആർ ദ ഫേസസ്. ഒന്നാമത്തത് ഉറക്കെ പറഞ്ഞ ജോയിന്റ് ഡയസ്റ്റോൾ, പിന്നെ എട്രിയൽ സിസ്റ്റോൾ, പിന്നെ വെൻട്രിക്കുലാർ സിസ്റ്റോൾ, പിന്നെ വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ. 4 ഫേസ്. ഒന്നുകൂടെ പറഞ്ഞ ജോയിന്റ് ഡയസ്റ്റോൾ, എട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കുലാർ സിസ്റ്റോൾ, വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ. സോ ദീസ് ആർ ദ 4 ഫേസസ്. നൗ വൈ ഡു വി കോൾ ഹ്യൂമൻ ഹാർട്ട് as മയോജനിക്? എന്തുകൊണ്ടാണ് നമ്മൾ മനുഷ്യരുടെ ഹാർട്ടിനെ മയോജനിക് എന്ന് വിളിക്കുന്നത്? വേഗം പറ. എന്തുകൊണ്ടാണ് നമ്മൾ മനുഷ്യരുടെ ഹാർട്ടിനെ മയോജനിക് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ദ നോർമൽ ഫങ്ഷൻസ് ഓഫ് അവർ ഹാർട്ട് ഈസ് റെഗുലേറ്റഡ് ബൈ നോഡൽ ടിഷ്യൂ. നമ്മുടെ ഹാർട്ടിന്റെ നോർമൽ ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നത് നോഡൽ ടിഷ്യൂ ആണ്. അതുകൊണ്ടാണ് ബ്രെയിൻ അല്ല, നോഡൽ ടിഷ്യൂ ആണ് നമ്മുടെ ഹാർട്ടിന്റെ നോർമൽ ഫംഗ്ഷൻ റെഗുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഹാർട്ടിനെ മയോജനിക് എന്ന് വിളിക്കുന്നത്. നൗ വാട്ട് ഈസ് ദ റോൾ ഓഫ് എസ് എ നോഡ് ഓൺ ഹ്യൂമൻ ഹാർട്ട്? ഹ്യൂമൻ ഹാർട്ടിലെ എസ് എ നോഡിന്റെ ഫംഗ്ഷൻ എന്താ കുട്ടികളെ? യു നോ ദാറ്റ്. എന്താ? വാട്ട് ഈസ് ദ റോൾ ഓഫ് എസ് എ നോഡ് ഇൻ ഹ്യൂമൻ ഹാർട്ട്? ഇറ്റ് ഈസ് ദ പേസ് മേക്കർ ഓഫ് ഹാർട്ട് അല്ലേ? അയാളാണ് നമ്മുടെ ഹാർട്ടിന്റെ പേസ് മേക്കർ. എന്തുകൊണ്ട് അയാളെ പേസ് മേക്കർ എന്ന് വിളിക്കുന്നത്? നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കും ഉറപ്പ്. എന്തുകൊണ്ട് അയാളെ പേസ് മേക്കർ എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് മാക്സിമം നമ്പർ ഓഫ് സിഗ്നൽസ് പെർ മിനിറ്റ്. നമ്മുടെ നോഡൽ ടിഷ്യൂവിൻ്റെ ഒരു ഭാഗമാണ് എസ് എ നോഡ്. നോഡൽ ടിഷ്യൂവിന് വേറെയും ഭാഗങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് എസ് എ നോഡിനെ മാത്രം നമ്മൾ ഹാർട്ടിന്റെ പേസ് മേക്കർ എന്ന് വിളിക്കുന്നത്? ബിക്കോസ് എസ് എ നോഡ് പ്രൊഡ്യൂസ് മാക്സിമം നമ്പർ ഓഫ് സിഗ്നൽസ്. ക്ലിയർ അല്ലേ കുട്ടികളെ? ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, വാട്ട് ഈസ് ഇ സി ജി? അടുത്ത ചോദ്യം, എന്താ ഇ സി ജി? എന്താ ഇ സി ജി എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. എന്തിന്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്? ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട്. എന്താണ് കുട്ടികളെ? ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട്. ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയെ ഒരു ഗ്രാഫ് രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കുട്ടികളെ? ഇ സി ജി. ഇറ്റ് ഈസ് എ ഗ്രാഫ് അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അടുത്ത ചോദ്യം ഇതാണ്, ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട്. അടുത്തത്, ഡ്രോ എ സ്റ്റാൻഡേർഡ് ഇ സി ജി. ഒരു സ്റ്റാൻഡേർഡ് ഇ സി ജി ആണ്. പി വേവ് വേണം, ക്യു ആർ എസ് വേണം, ടി വേവ് വേണം അല്ലേ? പി വേവ്, QRS, T wave. Now explain different waves in it. അതിൽ 4 മാർക്കിന്റെ ചോദ്യം. ഓരോ വേവ് എന്താണ്? പി വേവ് എന്താ കുട്ടികളെ? ഇറ്റ് റെപ്രസെന്റ് അട്രിയൽ ഡീപോളറൈസേഷൻ. എന്താണ്? പി വേവ് റെപ്രസെന്റ് അട്രിയൽ ഡീപോളറൈസേഷൻ ഓർ അട്രിയൽ സിസ്റ്റോൾ. അടുത്തത് QRS കോംപ്ലക്സ്. ഇറ്റ് റെപ്രസെന്റ് വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ ഓർ വെൻട്രിക്കുലാർ സിസ്റ്റോൾ. നൗ വാട്ട് അബൌട്ട് ടി വേവ്? ടി വേവ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന കുട്ടികളെ? വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ or ventricular diastole. സ്ഥിരം ചോദിക്കുന്ന ചോദ്യം. മെൻഷൻ ദ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഇ സി ജി. നോക്കൂ, ശരിക്കും ഒരാൾ മരിച്ചു നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ പറയും സാറേ ശ്വാസം ഉണ്ടോ നോക്കിയാൽ മതി. പോരാ. അനക്കുണ്ടോ നോക്കിയാൽ മതി. പോരാ. ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഒന്നും ലൈക്ക് നമ്മളൊരു മെഡിക്കലി ഒരാൾ മരിച്ചു എന്ന് പറയണമെങ്കിൽ അയാളുടെ ഇ സി ജി വെച്ച് നോക്കണം. എന്നിട്ട് അയാളുടെ വേവ് ഇങ്ങനെ ഇപ്പം മരിച്ചോ നോക്കാൻ വേണ്ടി ഉപയോഗിക്കുക അല്ലേ? ഇ സി ജിയുടെ റോള് ചത്തുപോയോ എന്ന് നോക്കാൻ വേണ്ടി ഉപയോഗിക്കാമെന്നൊക്കെ എഴുതി വെക്കരുത്. ഓക്കെ, ശരിക്കും അത് റോളാണ്. പക്ഷേ നിങ്ങളുടെ സ്കൂളിലെ ലൈക്ക് നിങ്ങളുടെ സിലബസിലാണെന്ന് പറയുന്നത് നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി. ടു ഡിറ്റക്ട് ഡിസോർഡേഴ്സ് ഓഫ് ഹാർട്ട്. ഹാർട്ടിൻ്റെ രോഗങ്ങൾ ചെക്ക്. ഹാർട്ട് ബീറ്റ് ഒന്നും പറ്റൂല, മരിച്ചോ നോക്കാം. ഇ സി ജി തന്നെ എടുക്കണം. ഓക്കെ, ഇ സി ജി എടുത്താൽ ഒരാൾ ഇ സി ജി പ്ലെയിൻ ആണ്, വേവുകളെല്ലാം പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയുക? ഫ്ലാറ്റ് ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയുക? ആൾ മരിച്ചു എന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, എനിവേ ലീവ് ഇറ്റ്. പരീക്ഷയുടെ തലേന്നായാലും വിവരം വെക്കണമല്ലോ. സോ എനിവേ വാട്ട് ഈസ് ദ റോൾ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ഡിസീസസ് ഓഫ് ഹാർട്ട് അല്ലേ? ഹാർട്ടിന്റെ ഡിസീസുകൾ, ഡിസോർഡറുകൾ അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. തീരാൻ പോവാ. പേഴ്സൺ വിത്ത് എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഈസ് കോൾഡ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. നമുക്കറിയുന്ന കാര്യം, എ ബി ബ്ലഡ് ഗ്രൂപ്പിനെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് വിളിക്കും. ഗിവ് എ റീസൺ. അതിന്റെ കാരണം എന്താ? ബിക്കോസ് ഇറ്റ് ക്യാൻ റിസീവ് ബ്ലഡ് ഫ്രം ഓൾ അതർ ഗ്രൂപ്പ്സ്. ബാക്കി എല്ലാവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതുകൊണ്ടാണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്, എല്ലാവരും നിന്ന് വാങ്ങുന്ന ആൾ. ദെൻ ഹൂ ഈസ് യൂണിവേഴ്സൽ ഡോണർ? ഇറ്റ് ഈസ് ദ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ഡോക്ടർ ബിലാൽ മുഹസിൻ. ദാറ്റ് ഈസ് ഓ ഗ്രൂപ്പ് അല്ലേ? ഓ ഗ്രൂപ്പാണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത്, ലിസ്റ്റ് ഔട്ട് എനി 2 ഡിസോർഡേഴ്സ് ഓഫ് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിന് ഏതെങ്കിലും 2 ഡിസോർഡറാണ് ചോദിച്ചത്. കുറേ പഠിച്ചിട്ടില്ലേ? ഹൈപ്പർ ടെൻഷൻ, അത്തിറോസ്ക്ലീറോസിസ്, ആൻജൈന, ഹാർട്ട് അറ്റാക്ക്, കാർഡിയാക് ഫെയിലിയർ, കാർഡിയാക് അറസ്റ്റ്. യു ഹാവ് സ്റ്റഡീഡ് മെനി. 2 ഏതെങ്കിലും 2 പഠിച്ചാൽ മതി. ഹൈപ്പർ ടെൻഷൻ പഠിച്ചോ 1, 2 ആൻജൈന പഠിച്ചോ, അല്ലെങ്കിൽ അത്തിറോസ്ക്ലീറോസിസ് ഏതെങ്കിലും പഠിച്ചാൽ മതി. സെറ്റ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. Now look, by selecting appropriate terms from the bracket, complete the given table which is related with excretory system. Okay, നോക്കൂ guys, ടൈപ്സ് ഓഫ് എക്സ്ക്രീഷൻ ഒന്ന് ഇവിടെ തന്നിട്ടുണ്ട്. യൂറിയോടെലിക് എക്സ്ക്രീഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ബാക്കി 2 മിസ്സിംഗ് ആണ്.
ഇതൊക്കെ അമോണിയ വേസ്റ്റ് ആയിട്ടുള്ള എക്സ്ക്രീഷൻ നമ്മൾ എന്താ വിളിക്കുക? അമോണോടെലിസം എന്നല്ലേ വിളിക്കുക. സോ അമോണോടെലിക് ഇതാണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ. ഇനി നോക്കൂ, യൂറിയോടെലിക് എന്ന് പറഞ്ഞാൽ ആരെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്? യൂറിയൻ എക്സ്ക്രീറ്റ് ചെയ്യുന്നതിനെയാണ് യൂറിയോടെലിസം എന്ന് പറയുക. ദെൻ അടുത്തത് ലാസ്റ്റത്തെ എന്തായിരിക്കും? യൂറിക്കോടെലിസം ആയിരിക്കും അല്ലേ. യൂറിക്കോടെലിസം ആയിരിക്കും. യൂറിക്കോടെലിസത്തിൽ ആരെ എക്സ്ക്രീറ്റ് ചെയ്യുക? യൂറിക് ആസിഡിനെയാണ് എക്സ്ക്രീറ്റ് ചെയ്യുക. ഇനി എക്സാമ്പിൾ അമോണോടെലിസത്തിന്റെ എക്സാമ്പിൾ ആരെ കുട്ടികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്? ബോണി ഫിഷ് അമോണോടെലിസം ആണ്. ബോണി ഫിഷ് അമോണോടെലിസം ആണ്. യൂറിയോടെലിസത്തിന്റെ എക്സാമ്പിൾ ആരാ? മാമൽസ്. നമ്മൾ അജാസാറൊക്കെ യൂറിയോടെലിസ് ആണ് സത്യമായിട്ട്. ഓക്കെ, അജാസാർ, തീപ്പൊരി സാർ ഇവരെല്ലാം എക്സ്ക്രീറ്റ് ചെയ്യുന്നത് യൂറിയാണ് ഗൈസ്. ഇനി യൂറിക്കോടെലിസത്തിന്റെ എക്സാമ്പിൾ ആരാടാ മക്കളെ? സ്നെയിൽസ്. നമ്മളൊരു കോഡ് വെച്ചിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ബിർല. എന്താ മക്കളെ? ബിർല അല്ലേ. ഏതൊക്കെ? ബേർഡ്, ഇൻസെക്ട്, കരയിൽ കാണുന്ന ഇൻസെക്റ്റുകൾ, റെപ്റ്റൈൽസ്, ലാൻഡ് സ്നെയിൽസ്. ക്ലിയർ അല്ലേ മക്കളെ? വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് പ്രിപ്പയർ ടു മാച്ചിങ് പെയർസ് ഫ്രം ദ ഗിവൺ ലിസ്റ്റ് ഓഫ് ആനിമൽസ് ആൻഡ് എക്സ്ക്രീറ്ററി ഓർഗൻ. ഇതിലേതെങ്കിലും മാച്ചിങ് ലിസ്റ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. മക്കളെ പറഞ്ഞു വിടറാ, രണ്ട് ലിസ്റ്റ്, രണ്ടാളെ നോക്കിയാൽ മതി നിങ്ങൾ. പ്രോണിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാ കുട്ടികളെ? വെരി ഗുഡ്, ആന്റീനൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ ഗ്രീൻ ഗ്ലാൻഡ് ആണ് അല്ലേ. അടുത്തത് കോക്രോച്ച്. നോക്കൂ, കോക്രോച്ച്, എല്ലാതരം കോക്രോച്ച് അടക്കമുള്ള സകല ഇൻസെക്റ്റുകളുടെയും എക്സ്ക്രീറ്ററി ഓർഗനാണ് മാൽപീജിയൻ ട്യൂബ്യൂൾ. ക്ലിയർ അല്ലേ മക്കളെ? ഇനി എർത്ത് വോമിന്റെ ഏതാണ് മക്കളെ? നെഫ്രീഡിയയാണ്. നെഫ്രീഡിയ. ഞങ്ങൾ ഇതിൽ 2 ഉണ്ടാക്കിയാൽ മതി എന്നാ പറഞ്ഞ്, നമുക്ക് 3 ഉണ്ടാക്കാൻ പറ്റില്ല. അടുത്ത് ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ്. ഡയഗ്രാം നോക്കിയിട്ട് ആൻസർ ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, ശരി, ഫൈൻ. ലുക്ക് അറ്റ് ദിസ് ഡയഗ്രാം. വാട്ട് യു ആർ സീയിങ്? ഇതെന്താ സാധനം? ഐഡന്റിഫൈ ദ സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ ഏതാ മക്കളെ? ദിസ് ഈസ് മാൽപീജിയൻ ബോഡി. ഓർമ്മയുണ്ടാ? ഇതേതാ? മാൽപീജിയൻ അല്ല കേട്ടാ, മാൽപീജിയൻ ബോഡി. ഉറക്കെ പറഞ്ഞേടാ മക്കളെ, മാൽപീജിയൻ ബോഡി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ നോക്കേണ്ടത്? ഒരുപാട് ഏറ്റവും റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്, അല്ലാണ്ട് നമ്മൾ തീരെ ചോദിക്കാത്തൊരു ചോദ്യം നാളേക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ ഇറക്കാൻ പറ്റുമോ? ഐ ഡോണ്ട് തിങ്ക്. ഓക്കെ, ദ മോസ്റ്റ് റിപ്പീറ്റഡ് തിങ്സ് ആണ് നമുക്ക് ചോദിക്കാൻ ഏറ്റവും സാധ്യത ഉള്ളത്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, സോ ലുക്ക്, അടുത്തത് സർ ആൻസർ എഴുതുമോ നമ്മൾ പ്രതി KM ചോദിച്ചിട്ടുണ്ട്. പ്രതിയെ നോക്കൂ, ആൻസർ എഴുതി തരാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട്. 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് മുഴുവൻ ചാപ്റ്ററും പഠിച്ച് തീർക്കണ്ടേ? മുഴുവൻ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളിലൂടെ ഒക്കെ നമുക്കൊന്ന് ഓടിച്ചാടി പോകണ്ടേ? അപ്പോൾ നമ്മൾ ആൻസറും കൂടെ പൂർണ്ണമായിട്ട് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? 1.5 മണിക്കൂറല്ലേ നമ്മുടെ മുന്നിലുള്ള. നമുക്ക് കെമിസ്ട്രി പഠിക്കണ്ടേ? കെമിസ്ട്രി സെറ്റ് ആക്കണ്ടേ? സോ മാർക്ക് ദ പാർട്ട് A and B. നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ കേട്ടാണ്ടല്ലോ എനിക്ക് ചിലപ്പോൾ ഇതിൻ്റെ മേലിൽ നിന്ന് അങ്ങ് ചാടി ആത്മഹത്യ ചെയ്യാൻ തോന്നും. ചിലപ്പോൾ ഈ പേന കഴുത്തിലേക്ക് കുത്തിയിറക്കി ഇവിടെ തന്നെ മരിക്കാനൊക്കെ തോന്നും. സത്യം, തള്ളല്ല. ഓക്കെ, പിന്നെ ഞാൻ സഹിച്ച് നിൽക്കുന്നതാണ് ഇടയ്ക്ക്. സോ ലുക്ക്, അഫറൻ്റ് ആർട്ടീരിയോളും ഇഫറൻ്റ് ആർട്ടീരിയോളും തമ്മിൽ നമ്മൾ എങ്ങനെയാണ് കുട്ടികളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക? അഫറൻറ്റിൻ്റെ സൈസ് വിൽ ബി മോർ ദാൻ ഇഫറൻ്റ് അല്ലേ. അപ്പോൾ നോക്കൂ, ഇതാണ് അഫറൻ്റ് ആർട്ടീരിയോൾ. വലിയ ആൾ എപ്പോഴും ഏതാണ്? അഫറൻ്റ് ആർട്ടീരിയോൾ. ഇഫറൻ്റ് എപ്പോഴും ചെറുതാണ്. അടുത്ത് B ഏതാ കുട്ടികളെ? ദിസ് ഈസ് ബൗമാൻസ് ക്യാപ്സ്യൂൾ അല്ലേ. ബൗമാൻസ് ക്യാപ്സ്യൂൾ ആണ്. അടുത്ത് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് നെഫ്രോൺ ഈസ് ഗിവൺ ബിലോ. നോക്ക്, നെഫ്രോണിൻ്റെ ഡയഗ്രം തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ പാർട്സ്. ഈ ഓരോ ഭാഗങ്ങളും ഐഡന്റിഫൈ ചെയ്യാൻ നോക്കൂ. Z ഏതാടാ? Z ഗ്ലോമറുലസ് ആണ്. X ഏതാ കുട്ടികളെ? ബൗമാൻസ് ക്യാപ്സ്യൂൾ ആണ്. W ഏതാടാ മക്കളെ? W ഏതാ മക്കളെ? PCT ആണല്ലേ. WPCT ആണ്. And what is this? This is Henle's loop അല്ലേ. And what is this part? ഈ ഭാഗത്തിൻ്റെ പേരെന്താ? DCT അല്ലേ മക്കളെ. ഇനി അവസാനത്തെ ഭാഗം ഏതാടാ? Y എന്ന് പറഞ്ഞു കൊടുത്ത ഭാഗം കളക്ടിങ് ഡക്ട്. അപ്പോൾ ഇത് നമ്മളോട് ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട്. Now, which part of nephron constitute Malpighian body? We have already discussed അല്ലേ. Now look, expand GFR. GFRൻ്റെ ഫുൾ ഫോം എന്താ? GFRൻ്റെ ഫുൾ ഫോം എന്താ കുട്ടികളെ? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് അല്ലേ മക്കളെ. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്താ മക്കളെ? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. അടുത്തത്, ഇവൻ ദോ GFR ഇൻ എ ഹെൽത്തി പേഴ്സൺ ഈസ് 180 ലിറ്റർ പെർ ഡേ. ഒരു ഹെൽത്തി പേഴ്സൻ്റെ GFR 180 ലിറ്റർ ആണ് അത്ര ഒരു ദിവസം. ദാൻ ദ എമൗണ്ട് ഓഫ് യൂറിൻ ഈസ് ഓൺലി 1.5 ലിറ്റർ. ഒരു ദിവസം 180 ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഗ്ലോമറുലസിൽ രൂപപ്പെടുന്നുണ്ട് ഒരു ദിവസം. പക്ഷേ അത് അവസാനം നോക്കൂ, ഈ പറയുന്ന PCTയിലൂടെയും ഹെൻലീസ് ലൂപ്പിലൂടെയും അതുപോലെ തന്നെ DCTയിലൂടെയും ഒക്കെ കടന്ന അവസാനം കളക്ടിങ് ഡക്റ്റിലൂടെ യൂറിനായിട്ട് പുറത്തോട്ട് വരുമ്പോൾ 1.5 ലിറ്റർ ഉള്ളൂ.
സോ വാട്ട് ഇറ്റ് ഇൻഡിക്കേറ്റ്സ്, ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? യെസ്, ഇതിൻ്റെ ഇൻഡിക്കേഷൻ ഇത്രയേ ഉള്ളൂ. ഇവിടെ 180 ലിറ്റർ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ഇവിടെ എത്തുമ്പോൾ വെറും 1.5 ലിറ്റർ ഉള്ളുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ്, മോർ ദാൻ 99% ഓഫ് ഫിൽട്രേറ്റ് ഈസ് റീ അബ്സോർബ്ഡ് ഫ്രം നെഫ്രോൺ. ഇവിടെ ഉണ്ടാവുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൻ്റെ 99% കൂടുതൽ നമ്മുടെ നെഫ്രോണിൽ നിന്ന് റീ അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് അല്ലേ. നൗ കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഷോയിങ് റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ. കിഡ്നി ഫംഗ്ഷൻ്റെ റെഗുലേഷനുമായി ബന്ധപ്പെട്ട ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആക്കാൻ, അത് ഞാൻ ഒരു ചോദ്യം ഇട്ടേ ഉള്ളൂ ഗൈസ്, ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ആ ഭാഗത്തെ കാണിക്കുന്ന ഒരു ചോദ്യം ഇട്ടുന്നേ ഉള്ളൂ. ഇത് പല രീതിയിലാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ചിലപ്പോൾ നമ്മളോട് ചോദിക്കും റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസത്തിൻ്റെ വർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചതിന് പകരം ഈ ഡയഗ്രാം വേറൊരു രീതിയിൽ തന്നിട്ട് ഈ ഫ്ലോ ചാർട്ട് ചോദിക്കും. സോ ലൈക്ക് ദ കോൺസെപ്റ്റ് എവറി ടൈം കോൺസെപ്റ്റ് ഈസ് ക്ലിയർ. എന്താണ് ഗൈസ്, നമ്മുടെ GFR കുറഞ്ഞു കഴിഞ്ഞാൽ ജെക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ്, കിഡ്നിയിലുള്ള ജെക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ് ആക്ടിവേറ്റഡ് ആവും. അവന്മാർ എന്തിനെ റിലീസ് ചെയ്യും ഗൈസ്? റെനിനെ റിലീസ് ചെയ്യും അല്ലേ. റെനിൻ എന്താ ചെയ്യുക? റെനിൻ നോക്കൂ, നമ്മുടെ ബ്ലഡിലുള്ള ആൻജിയോടെൻസിനോജനെ റെനിൻ പോയിട്ട് എന്തായി കൺവേർട്ട് ചെയ്യും? ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റും. ഈ ആൻജിയോടെൻസിൻ 1 പിന്നീട് സ്വയം അല്ലേ, അങ്ങനെയാണ് ഈ ഗ്രാഫ് വരേണ്ടത് കേട്ടോ. ഈ ഒരു ഫ്ലോ ചാർട്ട്, ഈ റെനിൻ പോയിട്ട് ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റും. ആ ആൻജിയോടെൻസിൻ 1 പിന്നീട് ആൻജിയോടെൻസിൻ 2 ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ഈ ആൻജിയോടെൻസിൻ 2 അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ കോർട്ടക്സിൽ പോയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ആക്ട് ചെയ്താൽ അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ കോർട്ടക്സിൽ നിന്ന് ആര് റിലീസാകും മക്കളെ? ഉറക്കെ പറഞ്ഞ് ആൽഡോസ്റ്റിറോൺ റിലീസാകും അല്ലേ. ആൽഡോസ്റ്റിറോൺ എന്താ ചെയ്യുക? ആൽഡോസ്റ്റിറോൺ ഇൻക്രീസ് വാട്ടർ ആൻഡ് Na+ റീ അബ്സോർപ്ഷൻ. നമ്മുടെ കിഡ്നിയിൽ നിന്നുള്ള Na+ൻ്റെയും വാട്ടറിൻ്റെയും റീ അബ്സോർപ്ഷൻ കൂട്ടും ആൽഡോസ്റ്റിറോൺ. നോക്കൂ, നമ്മുടെ കിഡ്നിയിൽ നിന്ന് Na+ വാട്ടറൊക്കെ ധാരാളം ബ്ലഡിലേക്ക് എത്തിയാൽ നമ്മുടെ BP കൂടും. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ GFR കൂടും. ക്ലിയർ ആണോ? GFR ഇൻക്രീസ്. ഓക്കെ, GFR ഇൻക്രീസ് ആവും, GFR കൂടും. നോക്കൂ, ആൻജിയോടെൻസിനോജന് മറ്റൊരു സ്വഭാവം കൂടിയുണ്ട്. അതെന്താണെന്നറിയോ? ഇറ്റ് ഓൾസോ കൺസ്ട്രിക്റ്റ് ബ്ലഡ് വെസലുകളെ, രക്തക്കൊഴലുകളെ ഞെരുക്കും പിടിച്ചിട്ട്. അങ്ങനെ രക്തക്കൊഴലുകൾ ഞെരുക്കിയാൽ അവരുടെ BP അങ്ങോട്ട് കൂടും. ക്ലിയർ അല്ലേ? ഇതുകൂടെ ഇയാളുടെ ഫംഗ്ഷനാണ്. ക്ലിയർ അല്ലേ കുട്ടികളെ? കൺസ്ട്രിക്റ്റ് ബ്ലഡ് വെസൽസ്, രക്തക്കുഴലുകളെ കൺസ്ട്രിക്റ്റ് ചെയ്യും ഇയാള്. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ, റെഡിയാണോ? Now, ANF mechanism act as a check on the renin angiotensin mechanism. Explain how. എങ്ങനെയാണ് കുട്ടികളെ ANF renin angiotensin മെക്കാനിസത്തിന് ഒരു ചെക്കായിട്ട് ആക്ട് ചെയ്യുന്നത് ഗൈസ്? പറഞ്ഞേ മക്കളെ. ഓക്കെ, ഞാൻ കമൻറ്റിലേക്ക് നോക്കുന്നില്ല. കമൻറ്റ് കണ്ടോ ഇവന്മാരെ എടുത്തിട്ട് എനിക്ക് അങ്ങ് കൊല്ലാനൊക്കെ തോന്നും. ഓക്കെ, സാമൂഹിക ദ്രോഹികളെ ഈ കമൻറ്റ് ബോക്സിൽ വെറുതെ വന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നവരെ ഞാൻ അതുകൊണ്ട് അതിലേക്ക് നോക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഉത്തരം. എനിവേ, സോ ANF എങ്ങനെ വർക്ക് ചെയ്യുന്നത് വേഗം പറഞ്ഞേ. യെസ്, റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം ഇൻക്രീസ് BP ബിക്കോസ് റെനിൻ കൺസ്ട്രിക്റ്റ് ബ്ലഡ് വെസൽ. റെനിൻ രക്തക്കോയിലുകളെ കൺസ്ട്രിക്റ്റ് ചെയ്യും, അതിലൂടെ BP കൂടാൻ കാരണമാകും അല്ലേ. ബട്ട് ANF ഡയലേറ്റ്, ബ്ലഡ് വെസലുകൾ മറ്റാൾ ഞെരുക്കി അമർത്തുകയാണെങ്കിൽ മറ്റേ ANF ലൂസാക്കിയിടും. ഈ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം ബ്ലഡ് വെസലുകളെ കൺസ്ട്രിക്റ്റാണ് ചെയ്യുന്നത്. അതേ സമയത്ത് ANF ഡയലേറ്റ്, അവർക്ക് പറഞ്ഞേ ഡയലേറ്റ് ബ്ലഡ് വെസൽസ്, സോ ദേ ഡിക്രീസ് BP. ഓക്കെ, ദേ ഡിക്രീസ് BP. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത കുട്ടികളെ, ഗീവ് 1 വേർഡ് ഫോർ ദ ഫോളോയിങ്. സ്ഥിരഞ്ജോദ്യ. പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ. യൂറിനിൽ ഗ്ലൂക്കോസ് വരുന്ന അവസ്ഥ എന്താ വിളിക്കുക കുട്ടികളെ? ഗ്ലൈക്കോസ്യൂറിയ. എന്താ വിളിക്കുക? ഗ്ലൈക്കോസ്യൂറിയ അല്ലേ. പ്രസൻസ് ഓഫ് കീറ്റോൺ ബോഡീസ് ഇൻ യൂറിൻ, അതിനെന്താ വിളിക്കുക? കീറ്റോൺയൂറിയ. എന്താ വിളിക്കുക? കീറ്റോൺയൂറിയ. അടുത്തത്, വിച്ച് ഹ്യൂമൻ ഡിസോർഡർ ഈസ് ഹാവിങ് ദ എബവ് മെൻഷൻ 2 സിംറ്റംസ്. ഏത് ഡിസോർഡറിലാണ് ഈ 2 സിംറ്റങ്ങൾ നമ്മൾ കാണുക? ഇൻ ഡയബറ്റീസ് മെല്ലിറ്റസ്. ഏത് രോഗത്തിലാണ് മക്കളെ? ഡയബറ്റീസ് മെല്ലിറ്റസ് എന്ന് പറയുന്ന രോഗത്തിലാണ് നമ്മൾ ഈ 2 പ്രശ്നങ്ങളും കാണുക. ഇനി ഈ കണ്ടീഷൻസിനൊക്കെ പേരാ ചോദിച്ചാൽ, അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ് ഡ്യൂ ടു മാൽ ഫങ്ഷനിങ് ഓഫ് കിഡ്നി തകരാറിലായിട്ട് ബ്ലഡിൽ യൂറിയ അടിഞ്ഞുകൂടുന്ന അവസ്ഥ നമ്മൾ എന്താ വിളിക്കുക കുട്ടികളെ? ഉറക്കെ പറഞ്ഞ കുട്ടികളെ. അക്യുമുലേഷൻ ഓഫ് യൂറിയ ഡ്യൂ ടു മാൽ ഫങ്ഷനിങ് ഓഫ് കിഡ്നി, ദാറ്റ് ഈസ് കോൾഡ് യൂറീമിയ. വെരി ഗുഡ്, യൂറീമിയ. നെയിം ദ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. ഇൻ യുവർ ഒപ്പീനിയൻ സജസ്റ്റ് ദ ട്രീറ്റ്മെന്റ് ഫോർ കിഡ്നി ഫെയിലിയർ ആൻഡ് അക്യൂട്ട് കിഡ്നി ഫെയിലിയർ. അല്ലേ, നമ്മളോട് പരീക്ഷ ചോദിച്ചാൽ അക്യൂട്ട് കിഡ്നി ഫെയിലിയറിന് നിങ്ങൾ പറയേണ്ടത് റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ, കിഡ്നി മാറ്റിവെക്കുക.
റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ. ഇനി വെറും കിഡ്നി ഫെയിലിയറിന്റെ ട്രീറ്റ്മെന്റ് ചോദിച്ചാൽ ഹീമോഡയാലിസിസ്. എന്താ മക്കളെ? ഹീമോഡയാലിസിസ്. ഉറക്കെ പറഞ്ഞേ, ഹീമോഡയാലിസിസ്. ക്ലിയർ ആണോ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അടുത്തത് നോക്കൂ, അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ്. എന്താ വിളിക്കുക നമ്മൾ? യുറീമിയ അല്ലെ, യുറീമിയ. അത് നമ്മൾ പഠിച്ചു. ഇൻസോലിബിൾ മാസ് ഓഫ് ക്രിസ്റ്റലൈസ്ഡ് സോൾട്ട് ഇൻ ദ കിഡ്നി. കിഡ്നിയിൽ ഇൻസോലിബിൾ ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ സോൾട്ട് വരുന്ന അവസ്ഥ എന്താ വിളിക്കുക? റീനൽ കാൽക്കുലൈ അല്ലെ, റീനൽ കാൽക്കുലൈ. വെരി ഗുഡ്. അടുത്തത് സർജിക്കൽ മെത്തേഡ് ഫോർ ദ കറക്ഷൻ ഓഫ് റീനൽ ഫെയിലിയർ. കിഡ്നി അടിച്ചു പോയാൽ കറക്റ്റ് ചെയ്യാനുള്ള സർജിക്കൽ മെത്തേഡ് ഏതാ കുട്ടികളെ? വെരി ഗുഡ്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. അടുത്തത് ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലൈ ഓഫ് കിഡ്നി, ദാറ്റ് ഈസ് കോൾഡ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് അല്ലെ. ദാറ്റ്സ് ഇറ്റ്. Let's talk about next chapter, that is locomotion and movement. Are you ready? Set ആണോ? ക്ലാസ് എപ്പോഴാ കഴിയുക സാർ? 7 മണി. ഓക്കെ, റെഡി. സാറ് ഡയബറ്റീസ് ഇൻസിപ്പിഡസും മെലിറ്റസും ഷുഗർ ആണോ? നോ ഗൈസ്, ഡയബറ്റീസ് മെലിറ്റസ് ആണ് നമ്മൾ ഷുഗർ എന്ന് പറയാം അല്ലേ. ഓക്കെ, സെറ്റ്. ഓക്കെ, അടുത്ത് സെൽസ് ഓഫ് ഹ്യൂമൻ ബോഡി എക്സിബിറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്. ഏതെങ്കിലും 2 മൂവ്മെൻറ്റും അത് കാണിക്കുന്ന ഭാഗമായി ചോദിച്ചു. ഇങ്ങനെ 2 മൂവ്മെൻ്റ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ കൂടുതൽ ചോദിക്കാൻ സാധ്യത എന്തൊക്കെയാണെന്ന് വെച്ചാൽ അമീബോയിഡ് മൂവ്മെൻ്റ് ആണ് അല്ലേ. അമീബോയിഡ് മൂവ്മെൻറ്റ് നമ്മുടെ ബോഡിയിലെ സെല്ലുകൾ കാണിക്കുന്നുണ്ട്. ആരൊക്കെ കാണിക്കുക? WBC, മാക്രോഫേജുകൾ. ഓക്കെ, WBCകൾ നമ്മുടെ ബ്ലഡിലെ WBCകളും മാക്രോഫേജ് എന്നറിയപ്പെടുന്ന സെല്ലുകൾ, ഇവ രണ്ടുപേരും അമീബോയിഡ് മൂവ്മെൻറ്റ്. ഇനി അടുത്ത മൂവ്മെൻ്റ് ആണ് കുട്ടികളെ സീലിയറി മൂവ്മെൻറ്റ്. നമ്മുടെ ബോഡിയിൽ സീലിയ കാണുന്ന സ്ഥലങ്ങളിലാണതാ സീലിയറി മൂവ്മെൻറ്റ് കാണുക. എവിടെയൊക്കെ സീലിയ കാണുക? നമ്മുടെ ബ്രോങ്കസുകളിൽ. യു ക്യാൻ സീ സീലിയ ഇൻ ബ്രോങ്കസ്. You can also you can see cilia in fallopian tube. എവിടെയാണ് മക്കളെ? ഫെല്ലോപ്പിയൻ ട്യൂബിൽ സീലിയ കാണാം, ബ്രോങ്കസിൽ സീലിയ കാണാം. 2 ഫെല്ലോപ്പിയൻ ട്യൂബ് എവിടെ കാണുക? ആണുങ്ങൾക്കാണോ? പെണ്ണുങ്ങൾക്കാണ്. ഞങ്ങളുടെ നാട്ടിൽ മലപ്പുറം ഭാഗത്തൊക്കെ പെണ്ണുങ്ങൾക്കാണ് ഫെല്ലോപ്പിയൻ ട്യൂബ് ഉള്ളത്, ആൺകുട്ടികൾക്കില്ല. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ സീലിയറി മൂവ്മെൻറ്റ്, അമീബോയിഡ് മൂവ്മെൻറ്റ് 2 പഠിച്ചാൽ മതി. അത് കാണിക്കുന്ന ഭാഗങ്ങൾ പഠിച്ചില്ലേ? ബ്രോങ്കസ്, ഫെല്ലോപ്പിയൻ ട്യൂബിൽ. WBCയും മാക്രോഫേജും ആണ് അമീബോയിഡ് മൂവ്മെൻറ്റ് കാണിക്കുന്നത്. Now look, observe the figures given below. Identify figure A and B. ഏതാടാ മക്കളെ? ഏതാ? വെരി ഗുഡ്, ആക്റ്റിൻ ഫിലമെന്റ് ആണ് എ അല്ലേ. എ ആക്റ്റിൻ ഫിലമെന്റിന്റെ സ്ട്രക്ചർ ആണ്. വെരി ഗുഡ്. വാട്ട് ഈസ് ബി? മയോസിൻ എന്ന് തള്ളണ്ട. ബി മയോസിൻ അല്ല, മീറോമയോസിൻ ആണ്. ബി എന്താ മക്കളെ? മീറോമയോസിൻ. അതായത് ഈ മീറോമയോസിനുകളെ ചേർത്ത് വെച്ചിട്ടാണ് മയോസിൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ആദ്യത്തത് ആക്റ്റിൻ ആണ്, രണ്ടാമത്തെ മീറോമയോസിൻ ആണ്. നോ നെയിം ദ സബ് യൂണിറ്റ് ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും സബ് യൂണിറ്റാ. എയുടെ സബ് യൂണിറ്റ് ഏതൊക്കെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഒന്ന്, ഈ വലിയ ഉണ്ടകൾ ഇങ്ങനെ കാണുന്നില്ലേ, അവർ നമ്മൾ വിളിക്കുന്ന പേരാണ് എഫ് ആക്റ്റിൻ. എന്താണ് എഫ് ആക്റ്റിൻ? ഇതൊരു കയറ് പോലെ ഇങ്ങനെ കിടക്കുന്നില്ലേ, ഈ കയറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രോപ്പോമയോസിൻ. ഉറക്കെ പറഞ്ഞേ മക്കളെ, വെറും മയോസിൻ അല്ല കേട്ടോ, ട്രോപ്പോമയോസിൻ. ഇനി നിങ്ങൾ കണ്ടോ, ഇവിടെ കണ്ടോ വേറെ കുറച്ച് മുത്തുകൾ വേണ്ടേ, കാണുന്നുണ്ടോ ഇവിടെയൊക്കെ? അവന്മാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രോപ്പോണിൻ. എന്താ വിളിക്കുക? ട്രോപ്പോണിൻ. ഈ 3 പേരുമാണ് ആക്റ്റിനിൻ്റെ സബ് യൂണിറ്റ്. ക്ലിയർ അല്ലേ? ട്രോപ്പോണിൻ. ഇനി ഈ മയോസിൻ്റെ സബ് യൂണിറ്റ് നിങ്ങളോട് ചോദിച്ചാലേ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. 1 ഇത്, 2 ഇത്. ഓക്കെ, ഇയാൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെവി മീറോമയോസിൻ. നമുക്ക് മീറോമയോസിൻ്റെ സബ് യൂണിറ്റുകൾ ഏതൊക്കെയാ വെച്ചാൽ 1 ഹെവി മീറോമയോസിൻ, 2 ഇയാളാണ് ലൈറ്റ് മീറോമയോസിൻ. ഏതാണ്? ഹെവി മീറോമയോസിനും ലൈറ്റ് മീറോമയോസിനും. അവർക്ക് പറഞ്ഞാൽ ഇത് പല രീതിയിൽ ചോദിക്കാറുണ്ട്, പല രീതി ചോദിക്കൂട്ടാ. ഹെവി മീറോമയോസിൻ, ലൈറ്റ് മീറോമയോസിൻ. ഏറ്റവും സിമ്പിൾ ആയിട്ട് എഴുതാൻ എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, നൗ which theory explain the process of muscle contraction? മസിലിന്റെ കൺട്രാക്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയുടെ പേരെന്നാ മക്കളെ? വെരി ഗുഡ്, സ്ലൈഡിങ് ഫിലമെന്റ് തിയറി അല്ലേ. സ്ലൈഡിങ് ഫിലമെന്റ് തിയറി എന്നാണ്. നമുക്ക് മസിൽ കൺട്രാക്ഷൻ കാണിക്കുന്ന തിയറിയെ വിളിക്കുന്ന പേരാണ് സ്ലൈഡിങ് ഫിലമെന്റ് തിയറി. എന്താ മക്കളെ വിളിക്കുക? സ്ലൈഡിങ് ഫിലമെന്റ് തിയറി. നെക്സ്റ്റ് നോക്കടാ, മേജർ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മസിൽ കൺട്രാക്ഷൻ ആർ ഗിവൺ ബിലോ വിച്ച് ആർ നോട്ട് ഇൻ ദ കറക്റ്റ് ഓർഡർ, അറേഞ്ച് ദം ഇൻ ദ കറക്റ്റ് ഓർഡർ. ഇതെന്താ സാർ എപ്പോഴും ഇതേ ചോദ്യം തന്നെ കാണിക്കുന്നതെന്ന് ചിലർക്ക് സംശയം ഉണ്ടാവും. ഈ ചോദ്യത്തിൻ്റെ ഒരു സുഖം എന്താണെന്നറിയോ? സ്റ്റെപ്പുകളൊക്കെ ഇവരെന്നെ തന്നിട്ടുണ്ട്, വേറെയും ചോദ്യങ്ങളുണ്ട്.
ലൈക്ക് എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് മസിൽ കൺട്രാക്ഷൻ ബൈ എ ഫ്ലോ ചാർട്ട് എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമുണ്ട്. അതുപോലെ തന്നെ ഇതിനെ വേറെ രീതിയിൽ തന്നിട്ടുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം പഠിപ്പിക്കുമ്പോഴുള്ള സുഖം എന്താ, ഇത് പഠിപ്പിക്കാൻ കുറച്ചുകൂടെ സുഖമാണ്. ഓക്കെ സർ, ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് സ്കിപ്പ് ചെയ്യാമോ എന്ന് നമ്മുടെ മിസ്റ്റർ ബെൻസീൻ ചോദിച്ചിട്ടുണ്ട്. ഡിയർ ബെൻസീൻ, അങ്ങനെ നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബെൻസീനിലെ ഡബിൾ ബോണ്ട് പോയ അവസ്ഥയായിരിക്കും. ഇത് നിങ്ങൾ സൈക്ലോഹെക്സൈനായി മാറൂലേ, ആ ഒരു അവസ്ഥയായിട്ട് മാറും. നമ്മളിത് സ്കിപ്പ് ചെയ്ത് പോയി വേറെ പലർക്കും ബെൻസീൻ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, പക്ഷേ വേറെ പലരും സൈക്ലോഹെക്സൈൻ്റെ അവസ്ഥയിലേക്ക് മാറും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ തൽക്കാലം നിർവാഹമില്ല, നമ്മളിപ്പോൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകും. ഓക്കെ, അതാണ്. സോ റിമൂവ് ദ മാസ്ക്. അപ്പോൾ എങ്ങനെയാണ് മസിൽ കൺട്രാക്ഷൻ നടക്കുന്നത് നോക്കൂ ഗൈസ്, എങ്ങനെയാണ് ഇത് നമ്മളോട് ഫ്ലോ ചാർട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ സിഗ്നൽ സെൻഡ് ബൈ സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് എന്ത് വരും കുട്ടികളെ, സിഗ്നൽ വരും അല്ലേ. അങ്ങനെ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നോക്കൂ, സിഗ്നൽ വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, യെസ്, റിലീസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ സബ്സ്റ്റൻസ് അല്ലെ, ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ റിലീസ് ചെയ്യും. അപ്പോൾ നോക്കൂ, നമ്മുടെ ന്യൂറോണിലൂടെ, നമ്മുടെ മോട്ടോർ ന്യൂറോണിലൂടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് മസിലിലേക്ക് സിഗ്നൽ വരുന്നു. ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഗുഡ്. അങ്ങനെ സിഗ്നൽ എത്തിക്കഴിഞ്ഞാൽ മോട്ടോർ ന്യൂറോണിൽ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ റിലീസാകുന്നു. ആ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ മസിലുകളിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ മസിലിൽ എന്തുണ്ടാകും കുട്ടികളെ, ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകും. ക്ലിയർ അല്ലേ? മസിലുകളിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപപ്പെടും. ആ ആക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ഫലമായിട്ട് കാൽഷ്യം റിലീസ് നടക്കും. മസിലുകൾക്കുള്ളിൽ കാൽഷ്യത്തിൻ്റെ റിലീസ് നടക്കും. മസിലുകൾക്കുള്ളിൽ കാൽഷ്യത്തിൻ്റെ റിലീസ് നടക്കും. അങ്ങനെ കാൽഷ്യം റിലീസായി കഴിഞ്ഞാൽ ഈ കാൽഷ്യം ട്രോപ്പോണിനുമായിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രോപ്പോണിന് ശരിക്കും ഒരു പ്രത്യേക ഭാഗത്തെ മാസ്ക് ചെയ്തിരിക്കുക ചെയ്യുന്നത്. അതായത് നമ്മുടെ മസിൽ കൺട്രാക്ഷൻ നടക്കണമെങ്കിൽ മയോസിൻ്റെ ഹെഡ്, ലുക്ക് അറ്റ് ദിസ്, യു ക്യാൻ സീ മയോസിൻ അല്ലേ. ഈ മയോസിൻ്റെ ഈ ഒരു ഭാഗത്തെ ശരിക്കും ഹെഡ് എന്നാണ് വിളിക്കുക. ഈ ഹെഡ് പോയിട്ട് ആക്റ്റിനിലേക്ക് അറ്റാച്ച് ചെയ്താലാണ് ഈ പറയുന്ന കൺട്രാക്ഷൻ ശരിക്കും നടക്കുക. പക്ഷേ ആക്റ്റിനിലേക്ക് ഈ മയോസിൻ്റെ ഹെഡ് അറ്റാച്ച് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഈ ട്രോപ്പോണിന്, ഇയാളാണ് ട്രോപ്പോണിൻ, അയാൾ അവിടെ ഇരിക്കുക, അയാൾ ആ ഭാഗത്തെ മാസ്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഭാഗത്ത് അൺമാസ്ക് ചെയ്താലേ മസിൽ കൺട്രാക്ഷൻ നടക്കുക. ആ അൺമാസ്ക് ഇങ്ങനെ നടക്കുക നോക്കൂ, സിഗ്നൽ ത്രൂ മോട്ടോർ ന്യൂറോൺ, മോട്ടോർ ന്യൂറോണിലൂടെ മസിലിലേക്ക് സിഗ്നൽ വരിക. അങ്ങനെ സിഗ്നൽ വന്ന മോട്ടോർ ന്യൂറോണിൽ നിന്ന് മസിലിൻ്റെ അടുത്തേക്ക് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസാകും. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ മസിലുകളിൽ പോയി ബൈൻഡ് ചെയ്യും. മസിലുകളിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ബൈൻഡ് ചെയ്താൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ഇൻ മസിൽസ്. Your muscles can generate action potential just like nerves. Okay, action potential ഉണ്ടാകും. അതിൻ്റെ ഫലമായിട്ട് കാൽഷ്യം അയോൺസ് ആർ റിലീസ്ഡ് വിത്തിൻ ദ മസിൽ സെൽ. മസിൽ സെല്ലിനകത്ത് കാൽഷ്യം റിലീസ് ആകും. ആൻഡ് ദ കാൽഷ്യം ബൈൻഡ് ടു ട്രോപ്പോണിൻ. കാൽഷ്യം പോയിട്ട് ഈ ട്രോപ്പോണിലേക്ക് ബൈൻഡ് ചെയ്യും. Then unmasking of myosin binding site. മയോസിന് ബൈൻഡ് ചെയ്യാനുള്ള ഭാഗം അൺമാസ്ക് ആയി. So that lead to muscle contraction. Okay, ക്ലിയർ അല്ലേ കുട്ടികളെ? സർ എക്സ്പ്ലെയിൻ പറഞ്ഞ ഈ സ്റ്റെപ്പ് എഴുതിയാൽ മതിയോ? ഏറ്റവും നിങ്ങൾക്ക് വേറെ ഒന്നും അറിയില്ലെങ്കിൽ ഈ സ്റ്റെപ്പ് എഴുതിയാൽ മതി. എക്സാക്ട്ലി അതിൻ്റെ ഉള്ളിൽ വേറെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. നിങ്ങളൊന്നും അറിയാത്ത എല്ലാം അറിയുന്ന ആളാണെങ്കിൽ പിന്നെ ഈ സ്റ്റെപ്പ് തന്നെ എഴുതി വെക്കരുത്. ഇത് ഇങ്ങനെ ചോദിച്ചാൽ ഈ സ്റ്റെപ്പ് എഴുതി വെക്കാം. ഇനി എക്സാക്ട്ലി മസിൽ കൺട്രാക്ഷൻ ചോദിച്ചാൽ ഇതൊന്നുമല്ല, വേറെ അനേകം കാര്യങ്ങൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാനുണ്ട് അല്ലേ. മയോസിൻ ബൈൻഡ് ചെയ്യുന്നു, ക്രോസ് ബ്രിഡ്ജ് ഉണ്ടാവുന്നു, ക്രോസ് ബ്രിഡ്ജ് പൊട്ടുന്നു, അങ്ങനെ കുറേ കാര്യം. അത് ഓൾറെഡി അറിയുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ എഴുതി വെക്കാം. ഒന്നും അറിയാത്തവന് ഏറ്റവും മിനിമം എഴുതിയാൽ മതി, എന്ത് ചോദിച്ചാലും. മനസ്സിലായില്ലേ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്ത്, ബേസ്ഡ് ഓൺ ദ ഡയഗ്രാം ഗിവൺ ബിലോ ക്യാൻ യു റൈറ്റ് ഡൗൺ ദ സ്ട്രക്ചറൽ ചേഞ്ചസ് ഒക്കറിങ് ഇൻ സാർക്കോമിയർ ഡ്യൂറിങ് മസിൽ കൺട്രാക്ഷൻ. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം, വാട്ട് ഈസ് സാർക്കോമിയർ? എന്താ സാർക്കോമിയർ? സാർക്കോമിയർ എന്താ അറിയണമെങ്കിൽ ഇത് ഓരോന്നും മാർക്ക് ചെയ്യാൻ നിങ്ങൾ അറിയണം കേട്ടോ. ഒരു മസിലിൻ്റെ സ്ട്രക്ചർ തന്നു, നടുവിൽ കാണുന്ന ഈ തിക്കായിട്ടുള്ള ഈ ഫിലമെൻറ്റിൻ്റെ പേരെന്താടാ മക്കളെ? വാട്ട് ഈസ് ദിസ് ഫിലമെൻറ്റ് കോൾഡ്? ഈ ഫിലമെൻറ്റിൻ്റെ പേരെന്താ? വെരി ഗുഡ്, ദിസ് ഈസ് യുവർ മയോസിൻ ഫിലമെൻറ്റ് അല്ലേ. ദെൻ ഈ തിന്നായിട്ടുള്ള ഫിലമെൻറ്റിനെ വിളിക്കുന്ന പേരെന്താ? വെരി ഗുഡ്, ആക്റ്റിൻ ഫിലമെൻറ്റ്. യു ആർ ഗ്രേറ്റ്. ഓക്കെ, നൗ ലുക്ക്, ഈ മയോസിൻ മാത്രമുള്ള ഇത്രയും ഏരിയനെ നമ്മൾ എന്താ വിളിക്കുക? മയോസിനുള്ള ഏരിയ. മയോസിൻ മാത്രമല്ല, മയോസിനും ആക്റ്റിനും ഉണ്ട് അല്ലേ. ആക്റ്റിൻ്റെ ചില ഭാഗമുണ്ട് ഈ ഒരു ഏരിയ. വാട്ട് ഈസ് ദാറ്റ്? എ ബാൻഡ് അല്ലേ. എ ബാൻഡിൻ്റെ മറ്റൊരു പേരെന്താ? ഡാർക്ക് ബാൻഡ്. വെരി ഗുഡ്, ഡാർക്ക് ബാൻഡ് അല്ലേ. വെരി ഗുഡ്. ഇനി ഈ ഭാഗം നോക്ക്, ആക്റ്റിനേ ഉള്ളൂ, മയോസിൻ ഇല്ലാത്ത ഈ ഭാഗത്തിൻ്റെ പേരെന്താ? വെരി ഗുഡ്, ഐ ബാൻഡ്. യു ആർ ഗ്രേറ്റ്. ആൻഡ് ലുക്ക് അറ്റ് ഹിയർ, ഈ ബാൻഡിൻ്റെ പേരെന്താ? ഈ ഒരു സ്പേസിൻ്റെ പേരെന്താ? അതായത് ദർ ഈസ് എ സെൻട്രൽ പോർഷൻ ഇൻ എ ബാൻഡ്. എ ബാൻഡിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു സെൻട്രൽ പോർഷനാണ് വെർ യു ക്യാൻ സീ ഓൺലി മയോസിൻ. ആക്റ്റിൻ ഇല്ല. ആക്റ്റിൻ ഇല്ലാത്ത മയോസിൻ മാത്രമുള്ള എ ബാൻഡിൻ്റെ ഉള്ളിൽ ഈ ഭാഗത്ത് എന്താ വിളിക്കുക? എച്ച് സോൺ അല്ലേ. എച്ച് സോൺ എന്നാ വിളിക്കുക. സാർ നൈറ്റ് ഉറങ്ങിയിട്ടില്ലല്ലോ, എന്തോ നിങ്ങൾ എന്നെ കാണുന്നുണ്ടോടാ ഇപ്പോൾ? സംതിങ്
ഹാപ്പൻഡ്. എച്ച് സോണുടെ എച്ച് ബാൻഡ് അല്ല. നിങ്ങളെന്നെ കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ഹലോ, കാണുന്നില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ബ്ലാക്ക് മാൻ ബിലാൽ സാർ പെട്ടെന്ന് കറുത്തു പോവുക ചെയ്ത്. ഓക്കെ, സോ കം ഹിയർ ഗൈസ്. ഓക്കെ, ശരി. അപ്പോൾ ഇത് നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, എച്ച് സോൺ ഏതാണ്, എ ബാൻഡ് ഏതാണ്, ഐ ബാൻഡ് ഏതാണെന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. സെറ്റ് അല്ലേ? ഓക്കെ, ശരി. ഇനി മസിൽ കൺട്രാക്ഷൻ്റെ സമയത്ത് എന്താ ഉണ്ടാവുക കുട്ടികളെ? നോക്കൂ, എച്ച് സോൺ ഡിക്രീസസ്, ദ സൈസ് ഓഫ് എച്ച് സോൺ ഡിക്രീസസ് അല്ലേ? എച്ച് സോൺ നോക്ക് കുറഞ്ഞ് അവസാനം ഇല്ലാണ്ടായി. ഇപ്പോൾ സൈസ് ഓഫ് എച്ച് സോൺ ഡിക്രീസസ്. ഇനി നോക്കൂ കുട്ടികളെ, ഐ ബാൻഡ് നോക്ക്. ഐ ബാൻഡ് ആദ്യം ഇത്രയോ ഉണ്ടായിരുന്നു, മുകളിൽ നോക്ക് ഇത്ര ഉണ്ടായിരുന്നു. ഐ ബാൻഡ് സൈസ് കുറഞ്ഞ് അവസാനം ഐ ബാൻഡ് ഇല്ലാണ്ടായി. സോ ദ സൈസ് ഓഫ് ഐ ബാൻഡ് ഡിക്രീസസ്. ഓക്കെ, നമ്മുടെ ദേവപ്രിയ മിസ് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ദേവപ്രിയ എന്താ പരിപാടി? ക്ലാസ് എടുക്കാണ്ടോ? ആർക്ക്? ലൈറ്റ് പോയി, അടിച്ചു പോയി. പക്ഷെ ലൈറ്റ് പോയാലും പിള്ളേർ ഇവിടെ 110 വാൾട്ടിൽ കിടന്ന് കത്തുന്നുണ്ട്. വരണ്ട, കാണൂല, ഫുള്ള് ബ്ലാക്കാ. ഇവന്മാരെന്നാ ചെയ്യും? ഇവർക്ക് ഭ്രാന്താടാ. ക്യാമറയിൽ വന്ന് ബാറ്റ്മാൻ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഗോതം എന്തെന്ന്? ബാറ്റ്മാന്റെ സിറ്റിയുടെ പേര് എന്തെന്ന്? ഗോതം സിറ്റിയോ? എടാ പോടെ, നാളെ പരീക്ഷയാ. പിള്ളേർക്ക് പരീക്ഷ. ഇവന് വീണവായന. പോടാ അവിടുന്ന്. സ്ക്രീൻ കാണാം, ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. ഇറങ്ങിപ്പോടോ. ഓക്കെ ഗൈസ്, കമോൺ. ഇവര് വന്ന എന്റെ മൂഡ് പോയി ഗൈസ്. സോ കം ഹിയർ. സോ ലുക്ക്, ഈ സാർക്കോമിയർ എന്താ? വാട്ട് ഈസ് ദിസ്? ഇയാൾ എന്താ വിളിക്കുക? ഇതൂടെ തീർന്നു. വാട്ട് ഈസ് ദിസ് ഗൈസ്? ദിസ് ഈസ് കോൾഡ് സെഡ് ലൈൻ അല്ലേ? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെഡ് ലൈൻ. നോക്കടാ, കറണ്ട് പോയപ്പോൾ ആളുടെ എണ്ണം കൂടി. ഓക്കെ, എനിവേ, ദിസ് ഈസ് കോൾഡ് സെഡ് ലൈൻ. ഇയാളുടെ പേരാ സെഡ് ലൈൻ അല്ലേ? സെഡ് ലൈൻ. ഇത് മാർക്ക് ചെയ്യാൻ ചോദിക്കും. ഇനി വാട്ട് ഈസ് സാർക്കോമിയർ? ദ ഏരിയ ബിറ്റ്വീൻ ടു സെഡ് ലൈൻ അല്ലേ? രണ്ട് സെഡ് ലൈനിന്റെ ഇടയിലുള്ള ഏരിയനെയാണ് സാർക്കോമിയർ എന്ന് വിളിക്കുക. സോ ദ സൈസ് ഓഫ് ഐ ബാൻഡ് ഡിക്രീസസ്, ദ സൈസ് ഓഫ് സാർക്കോമിയർ ഡിക്രീസസ്, ദ സൈസ് ഓഫ് എച്ച് സോൺ ഡിക്രീസസ്. ഈ മൂന്നെണ്ണം കുറയാന്നുള്ളതാണ് മസിൽ കൺട്രാക്ഷനിൽ സംഭവിക്കുന്നത്. Now look, muscle fibers are two types, red and white. അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയെന്ന് സ്ഥിരം ചോദിക്കാറുണ്ട്. നോക്കൂ, നെയിം ദ റെഡ് കളേർഡ് പിഗ്മെന്റ് ഇൻ മസിൽ ഫൈബർ. മസിൽ ഫൈബർ അല്ലെങ്കിൽ മസിൽ സെല്ല് കാണുന്ന പിഗ്മെന്റിന്റെ പേരെന്താ കുട്ടികളെ? വെരി ഗുഡ്, മയോഗ്ലോബിൻ അല്ലേ? Now elucidate major differences between red fiber and white fiber. ഡിഫറൻസ് എന്താ കുട്ടികളെ? വേഗം പറഞ്ഞോ. റെഡ് ഫൈബറിന്റെ പ്രത്യേകത എന്താ? മയോഗ്ലോബിൻ ഈസ് മോർ. അങ്ങനെയാണെങ്കിൽ വൈറ്റ് ഫൈബറിലോ? മയോഗ്ലോബിൻ ഈസ് ലെസ്. മയോഗ്ലോബിന്റെ അളവ് കുറവാണ്. ഇനി റെഡ് ഫൈബറിന്റെ കളർ എന്താ? റെഡ് കളർ അല്ലേ? റെഡ് കളർ. വൈറ്റ് മസിൽ സെല്ലിന്റെ പ്രത്യേകത, വൈറ്റ് മസിൽ ഫൈബറിന്റെ പ്രത്യേകത എന്താ? വൈറ്റ് കളർ, അല്ലെങ്കിൽ നമ്മൾ പെയിൽ കളർ എന്ന് പറയുന്നതല്ല. എന്താ പറയാ? പെയിൽ കളർ. നോക്കൂ, റെഡ് മസിൽ സെല്ലിന്റെ അടുത്ത് മയോഗ്ലോബിൻ കൂടുതലാണ്. മയോഗ്ലോബിന്റെ പ്രത്യേകത ഓക്സിജൻ സംഭരിച്ചു വെക്കുന്ന മസിലുകളാണ്, എന്താ പറയാ, പ്രോട്ടീനുകളാണ്, അല്ലെങ്കിൽ ഓക്സിജൻ സംഭരിച്ചു വെക്കുന്ന പിഗ്മെന്റുകളാണ് മയോഗ്ലോബിന്. അതുകൊണ്ട് തന്നെ മയോഗ്ലോബിൻ നോക്കടോ, കറണ്ട് പോയപ്പോൾ 227 ആള്, 200 ആള്, 190 ആളുണ്ടായിരുന്നു. കറണ്ട് പോയപ്പോൾ ആള് കൂടി. ഗസ് പേഴ്സൺ ഇതാരാ? മനസ്സിലായോ? കമന്റ് ചെയ്യടാ, ഇതാരാ? മനസ്സിലായോ? ആ കുളിക്കാത്ത സ്മെല്ല് വന്നപ്പോ എനിക്ക് മനസ്സിലായി. ആരാ മനസ്സിലായോ? ഒരു ഡോക്ടറിന് ചേർന്ന ഡയലോഗാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടറല്ല കുളിക്കാതെ. അബ്സ്ട്രാക്ട് ഒക്കെ പഠിച്ചോ? സോറി, പിന്നെ ഓക്കെ, ശരി, ഫൈൻ. സോ ലുക്ക് ഗൈസ്, തീപ്പൊരി എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളെ സമയം കളയല്ലേ, പൊയ്ക്കോളി. നോ, ഗോ. ഓക്കെ, സോ കം ഹിയർ. സോ ഗൈസ്, നോക്ക്. ഓക്കെ, ശ്രദ്ധിക്കുക മക്കളെ. അപ്പോൾ മയോഗ്ലോബിൻ കൂടുതലാണ് അല്ലേ? മയോഗ്ലോബിന്റെ പ്രത്യേകത ഓക്സിജൻ സൂക്ഷിച്ചു വെക്കാൻ സഹായിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് മയോഗ്ലോബിൻ. സോ മയോഗ്ലോബിൻ കൂടുതലായതുകൊണ്ട് തന്നെ നോക്കൂ, മൈറ്റോകോൺട്രിയ, ദ നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയ ഈസ് മോർ ഇൻ റെഡ് ഫൈബർ ആൻഡ് മൈറ്റോകോൺട്രിയ ഈസ് ലെസ് ഇൻ വൈറ്റ് ഫൈബർ. ഇനി നോക്കൂ, റെഡ് ഫൈബറിൽ ധാരാളം ഓക്സിജൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നോക്കൂ, റെഡ് ഫൈബറിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ റെഡ് മസിൽ പ്രത്യേകത എന്താ? ദേ ആർ എയറോബിക് മസിൽസ്. ദേ ആർ ഹൈഡ് ആക്കണ്ട, ഞാൻ ഇവിടെ നോട്ടെ, ഒരു ആക്ഷൻ കാണട്ടെ, എന്റെ ആക്ഷൻ കണ്ട് നെട്ടട്ടെ. ഇറ്റ് ഈസ് കോൾഡ് എയറോബിക് മസിൽസ്. എന്താ മക്കളെ വിളിക്കുക? എയറോബിക് മസിൽസ്. എന്താ വിളിക്കുക? എയറോബിക് മസിൽസ്. ഇനി മറ്റേ ആളോ? അയാളുടെ അടുത്ത് ഓക്സിജൻ ഇല്ല, അതുകൊണ്ട് അയാൾ അനേറോബിക് മസിലുകളാണ്. ഉറക്കെ പറഞ്ഞ മക്കളെ, അനേറോബിക് മസിലുകൾ. ക്ലിയർ ആണോ മക്കളെ? അനേറോബിക് മസിലുകൾ. നൗ നെയിം ദ ഡബിൾ വാൾഡ് കവറിംഗ് ഓഫ് ലങ്. നമ്മുടെ ലങ്ങിന്റെ ഡബിൾ വാൾഡ് കവറിംഗിന്റെ പേരെന്നാ മക്കളെ? ദാറ്റ് ഈസ് കോൾഡ്
പ്ലൂര. നമ്മുടെ ലങ്ങിനെ കവർ ചെയ്യുന്ന ഡബിൾ വാൾഡ് കവറിങ്ങിന്റെ പേരെന്താണ് മക്കളെ? പ്ലൂര. എന്താ വിളിക്കുക? പ്ലൂര. ഓക്കെ, പ്ലൂര. Okay, now describe the role of diaphragm and other muscles in breathing. Breathing-ൽ ഡയഫ്രത്തിൻ്റെയും മറ്റ് മസിലുകളുടെയും റോൾ എന്നാ മക്കളെ? What is the role of diaphragm and other muscles in breathing? Tell me, guys. എന്താ കുട്ടികളെ? നല്ല രസമുണ്ടല്ലേ? Okay, so what is the role of diaphragm and other muscles in breathing? Yes, first of all, നമ്മുടെ ഇൻസ്പിരേഷൻ നടക്കണമെങ്കിൽ ആരൊക്കെ കൺട്രാക്റ്റ് ആവണം? നോക്കൂ, ബ്രീത്തിങ്ങിലെ റോൾ വെച്ചാൽ സ്ഥിരം നിങ്ങൾ പറയുന്നത് ഇൻസ്പിരേഷൻ്റെ മെക്കാനിസം, എക്സ്പിരേഷൻ്റെ മെക്കാനിസം, ഇത് രണ്ടുമാണ് പറയേണ്ടത്. സോ ലുക്ക്, ഇൻസ്പിരേഷൻ എങ്ങനെ നടക്കുക? കൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽ. ഫസ്റ്റ് പോയിന്റ് അതായിരിക്കണം കേട്ടോ. കൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽ, അല്ലേ? കൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽ. അവർ കൺട്രാക്റ്റ് ആയാൽ യുവർ തൊറാസിക് വോളിയം ഇൻക്രീസസ്. തൊറാക്സിൻ്റെ വോളിയം കൂടും. തൊറാക്സിൻ്റെ വോളിയം കൂടിയാൽ ലങ് വോളിയം ഓൾസോ ഇൻക്രീസസ്. ലങ്ങിൻ്റെ വോളിയവും കൂടും. ലങ് വോളിയം കൂടിയാൽ പ്രഷർ ഇൻസൈഡ് ലങ്, ലങ്ങിൻ്റെ ഉള്ളിലുള്ള പ്രഷർ ഡിക്രീസസ്, കുറയും. നോക്ക്, ഡിക്രീസ്, കുറയും. ലങ്ങിൻ്റെ ഉള്ളിലെ പ്രഷർ കുറയും. ലങ്ങിൻ്റെ ഉള്ളിലെ പ്രഷർ കുറഞ്ഞാൽ എയർ എൻ്റർ ദ ലങ്സ്, ലങ്സിലേക്ക് എയർ എൻ്റർ ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്പിരേഷൻ. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസ്പിരേഷൻ, അല്ലേ? വെരി ഗുഡ്. ഇത് സ്ഥിരം ചോദിക്കാറുണ്ട്. ഇനി നോക്കൂ ഗൈസ്, വർത്താനം പറയാതെ പോയെ, നാളെ പരീക്ഷയാണ്. അടുത്ത ആൾ തോന്നുന്നു. ആരാധകരെ ശാന്തര മോഹത്തേക്ക് പോയി അടിച്ചിട്ട് ഗസ് ചെയ്യാൻ പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? ഓരോ അല്ലല്ല, മുഖത്തേക്ക് ടോർച്ച് അടിച്ചിട്ട് ഗസ് ചെയ്യും. ഓക്കെ, ഭ്രമയുഗം സ്പെഷ്യൽ ആണ് നമ്മൾ അജാസ്ക പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സാർ, ടൈം പോകുന്നു. ഇങ്ങനെയൊക്കെ തന്നെ അല്ലടാ നിങ്ങളെ നമ്മൾ എത്ര പഠിപ്പിച്ചു തന്നാ? നിങ്ങൾ സെറ്റാടാ, നാളത്തെ പരീക്ഷ നിങ്ങൾക്കുള്ള. പിന്നെന്താ? ഓക്കെ, ശരി. അജാസ് തീപ്പൊരി. അജാസ് എന്ന് കഴിഞ്ഞാൽ മടി വെച്ച് പേരിട്ടാടോ, അജാസ്ക എന്ന് പറയടോ. ഓക്കെ, അജാസ് സാറിന് ഏത് ഇരുട്ടിൽ കണ്ടാലും ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളൊന്നും മനസ്സിലാവില്ല, അജാസ് സാറേ മനസ്സിലാവുള്ളൂ. ശരി, കുഴപ്പമില്ല. കം ഹിയർ. നമ്മൾ സമയം കളയില്ല കേട്ടോ. അപ്പോൾ നോക്ക്, ഇനി ഈ എക്സ്പിരേഷൻ്റെ മെക്കാനിസം നേരെ ഓപ്പോസിറ്റ് പറയാം. ഇപ്പോൾ കൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽ എന്നല്ലേ? ഇനി എക്സ്പിരേഷൻ ആണെങ്കിൽ റിലാക്സേഷൻ ഓഫ് ഡയഫ്രം ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽ. അപ്പോൾ തൊറാസിക് വോളിയം ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡിക്രീസസ്. അപ്പോൾ ലങ് വോളിയം ഡിക്രീസസ്. അപ്പോൾ പ്രഷർ ഇൻസൈഡ് ലങ് ഇൻക്രീസസ്. ഒക്കെ ഓപ്പോസിറ്റ്. എയർ ലീവ്സ് ദ ലങ്. എയർ ലങ്ങിനെ ലീവ് ചെയ്ത് പുറത്തോട്ട് പോകും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് എക്സ്പിരേഷൻ. ഓക്കെ, ക്ലിയർ ആണോ? അദ്നാനെ ലവ് യു അദ്നാൻ. നല്ലൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ലവ് യു അദ്നാൻ. ഓക്കെ, ലോഡ്സ് ഓഫ് ലവ് ആൻഡ് എന്താ പറയുക എല്ലാം. ഓക്കെ, അടുത്ത് നോക്കൂ. വാട്ട് ഈസ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ ആൽവിയോളാർ കാപ്പില്ലറി? നോക്കൂ, ഇത് നമ്മുടെ ഗ്യാസ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ. ഇവിടെ യു ക്യാൻ സീ യുവർ ആൽവിയോളസിൻ്റെ അടുത്തുള്ള ബ്ലഡിൻ്റെ കാപ്പില്ലറി, ചെറിയ രക്തക്കുഴലും കാണാം. എന്നിട്ട് അവർ തന്നിട്ടുണ്ട് PO2 40, ആൽവിയോളസിലെ PO2 104 അതവർ തന്നിട്ടുണ്ട്. എന്നിട്ടാണ് ചോദിച്ചു പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ആൽവിയോളാർ കാപ്പില്ലറി. ഇതല്ലേ 40 millimeter ഓഫ് മെർക്കുറി. അടുത്ത് നോക്കടാ, നെയിം ദ ബയോളജിക്കൽ പ്രിൻസിപ്പിൾ ഇൻവോൾവ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഇൻ ദ എബവ് സ്ട്രക്ചർ. മുകളിൽ കാണുന്ന ഇവിടെയുള്ള ബയോളജിക്കൽ പ്രിൻസിപ്പിൾ എന്താ ഗ്യാസ് എക്സ്ചേഞ്ചിന് സഹായിക്കുന്ന കുട്ടികളെ? വേഗം പറഞ്ഞേ. ദാറ്റ് ഈസ് സിമ്പിൾ ഡിഫ്യൂഷൻ. ആണോ മക്കളെ? ദാറ്റ് ഈസ് സിമ്പിൾ ഡിഫ്യൂഷൻ. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായി. അടുത്തത്, വാട്ട് ഹാപ്പൻ വെൻ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ബിക്കം സെയിം ഇൻ ആൽവിയോളൈ ആൻഡ് ആൽവിയോളാർ കാപ്പില്ലറി? നോക്കടാ മക്കളെ, ആൽവിയോളസിൻ്റെ ഉള്ളിലും ആൽവിയോളസിൻ്റെ കാപ്പില്ലറിയിലും ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ സെയിം ആയാൽ എന്താ ഉണ്ടാവും കുട്ടികളെ? ദി ഗ്യാസ് എക്സ്ചേഞ്ച് സ്റ്റോപ്സ്. ഗ്യാസിൻ്റെ എക്സ്ചേഞ്ച് നടക്കൂല, അല്ലേ? ദി ഗ്യാസ് എക്സ്ചേഞ്ച് സ്റ്റോപ്സ്. ക്ലിയർ ആണോ മക്കളെ? ഇത് നമ്മളോട് സ്ഥിരം ചോദിക്കുന്ന കോൺസെപ്റ്റ്. അടുത്തത്, വാട്ട് ഈസ് ഡെപ്പിക്റ്റഡ് ബൈ ദിസ് ഗ്രാഫ്? ഈ ഗ്രാഫിൻ്റെ എന്താണ് കാണിക്കുന്നത്? ദിസ് ഈസ് ലുക്ക്, പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ വൈ ആക്സിസിലും എക്സ് ആക്സിസിൽ PO2 തന്നിട്ടുള്ള ഗ്രാഫാണ്. ഇതെന്താ? ODC, ഓക്സിജൻ ഡിസോസിയേഷൻ കർവാണ്. നൗ റൈറ്റ് എനി 3 factors which can alter this graph. ഈ ഗ്രാഫിനെ ഓൾട്ടർ ചെയ്യുന്ന ഏതെങ്കിലും 3 ഫാക്ടർ പറയാൻ പറ്റുമോ മക്കളെ? നോക്കൂ, ടെമ്പറേച്ചർ, pH അല്ലെങ്കിൽ H+ കോൺസെൻട്രേഷൻ,
PCO2. നോക്കൂ, മൂന്നെണ്ണം പഠിച്ചോ. ടെമ്പറേച്ചർ, H+ കോൺസെൻട്രേഷൻ, PCO2. ഇത് മൂന്നുമാണ് ഈ ഗ്രാഫിനെ ഓൾട്ടർ ചെയ്യുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ്. ക്ലിയർലി കുട്ടി, ഇതെന്താ ബ്ലാക്ക് ബോർഡ് അല്ലാത്തത്? മൊത്തത്തിൽ ബ്ലാക്ക് ആണ്. ഇനി ബ്ലാക്ക് ബോർഡും കൂടെ വേണ്ടത്. അടുത്ത് നോക്കൂ, ഡിസ്ക്രൈബ് വേരിയസ് മെത്തേഡ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട്. സാർ, ഇത് മാത്രം പഠിച്ചാൽ എക്സാം 60% എഴുതാൻ കഴിയോ? അതൊക്കെ ഉറപ്പാണ്. ഇത് മാത്രം പഠിച്ചാൽ 60% ഒക്കെ എന്തായാലും, ഇത് 60 ഒന്നുമല്ല, ഒരു 70% എങ്കിലും എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെ റെഡി അല്ലേ? ഇനി വേഗം ഡിസ്ക്രൈബ് വേരിയസ് മെത്തേഡ് ഓഫ് CO2 ട്രാൻസ്പോർട്ട്. ഒന്ന് പറഞ്ഞേ മക്കളെ. ഡിസോൾവ്ഡ് സ്റ്റേറ്റിൽ അല്ലേ, ഡിസോൾവ്ഡ് സ്റ്റേറ്റിലാണ് ഒരു 7% കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല ലിജേഷ് ഭായി, ഞങ്ങൾ ഇതിനോട് താതാത്മ്യപ്പെട്ട് കഴിഞ്ഞു. ഓക്കെ, വി ആർ അക്ലൈമറ്റൈസ്ഡ് വിത്ത് ദിസ് ന്യൂ ഐഡിയ ഓഫ് ടീച്ചിങ് അല്ലേ, ബൈ ബിക്കമിങ് സിംപ്ലി എ ബ്ലാക്ക് മാൻ. ഓക്കെ, സോ കം ഹിയർ ഗൈസ്. സോ ഡിസോൾവ്ഡ് സ്റ്റേറ്റിൽ 7%. ഇതിനടുത്ത കുട്ടികളെ നോക്കൂ, കാർബമിനോ ഹീമോഗ്ലോബിൻ രൂപത്തിലാണല്ലേ, കാർബമിനോ ഹീമോഗ്ലോബിൻ രൂപത്തിൽ എത്ര പെർസെൻറ്റേജ് ആണ് പ്രിയപ്പെട്ട കരളിൻ്റെ കഷ്ണങ്ങളെ, ലിവറിൻ്റെ പീസുകളെ, ഹാർട്ടിൻ്റെ പേസ് മേക്കറുകളെ, തലച്ചോറിൻ്റെ ലിംബിക് സിസ്റ്റങ്ങളെ? വേഗം പറയൂ. 20 to 25% കാർബമിനോ ഹീമോഗ്ലോബിൻ രൂപത്തിലാണ്. അവസാനം കുട്ടികളെ നോക്കൂ, ബൈകാർബണേറ്റ് അയോൺ രൂപത്തിൽ അല്ലേ, ബൈകാർബണേറ്റ് അയോൺ രൂപത്തിൽ എത്രയാ മക്കളെ? വേഗം പറഞ്ഞേ. 70% അല്ലേ, ബൈകാർബണേറ്റ് അയോൺ രൂപത്തിൽ 70% ബൈകാർബണേറ്റ് അയോൺ രൂപത്തിലാണ്. നൗ ലുക്ക്, നെയിം ദ എൻസൈം ദാറ്റ് ആക്സിലറേറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ. ഈ ബൈകാർബണേറ്റ് ഉണ്ടാവുന്ന ഈ റിയാക്ഷനെ ആക്സിലറേറ്റ് ചെയ്യുന്ന, ഇതിൻ്റെ സ്പീഡ് കൂട്ടുന്ന എൻസൈമിൻ്റെ പേരാ ചോദിച്ചത്. എന്നാ മക്കളെ പേര്? കാർബോണിക് എൻഹൈഡ്രേസ് അല്ലേടാ മക്കളെ, കാർബോണിക് എൻഹൈഡ്രേസ്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, കാർബോണിക് എൻഹൈഡ്രേസ്. റെഡിയാണോ? നൗ ലുക്ക്, നെയിം ദ ഡിഫറെൻറ്റ് റെസ്പിറേറ്ററി സെൻറ്റേഴ്സ് സിറ്റുവേറ്റഡ് ഇൻ ബ്രെയിൻ. എക്സ്പ്ലെയിൻ ദെയർ റോൾ ഇൻ മെയിൻറ്റെയിനിങ് ആൻഡ് മോഡറേറ്റിംഗ് റെസ്പിറേറ്ററി റിഥം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മുടെ ബ്രെയിനിലെ റെസ്പിറേറ്ററി സെൻറ്ററുകൾ ഏതൊക്കെയാണ്, അവരുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? നമ്മുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ സെറിബ്രം, ആൻഡ് ഇവിടെ അവിടെയാണ് നമ്മുടെ ഫോർ ബ്രെയിനിൻ്റെ ഭാഗമൊക്കെ വരുന്നത്. ദിസ് ഈസ് മിഡ് ബ്രെയിൻ. അത് കഴിഞ്ഞാൽ വി ഹാവ് പോൺസ്, അത് കഴിഞ്ഞാൽ വി ഹാവ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ. ഇങ്ങനെയാണ് ബ്രെയിനിൻ്റെ സ്ട്രക്ചർ. ഇതാണ് പോൺസ്, അതിൻ്റെ താഴെയുള്ള ഭാഗം മെഡുല്ല ഒബ്ലോങ്ങേറ്റ. ഈ മെഡുല്ല ഒബ്ലോങ്ങേറ്റയിൽ രണ്ടാളുകളുണ്ട്. ഒന്നാമത്തെ ആളാണ് റെസ്പിറേറ്ററി റിഥം സെൻറ്റർ, RR സെൻറ്റർ, റെസ്പിറേറ്ററി റിഥം സെൻറ്റർ. ഇയാളുടെ പ്രത്യേകത എന്താ? ഇയാളാണ്, ഇറ്റ് ഈസ് ദ പ്രൈമറി റെഗുലേറ്ററി സെൻറ്റർ ഓഫ് റെസ്പിറേഷൻ. നമ്മുടെ റെസ്പിറേഷൻ്റെ പ്രൈമറി റെഗുലേറ്ററി സെൻറ്റർ എന്ന് പറയുന്നത് RR സെൻറ്റർ ആണ്. എവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? മെഡുല്ല ഒബ്ലോങ്ങേറ്റ. മെഡുല്ല ഒബ്ലോങ്ങേറ്റയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ മക്കളെ? രണ്ടാമത്തെ ആള് ഈ RR സെൻറ്ററിൻ്റെ തൊട്ടടുത്തായിട്ട് വി ഹാവ് എ കീമോ സെൻസിറ്റീവ് ഏരിയ. ഉറക്കെ പറഞ്ഞേ മക്കളെ, കീമോ സെൻസിറ്റീവ് ഏരിയ. ഉറക്കെ പറ, കീമോ സെൻസിറ്റീവ് ഏരിയ നിയർ RR സെൻറ്റർ. ഇയാളുടെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു വാട്ട്? H+ ആൻഡ് CO2. ഇയാൾ H+നോടും കാർബൺ ഡൈ ഓക്സൈഡിനോടും സെൻസിറ്റീവാണ്. ഇനി നമ്മുടെ പോൺസിൽ വി ഹാവ് എ ന്യൂമോടാക്സിക് സെൻറ്റർ. ഉറക്കെ പറഞ്ഞേ മക്കളെ, ന്യൂമോടാക്സിക് സെൻറ്റർ. ഉറക്കെ പറഞ്ഞേ, ന്യൂമോടാക്സിക് സെൻറ്റർ. ഇയാൾ എവിടെയാണ് കുട്ടികളെ? സാറെന്താ കറുത്തിരിക്കുന്നത്? ജപ്പാൻ ബ്ലാക്കിൽ വീണാടാ. പെയിൻ്റ് അടിക്കാൻ, വീട്ടിൽ പെയിൻ്റ് അടിയാ, അപ്പോൾ പെയിൻറ്റിൽ വീണുപോയി, അങ്ങനെ കറുത്ത്. ഇനിയിപ്പോൾ വെളുപ്പിക്കാൻ നാളെ ക്ലോറക്സ് പറഞ്ഞിട്ടുണ്ട്. ക്ലോറക്സ് അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറിൽ ഇട്ട് വെക്കും നാളെ. അപ്പോൾ നിങ്ങൾ കാണും വെള്ള കളറിൽ. ഓക്കെ, എന്നിട്ട് ഞാൻ ബ്ലാക്ക് ബോർഡിൽ ക്ലാസ് എടുക്കും വെള്ളയായിട്ട്. സോ ലുക്ക് ഗൈസ്, കം ഹിയർ. ഞാൻ ആരോടും പറയേണ്ടത്, നമ്മുടെ എജുപോർട്ടിൻ്റെ പുതിയൊരു എന്താ പറയുക കോൺസെപ്റ്റാണിത്. സാറുമാർ ഒരു ദിവസം ബ്ലാക്കും ഒരു ദിവസം വൈറ്റും ആയി കാണിക്കാറുള്ളത്. ഓക്കെ, സോ ലുക്ക്, ന്യൂമോടാക്സിക് സെൻറ്റർ. റെഡിയാണോ? ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അജാസ്കാനെ നമ്മൾ നാളെ ക്യുട്ടിക്യൂറ പൗഡറിൽ മുക്കുന്നുണ്ട്. അല്ല, ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്നായിരുന്നു. നാളെ അജാസ്കാനെ ക്യുട്ടിക്യൂറയിൽ മുക്കിയെടുക്കും, എന്നിട്ട് പെയിൻറ്റും അടിക്കും. എൻ്റെ വീട്ടിൽ കൊടുക്കുന്ന പെയിൻറ്റിൻ്റെ ബാക്കിയുണ്ട്, അത് എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ നമ്മൾ ഇവരുടെ ഫംഗ്ഷൻ പഠിച്ചു. RR സെൻറ്റർ എന്താ കുട്ടികൾ? ഈസ് ദ പ്രൈമറി സെൻറ്റർ ഫോർ റെസ്പിറേഷൻ. കീമോ സെൻസിറ്റീവ് ഏരിയ, ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു H+ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്താണ് ന്യൂമോടാക്സിക് സെൻറ്റർ. ഇയാളുടെ ഫംഗ്ഷൻ എന്താ? ന്യൂമോടാക്സിക് സെൻറ്റർ ഡിക്രീസ് ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിരേഷൻ. ന്യൂമോടാക്സിക് സെൻറ്ററിൻ്റെ പണി എന്താ കുട്ടികളെ? ഇറ്റ് ഡിക്രീസ് ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിരേഷൻ. ഇൻസ്പിരേഷൻ്റെ ഡ്യൂറേഷൻ കുറക്കുക എന്നുള്ളതാണ് ഇയാളുടെ ഫംഗ്ഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ കുട്ടികളെ? അല്ലെങ്കിൽ ഇറ്റ് ഇൻക്രീസ് റേറ്റ് ഓഫ് റെസ്പിറേഷൻ. സാർ നിങ്ങൾ എന്താ പറഞ്ഞത്? ഇതിലുള്ള പലതിൻ്റെ ഉത്തരമാണ് പറഞ്ഞത്. എന്തൊക്കെയോ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. സാർ എന്താ കറുത്ത് പോയതെന്ന്. ഓക്കെ, ഞാൻ കുറേ ഉത്തരം പറഞ്ഞു മടുത്ത്. ഇപ്പം ഇനിയിപ്പോൾ എന്താ ഞാൻ പറയുക? ഓക്കെ, ശരി.
ഓക്കെ, കം ഹിയർ. ന്യൂമോടാക്സിക് സെന്റർ. ന്യൂമോടാക്സിക് സെന്ററിന്റെ പണി എന്താ? ഇറ്റ് ഡിക്രീസ് ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിരേഷൻ ആൻഡ് ദെർബൈ ഇൻക്രീസ് റേറ്റ് ഓഫ് റിയാക്ഷൻ, റേറ്റ് ഓഫ് റെസ്പിരേഷൻ. റെസ്പിരേഷന്റെ റേറ്റ് കൂട്ടുക എന്നുള്ളതാണ് മക്കളെ ഇയാളുടെ ഫംഗ്ഷൻ. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, ഞാൻ നിങ്ങളെ കളിയാക്കാൻ പറഞ്ഞല്ലോ, ഒന്ന് തമാശ പറഞ്ഞതാണ്. ഓക്കെ, ഇടയ്ക്കൊക്കെ ഒരു തമാശ വേണ്ട. പരീക്ഷയുടെ തലേ ദിവസം അങ്ങനെ ഭയങ്കര ടെൻഷനൊന്നും അടിക്കരുത് കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു ശീലമില്ല, പരീക്ഷയുടെ തലേന്ന് അങ്ങനെ ഭയങ്കര ടെൻഷൻ അടിക്കാൻ. നമ്മൾ മാക്സിമം പഠിക്കുക, പിന്നെ കുറച്ചൊക്കെ തമാശയും ചില്ലൊക്കെ ആയിട്ട് പരീക്ഷയ്ക്ക് പോയി എഴുതുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇന്ന് അല്ലേ, സാധാരണ ലൈവിൽ ഞാൻ ഇങ്ങനെ എപ്പോഴും തഗ്ഗും ചളിയൊന്നും അടിക്കാറില്ലല്ലോ. സംടൈംസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എടാ നാളെ പരീക്ഷയാണ്, ഞാൻ പറഞ്ഞില്ല മോഡൽ എക്സാം അല്ലേ, ആകാശം ഇടിഞ്ഞുകൊണ്ട് പരീക്ഷയൊന്നുമല്ല. നമ്മൾ മാക്സിമം പഠിക്കുക, നമുക്ക് നമ്മുടെ മെയിൻ എക്സാമിനുള്ള ഒരു ട്രെയിനിങ് ആണിത്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ കം ഹിയർ. കറണ്ട് ഇല്ലാത്തതല്ലടാ, നമ്മളെ കറണ്ടൊക്കെ ഉണ്ട്, നമ്മൾ വലിയ വലിയ സ്റ്റുഡിയോയും സെറ്റപ്പും ആണ്. പക്ഷേ നമ്മളെ എന്തോ ഇലക്ട്രിക് മനുഷ്യരെ പോലെ തന്നെ അല്ല, എപ്പോഴും അടിച്ചു പോകാമെന്ന് പറയാൻ പറ്റില്ല, എന്തൊക്കെയോ അടിച്ചു പോയിട്ടുണ്ട്. നമുക്ക് ആസ്മ, എംഫൈസിമ ആർ 2 ഡിസോർഡേഴ്സ് ഓഫ് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം. മെൻഷൻ ദെയർ കോസസ് ആൻഡ് സിംറ്റംസ്. ബട്ട് സാർ നിങ്ങളെ സൗണ്ട് നല്ല സീരിയസ് ആണ്. ഓക്കെ, തമാശ പറയുമ്പോൾ ഞാൻ തന്നെ ചിരിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചിരിച്ചാൽ പിന്നെ തീർന്നില്ലേ, അതാണ്. ഓക്കെ, സോ ലുക്ക്, ആസ്മയുടെ പ്രത്യേകത എന്താ കുട്ടികളെ? ആസ്മയുടെ പ്രത്യേകത എന്താ? വേഗം പറ. യെസ്, സോ ആസ്മയുടെ പ്രത്യേകത, ലുക്ക്, ഇൻഫ്ലമേഷൻ ഉണ്ടാകും അല്ലേ? ആസ്മയിൽ സംഭവിക്കുന്നത് ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾ. നമ്മുടെ ചെസ്റ്റിലെ അല്ലെങ്കിൽ നമ്മുടെ ലങ്സിലെ ബ്രോങ്കസിലും ബ്രോങ്കിയോളിലൊക്കെ ഇൻഫ്ലമേഷൻ വരിക. അങ്ങനെ ഇൻഫ്ലമേഷൻ വന്നാൽ എന്താ സംഭവിക്കുക? ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് അല്ലേ? നോക്കൂ, അങ്ങനെ ഇൻഫ്ലമേഷൻ വന്നാൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാകും, ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. ക്ലിയർ അല്ലേ? ഇത്തരം ആളുകൾക്ക് വീസിങ്ങും കാണാൻ പറ്റും. എന്താ വീസിങ്? വലിവും ഉണ്ടാവും ഇത്തരം ആളുകൾക്ക്. ഇതാണ് ആസ്മ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് എംഫൈസിമ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എംഫൈസിമയെ കുറിച്ചാണ്. എംഫൈസിമയിലെ പ്രത്യേകത എന്താ കുട്ടികളെ? ആൽവിയോളാർ വാൾസ് ആർ ഡാമേജ്ഡ്. ആൽവിയോളസിൻ്റെ വാള് ഡാമേജ് ആകുന്ന അവസ്ഥയാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്നാ മക്കളെ? സിഗരറ്റ് സ്മോക്കിംഗ്. എന്നാ മക്കളെ? സിഗരറ്റ് സ്മോക്കിംഗ് ആണ് ഇതിൻ്റെ കാരണം. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ സിഗരറ്റ് വലിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പറഞ്ഞു കൊടുത്തേക്ക്, സിഗരറ്റ് വലിച്ചാൽ ലാസ്റ്റ് എംഫൈസിമ വന്നിട്ട് ലെങ്ങൊക്കെ അടിച്ചു പോയിട്ട് ഒന്നിനും കൊള്ളാതെ വെറുതെ ഇങ്ങനെ ജീവച്ചവം പോലെ കിടക്കാൻ പറ്റും. പിന്നെ ലെങ്ങ് മാറ്റിയൊക്കെ വേണ്ടി വരുന്നു പറഞ്ഞു കൊടുത്തേക്കൊണ്ടിട്ടാ. നിങ്ങളെ പ്രിയപ്പെട്ട ആളുകൾ പലരും വലിക്കുന്നവരുണ്ടാവില്ലേ, പറഞ്ഞു കൊടുത്താൾ. അല്ലെങ്കിൽ ഒന്നൊക്കെ വലിക്കുന്നവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് അവരെ നന്നാക്കി എടുക്കുക. രണ്ടാലൊന്നും ചെയ്താൽ നിങ്ങൾക്ക് നന്നു. ലെറ്റ്സ് ടോക്ക് അബൌട്ട് അവർ ആനിമൽ കിങ്ഡം. ആനിമൽ കിങ്ഡത്തിൽ നമുക്ക് ശരിക്കും ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ അതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ മാത്രം. സോ ലുക്ക് ഗൈസ്, കം ഹിയർ. ഇപ്പോൾ കുറച്ചൊക്കെ കറണ്ട് വന്നില്ലേ, കുറച്ചൊക്കെ ലൈറ്റ് വന്നില്ലേ ഗൈസ്, കുറച്ചൊക്കെ കറണ്ട് വന്നില്ലേ, കുറച്ചൊക്കെ ലൈറ്റ് വന്നില്ലേ. സോ ലുക്ക്, ഇത് നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ഡയഗ്രങ്ങളെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആനിമൽ കിങ്ഡം ഒരു വലിയ ചാപ്റ്റർ അല്ലേ, അപ്പോൾ അത് നമ്മൾ ഏറ്റവും ക്യുക്കായിട്ടൊരു 3-4 സ്ലൈഡുകൾ ഉപയോഗിച്ച് പഠിക്കാൻ നിന്നാൽ ഞാൻ പറയും ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചാൽ ഇതാ ഈ ഡയഗ്രങ്ങളാണ്. ഇത് ട്രിപ്ലോബ്ലാസ്റ്റിക് ജീവിയുടെ ഡയഗ്രാണ്, ഇത് ഡിപ്ലോബ്ലാസ്റ്റിക് ജീവിയുടെ ഡയഗ്രാണ്. നോക്കട്ടെ മക്കളെ, ഡിപ്ലോബ്ലാസ്റ്റിക്കിൽ യു ക്യാൻ സി ഔട്ടർ എക്ടോഡേം, ഏറ്റവും ഉള്ളായിട്ട് എൻഡോഡേം കാണാം. ഇത് രണ്ടിൻ്റെയും ഇടയിലായിട്ട് യു ക്യാൻ സി മീസോഗ്ലിയ. കണ്ടോ, മീസോഗ്ലിയ കാണാൻ പറ്റും. അതേ സമയത്ത് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണെങ്കിലോ യു ക്യാൻ സി എക്ടോഡേം, യു ക്യാൻ സി എൻഡോഡേം, അതിൻ്റെ ഇടയിൽ യു ക്യാൻ സി മീസോഡേം. ഈ ഡയഗ്രം എന്തായാലും പഠിച്ചിട്ട് പോകണം കേട്ടോ. ഇനി നമ്മളോട് ചോദിക്കും ഈ 2 സിമ്മട്രി, ഇത് ഏത് സിമ്മട്രിയാണ് പ്രിയപ്പെട്ട കുട്ടികളെ? വെരി ഗുഡ്, ഇത് ബൈലാറ്ററൽ സിമ്മട്രി ആണല്ലേ, ഇത് ബൈലാറ്ററൽ സിമ്മട്രി ആണ്. ആൻഡ് വാട്ട് ഈസ് ദിസ് സിമ്മട്രി? ഈ സിമ്മട്രി ഏതാ മക്കളെ? റേഡിയൽ സിമ്മട്രി. ശരിയല്ലേ കുട്ടികളെ? റിൻഷാദ് ചേട്ടൻ വന്നോ സാർ? റിൻഷാദ് ചേട്ടൻ അല്ലെന്ന്, റിൻഷാദ് പെരിയ ഇന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ക്ലിയർ. അടുത്ത് നോക്കടാ, അടുത്തത് സീലോം കാണിക്കുന്ന ഡയഗ്രമാണ്. നോക്കൂ മക്കളെ, ഈ ജീവി നോക്ക്, ഈ ജീവി ഇത് ഏതാ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ജീവി നോക്ക്, യു ക്യാൻ സി ഇതാണ് എക്ടോഡേം ലെയർ, ഉള്ളിൽ എൻഡോഡേം ലെയർ ഉണ്ട്, നടുവിൽ യു ക്യാൻ സി എ ക്യാവിറ്റി വിച്ച് ഈസ് ലൈൻഡ് ബൈ മീസോഡേം. കറണ്ട് വന്നല്ലോ. ഓക്കെ, മീസോഡേമിനാൽ ലൈൻ ചെയ്യപ്പെട്ട ഈ ക്യാവിറ്റിനാണ് ട്രൂ സീലോം എന്ന് വിളിക്കുന്നത് അല്ലേ. ഇതിലുള്ള ആളുകളെ സീലോമേറ്റ് എന്ന് വിളിക്കും. ഇനി ഇവരെ നോക്ക്, ഇത് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, പക്ഷെ സീലോം ഇല്ല.
ഇല്ല. അപ്പോൾ ഇയാൾ ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള അസീലോമേറ്റ് ആയിട്ടുള്ള സീലോം ഇല്ലാത്തയാളാണ് ഇയാൾ. അതേസമയത്ത് ഇവരോ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, ബട്ട് സീലോം ഉണ്ട്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദിസ് ആനിമൽ. ഇയാളുടെ നോക്ക്, ഈ ഡയഗ്രം നോക്ക് ഗൈസ്. ഇവിടെ യു ക്യാൻ സീ എക്ടോഡേം, യു ക്യാൻ സീ എൻഡോഡേം. ഇത് എൻഡോഡേം, ഇത് എക്ടോഡേം. ഈ രണ്ടിൻ്റെയും ഇടയിൽ സീലം കാണാം. പക്ഷെ ആ സീലത്തെ ലൈൻ ചെയ്തുകൊണ്ട് ആരില്ല? മീസോഡേം ഇല്ല. മീസോഡേം ഇല്ലാത്ത സീലമാണ് കാണുന്നത്. പക്ഷേ യു ക്യാൻ സീ മീസോഡേം ഈസ് പ്രസന്റ് ആസ് പൗച്ചസ് വിത്തിൻ ദ ക്യാവിറ്റി. ഈ ക്യാവിറ്റിയിൽ കുറേ പൗച്ചുകളായിട്ട് മീസോഡേം കിടക്കുന്നുണ്ട്. വെരി ഗുഡ്. ഇയാളെ നമ്മൾ വിളിക്കുന്നത് സ്യൂഡോസീലോം. ഏത് ഫൈലത്തിലെ ജീവിയാടാ മക്കളെ സ്യൂഡോസീലം കാണിക്കുന്നത്? ഏത് ഫൈലമാ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഐ ആം സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ടു സീ യുവർ ആൻസേഴ്സ്. ആരാ കുട്ടികളെ? ആസ്ക് ഹെൽമിന്തസിൽപ്പെട്ട ആളുകളാണല്ലേ. യു ആർ some of the most amazing people I have ever seen in my life. Okay, that's it. Ask Helmindas അല്ലേ മക്കളെ? Ask Helmindas. Very good, very good, very good. അടുത്തൊരു ഡയഗ്രം വിലാൽ സാർ വെളുത്തിട്ട് പാറി വിലാൽ സാർ. ഓക്കെ, അടുത്ത നോക്ക്. ഈ ഒരു ഡയഗ്രം ചോദിക്കാൻ ഭയങ്കര പോസിബിലിറ്റി ഉള്ള ഡയഗ്രം ആട്ടോ. വാട്ട് ഈസ് ദിസ്? ഇത് ഏതാ സ്ട്രക്ചർ? വാട്ട് ഈസ് ദിസ് സ്ട്രക്ചർ? ദിസ് ഈസ് വെരി ഗുഡ്. നിഡോബ്ലാസ്റ്റ് ആണല്ലേ. നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റ്. നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ് എന്നാണ് ഈ സെല്ലിനെ വിളിക്കുക. ഈ സെല്ലിനകത്ത് ക്യാൻ യു സീ എ സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ ഹിയർ? ക്യാൻ യു സീ എ ക്യാപ്സ്യൂൾ ഹിയർ? കാണുന്നുണ്ടോ? ദിസ് ക്യാപ്സ്യൂൾ ഈസ് കോൾഡ്, നമ്മളോട് ചോദിക്കാറുണ്ട് ഈ ക്യാപ്സ്യൂളിന് എന്നാ വിളിക്കാന്ന് ചോദിക്കാറുണ്ട്. ദിസ് ഈസ് വെരി ഗുഡ്. നെമാറ്റോസിസ്റ്റ് അല്ലേ? നെമാറ്റോസിസ്റ്റ് ഓർ കോൾഡ് സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ ആണോ മക്കളെ? സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ എന്നാണ് വിളിക്കുക. ഇനി നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഈ ഡയഗ്രങ്ങൾ തന്നിട്ട് ഇതിലെ മോളത്തെ ഒന്നും ചോദിക്കാറില്ല, സാധാരണ ഇത് രണ്ടുമാണ് ചോദിക്കാറ്. ഈ ഡയഗ്രങ്ങൾ ഇത് ഏതൊക്കെ ഫോമാന്ന് ചോദിക്കും. മക്കളെ പറഞ്ഞ് ഇത് ഏത് ഫോമാടാ? ഇത് നമ്മുടെ സീലിൻഡ്രേറ്റയുടെ തന്നെ കാര്യമാണ് ഇനി പറയുന്നത്. ദിസ് ഫോം ഈസ് കോൾഡ്, ഈ ഫോമിനെ എന്താ വിളിക്കുക? വെരി ഗുഡ്, മെഡൂസ അല്ലേ? മെഡൂസ. ഡിസൂസയല്ല, മെഡൂസ. ഇറ്റ്സ് നോട്ട് ഡിസൂസ ബട്ട് ഇറ്റ് ഈസ് മെഡൂസ അല്ലേ? ഇനി ഇയാളാരാ കുട്ടികളെ ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ നിൽക്കുന്നത്? ഇതാരാ? വെരി ഗുഡ്, പൊളിപ്പ് അല്ലേ? പൊളിപ്പ്. ഓക്കെ, വെരി ഗുഡ്. ഇനി ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്ന ആളാരാന്ന് ചോദിക്കും. ദാറ്റ് ഈസ് മെറ്റാജനസിസ്. മെറ്റാജനസിസ് കാണിക്കുന്ന ആളാരാന്ന് ചോദിക്കും. മെറ്റാജനസിസ് കാണിക്കുന്ന ആളാരാ? ഒബീലിയ അല്ലേ മക്കളെ? ഒബീലിയ. മെറ്റാജനസിസിന്റെ വേറെ പേരെന്താ? ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലേ? ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ഫെമിലിയർ ആവില്ല. നിങ്ങൾ ഓൾറെഡി പഠിച്ച ആളുകളാണെങ്കിൽ ഈ ഒരു കാര്യം ഇവിടെ ഓർത്ത് വെച്ചോളൂ. ഇനി എല്ലാ ഫൈലത്തിൻ്റെയും എക്സാമ്പിളുകൾ നിങ്ങൾ അറിയാം. എല്ലാ ഫൈലത്തിൻ്റെയും എക്സാമ്പിൾ അറിയാം എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ പഠിക്കാനുള്ള കോഡുകൾ നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനിയും പഠിക്കാത്ത ആളുകൾ, ഇപ്പോൾ നാളത്തെ എക്സാമിന് ഇതുവരെ ഒരു കോഡും പഠിച്ചിട്ടില്ലെങ്കിൽ കോഡുകളെല്ലാം പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിയലി ഡിഫിക്കൽട്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം എന്താ? ഈ എക്സാം കഴിഞ്ഞിട്ട് ബോർഡ് എക്സാമിൻ്റെ നമ്മുടെ മെയിൻ എക്സാമിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ നമ്മൾ ഇനിയും ലൈവ്സ്, ഓരോ ചാപ്റ്ററിൻ്റെ ലൈവ്സ് തരും. അല്ലെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് 2 week ബാക്ക് ഓക്കെ ഈ ചാപ്റ്റർ നമ്മൾ അടിപൊളിയായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ എക്സാമ്പിൾസ് പഠിക്കാൻ പരമാവധി ശ്രമിക്കുക കേട്ടോ ഗൈസ്. ഓക്കെ, സോ ലുക്ക്, ആനിമൽ കിങ്ഡം ഈസ് ഇമ്പോർട്ടൻറ്റ്. ആനിമൽ കിങ്ഡം ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് എന്താ പറയുക വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ആനിമൽ കിങ്ഡം. ഓൾമോസ്റ്റ് 9 മാർക്ക് വെയിറ്റേജ്, 8 to 9 മാർക്ക് വെയിറ്റേജ് ഉള്ളതാണ്. സോളജി കുറേ പഠിക്കാനുണ്ട് സാർ. ഓഫ് കോഴ്സ് യെസ്. ഒറ്റ ദിവസം കൊണ്ട് പഠിച്ച് സോളജി ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ കേരളത്തിലുള്ള എല്ലാ കുട്ടികളും ഫുൾ മാർക്ക് വാങ്ങൂലേ ഗൈസ്? അങ്ങനെ എല്ലാവർക്കും കൂടെ ഫുൾ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കില്ലല്ലോ. സോളജി കുറേ ഉണ്ട്, ബോട്ടണി കുറേ ഉണ്ട്, അപ്പോൾ എല്ലാം കുറേ ഉണ്ട്. ബട്ട് ദ തിങ് ഈസ് യു ഹാവ് ടു സ്റ്റഡി. പഠിച്ച ലൈഫ് രക്ഷപ്പെടും അല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഞാൻ നിങ്ങളുടെ സമയം കളയുന്നില്ല. സോ അടുത്ത ഭാഗത്തേക്ക് പോവാം. ലുക്ക്, ഈ ഒരു ഡയഗ്രം, നമ്മുടെ ഈ ചാപ്റ്ററിൽ ഈ ഒരു ഡയഗ്രം ഇതുപോലെ നിങ്ങൾ പലതും നോക്കിയിട്ടുണ്ടാവും, നിങ്ങൾ പലതും പഠിച്ചിട്ടും ഉണ്ടാവും. പക്ഷേ നോക്ക്, ഓക്കെ, സോ ഗൈസ് ലുക്ക് അറ്റ് ഹിയർ. ഈ ഒരു ഡയഗ്രം നിങ്ങൾ ബാക്കിയൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ വിട്ടുപോകും. അപ്പോൾ നിങ്ങളിത് നോക്കണേ. ആനിമേലിയ, കിങ്ഡം ആനിമേലിയയിൽ നോക്കൂ, സെല്ലുലാർ ലെവലുള്ള ആളുകൾ, ടിഷ്യൂ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവലുള്ള ആളുകൾ. നോക്കൂ, സെല്ലുലാർ ലെവലുള്ള ഒരൊറ്റ ആളേ ഉള്ളൂ, ദാറ്റ് ഈസ് പോറിഫറയാണ്. പോറിഫറയുടെ പ്രത്യേകത എന്താ? ദേ ആർ അസിമെട്രിക്കലാണ് അല്ലേ? അസിമെട്രിക്കലാണ്. അതിൻ്റെ ഒരു സീലോം ഒന്നും ഇല്ലാത്ത ആളുകളാണ്. അതേ സമയത്ത് ബാക്കിയുള്ളവരെ നമ്മളെടുത്ത റേഡിയൽ സിമെട്രി ഉള്ളവരുണ്ട്, ബൈലാറ്ററൽ സിമെട്രി ഉള്ളവരുണ്ട് അല്ലേ? റേഡിയൽ സിമെട്രി ഉള്ള ആളുകളാണ് സീലിൻഡ്രേറ്റയും ടീനോഫോറയും. ഈ രണ്ടുപേരുടെയും പ്രത്യേകത അവർ അസീലോമേറ്റ് കൂടിയാണ്, സീലോം ഇല്ലാത്ത ആളുകൾ തന്നെയാണ് അവരും. ഇനി ബൈലാറ്ററൽ സിമെട്രി ഉള്ളവരാണ് ബാക്കി എല്ലാവരും, പ്ലാറ്റിഹെൽമിന്തസ് മുതൽ കോർഡേറ്റ വരെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എക്കിനോഡെർമാറ്റയുടെ ലാർവ ബൈലാറ്ററൽ സിമെട്രി ആണ്. അതേ സമയത്ത് അഡൽട്ട് എക്കിനോഡെർമാറ്റ എന്ത് സിമെട്രിയാണെന്നറിയോ? റേഡിയൽ
സിമ്മട്രിയാണ്. എന്നാ മക്കളെ? റേഡിയൽ സിമ്മട്രിയാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഇത് ഞാൻ ആഡ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ ഇതൊന്ന് നോക്കി പോകുക. നിങ്ങൾ ഓൾറെഡി പഠിച്ച ആളുകളായിരിക്കും, പക്ഷേ ഇതൊന്ന് നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ചിലപ്പോൾ ഇവർ ഇതെടുത്ത് ചോദിക്കും. പിന്നെ നമ്മളോട് ചോദിക്കുന്ന ഏറ്റവും പോസിബിലിറ്റി ഉള്ള ഒന്നാണ് ഫൈലം കോർഡേറ്റയുടെ സ്പെഷ്യൽ ഫീച്ചറുകൾ ഏതൊക്കെയാണ് ചോദിക്കും. ഈ ഡയഗ്രം അങ്ങോട്ട് പഠിച്ചാൽ മതി. ഒന്നുകിൽ ഈ ഡയഗ്രം മാർക്ക് ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ ഫൈലം കോർഡേറ്റയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ നമ്മളോട് കോർഡേറ്റയും നോൺ കോർഡേറ്റ്സും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കും. ഏത് ചോദിച്ചാലും ആൻസർ ചെയ്യാം. ആദ്യം ഇതങ്ങോട്ട് പഠിച്ചോ. ഇതാണ് ഈ കാണുന്നതാണ് നോട്ടോ കോഡ്. അതിന് മുകളിൽ കാണുന്നതാണ് നെർവ് കോഡ്. ഇവിടെ യു ക്യാൻ സി ഗിൽ സ്ലിറ്റ്സ്. ഇതാണ് ഫാരിങ്സ് എന്ന് പറയുന്ന ഭാഗമാണിത്. അവിടെ യു ക്യാൻ സി ഗിൽ സ്ലിറ്റ്സ്. ഇവിടെയാണ് ഇവരുടെ എയ്നസ് വരിക. എയ്നസിന് ശേഷമുള്ള ഭാഗമാണിത്. ദിസ് ഈസ് പോസ്റ്റ് എയ്നൽ പാർട്ട്. എന്താ എയ്നസ് എന്ന് പറഞ്ഞാൽ ബാക്കിലുള്ള വേസ്റ്റ് ഒക്കെ പോകുന്ന ഒരു ഓപ്പണിംഗ് അല്ലേ, ദാറ്റ് ഈസ് കോൾഡ് എയ്നസ്. ഓക്കെ, അപ്പോൾ അതിന് ശേഷമുള്ള ടെയിൽ ഇറ്റ് ഈസ് ഓൺലി പ്രസൻറ്റ് ഇൻ കോർഡേറ്റ്സ്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, സോ യു ക്യാൻ സി നോട്ടോ കോഡ്, യു ക്യാൻ സി നെർവ് കോഡ്, അതിൻ്റെ മുകളിലായിട്ട് യു ക്യാൻ സി ഗിൽ സ്ലിറ്റ്സ് അല്ലേ. അത് കഴിഞ്ഞാലോ പോസ്റ്റ് ആനൽ പാർട്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. റെഡി അല്ലേ മക്കളെ? ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കാം അപ്പോൾ കോർഡേറ്റയുടെ സ്പെഷ്യൽ ഫീച്ചർ എന്താ വെച്ചാൽ ഈ എഴുതിയ കാര്യങ്ങൾ പഠിച്ചാൽ മതി. നെർവ് കോഡ്, ഡോർസൽ ഹോളോ നെർവ് കോഡ്, നോട്ടോ കോഡ്, ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ് അല്ലെങ്കിൽ പെയേർഡ് ഗിൽ സ്ലിറ്റ്സ്, പോസ്റ്റ് ആനൽ പാർട്ട്. ഇതന്നെ എഴുതി വെക്കാം. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ ഗൈസ്. അടുത്ത് നമ്മളോട് ചോദിക്കുക കോർഡേറ്റയും നോൺ കോർഡേറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ നിങ്ങൾ ഇത്ര പഠിച്ചോ. ഗിൽ സ്ലിറ്റ്സ് ആർ പ്രസൻറ്റ് ഇൻ ഫാരിങ്സ്. കോർഡേറ്റകൾക്ക് ഗിൽ സ്ലിറ്റ്സ് ആർ പ്രസൻറ്റ് ഇൻ ഫാരിങ്സ്. അതേ സമയത്ത് നോൺ കോർഡേറ്റ്സിന് ഇറ്റ് ഈസ് ആബ്സെൻറ്റ് ഇൻ ഫാരിങ്സ്. ക്ലിയർ അല്ലേ? അടുത്തത് പോസ്റ്റ് ആനൽ പാർട്ട് പ്രസൻറ്റ്. കോർഡേറ്റ്സിന് പോസ്റ്റ് ആനൽ പാർട്ട് പ്രസൻറ്റ്, നോൺ കോർഡേറ്റ് ആണെങ്കിൽ പോസ്റ്റ് ആനൽ പാർട്ട് ആബ്സെൻറ്റ്. അടുത്തത് നോട്ടോ കോഡ് പ്രസൻറ്റ്, നോട്ടോ കോഡ് ആബ്സെൻറ്റ്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഇനി നമ്മളോട് ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു ബോക്സ് ഇതുകൂടെ നിങ്ങൾ കാണാതെ പഠിക്കണേ. നമ്മുടെ വെർട്ടിബ്രേറ്റയെ നോക്കൂ. നമ്മൾ കോർഡേറ്റയെ യൂറോ കോർഡേറ്റ, സെഫാലോ കോർഡേറ്റ, വെർട്ടിബ്രേറ്റ ഇങ്ങനെ 3 സബ് ഫൈലങ്ങളാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ആ സബ് ഫൈലങ്ങളിൽ തന്നെ വെർട്ടിബ്രേറ്റ സബ് ഫൈലത്തെ നമ്മൾ വീണ്ടും 2 ഡിവിഷനാക്കി. ഏതൊക്കെ? അഗ്നാത്ത എന്ന് പറയുന്ന ഡിവിഷൻ. രണ്ടാമത്തെ ഡിവിഷനാണ് നാത്തോസ്റ്റൊമാറ്റ. എന്താണ്? നാത്തോസ്റ്റൊമാറ്റ. വെരി ഗുഡ്. അവർക്ക് പറഞ്ഞേ നാത്തോസ്റ്റൊമാറ്റ. ഈ അഗ്നാത്ത എന്ന് പറഞ്ഞ ഡിവിഷനിൽ ഒരൊറ്റ ക്ലാസ് ഉള്ളൂ. ദാറ്റ് ഈസ് ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. അവർക്ക് പറഞ്ഞ മക്കളെ ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. അതേപോലെ നാത്തോസ്റ്റൊമാറ്റയിലോ നമുക്ക് 2 സൂപ്പർ ക്ലാസ്സുകളുണ്ട്. 2 ഏതൊക്കെ? പിസസ്, ടെട്രാപോഡ. അവർക്ക് പറഞ്ഞേ പിസസ്, ടെട്രാപോഡ. ഇനി പിസസ് എന്ന് പറയുന്ന സൂപ്പർ ക്ലാസ്സിൽ 2 ക്ലാസ് ഉണ്ട്, കോൺട്രിത്തൈസും ഒസ്റ്റിത്തൈസും. ഏതൊക്കെ? കോൺട്രിത്തൈസ്, ഒസ്റ്റിത്തൈസ്. അവർക്ക് പറഞ്ഞ കോൺട്രിത്തൈസ്, ഒസ്റ്റിത്തൈസ്. ടെട്രാപോഡയിൽ 4 ക്ലാസ് ആണ്. ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ് ആൻഡ് മാമൽസ്. അവർക്ക് പറഞ്ഞ മക്കളെ ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ് ആൻഡ് മാമൽസ്. അവർക്ക് പറഞ്ഞ ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ് ആൻഡ് മാമൽസ്. ഇനി ചോദിക്കുന്ന ചോദ്യമാണ് വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ കോൺട്രിത്തൈസ് ആൻഡ് ഒസ്റ്റിത്തൈസ്. ഈ ക്ലാസ് ആണ്. സൂപ്പർ ക്ലാസ് പീസസിലുള്ള 2 ക്ലാസ് ആണ് കോൺട്രിത്തൈസ് ആൻഡ് ഒസ്റ്റിത്തൈസ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നോക്കൂ ഗൈസ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രിത്തൈസ് ആൻഡ് ഒസ്റ്റിത്തൈസ്? നമുക്ക് കോൺട്രിത്തൈസിൻ്റെ പ്രത്യേകത, ഇവരുടെ മറ്റൊരു പേരാണ് കാർട്ടിലേജിനസ് ഫിഷസ് എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ സ്കെലിറ്റൺ ഉണ്ടാക്കിയിട്ടുള്ളത് കാർട്ടിലേജ് കൊണ്ടാണ്. സോ വി ക്യാൻ സേ ദാറ്റ് കാർട്ടിലേജിനസ് സ്കെലിറ്റൺ ആണ് ഇവർക്ക്. ഇപ്പുറത്തവരെ ബോണി ഫിഷസ് എന്നാണ് വിളിക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ സ്കെലിറ്റൺ ബോണിയാണ്. ബോണി സ്കെലിറ്റൺ, ബോൺ കൊണ്ടുണ്ടാക്കിയ സ്കെലിറ്റൺ ആണ് ഇവരുടേത്. അടുത്ത് നോക്കൂ കുട്ടികളെ, ഇവരുടെ മൗത്ത് താഴ്ഭാഗത്താണ് അല്ലേ. സോ മൗത്ത് വെൻട്രലാണ്, ബോഡിയുടെ അടിയിലാണ്. ഇവരുടെ മൗത്ത് നോക്ക് അറ്റത്താണ് അല്ലേ. സോ മൗത്ത് ടെർമിനലാണ്. മൗത്ത് എന്താടാ? ടെർമിനലാണ്. അടുത്തത് ഇവരുടെ ബോഡിയിലുള്ള ചെറിയ ചെറിയ ചെതുമ്പലുകളാണ് ഉണ്ടാവുക. അതിനെ നമ്മൾ പ്ലാക്കോയിഡ് സ്കെയിൽസ് എന്നാണ് വിളിക്കുക. എന്താ മക്കളെ? പ്ലാക്കോയിഡ് സ്കെയിൽസ് എന്നാണ് വിളിക്കുക. അപ്പോൾ അതേസമയത്ത് ഇവരുടെ ചെതുമ്പൽ നമുക്ക് കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ് അല്ലേ. അതിന് നമ്മൾ സൈക്ലോയിഡ് സ്കെയിൽസ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? സൈക്ലോയിഡ് സ്കെയിൽസ് എന്നാണ് വിളിക്കുക. ഇനി ഇവരുടെ അടുത്ത പ്രത്യേകത, ഇവരുടെ ബോഡിയിൽ എയർ ബ്ലാഡർ ഇല്ല. സോ എയർ ബ്ലാഡർ ആബ്സെൻ്റ് ആണ്. അതേസമയത്ത് ഇവർക്ക് എയർ ബ്ലാഡർ ഉണ്ട്. സോ ഒസ്റ്റിത്തൈസിന് എയർ ബ്ലാഡർ ഉണ്ട്. ഇയാൾക്ക് എയർ ബ്ലാഡർ ഇല്ല.
ഇയാളുടെ ബോഡിയിൽ എയർ നിറഞ്ഞു നിൽക്കുന്ന സ്പേസുകളില്ല. ഇതാണ് ഇയാളുടെ പ്രത്യേകത. എയർ നിറഞ്ഞു നിൽക്കുന്ന സ്പേസുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ കോൺട്രിത്തൈസ് ഹാവ് ടു സ്വിം കോൺസ്റ്റന്റ്ലി, നിരന്തരമായിട്ട് നീന്തണം കോൺട്രിത്തൈസ്, അതർവൈസ് ദേ വിൽ സിങ്ക് ഇൻ വാട്ടർ. ക്ലിയർ ആണോ? അപ്പോൾ നമ്മളോട് ചോദിക്കും കോൺട്രിത്തൈസ് എപ്പോഴും വെള്ളത്തിൽ കോൺസ്റ്റന്റ് ആയിട്ട് നീന്തണം ഇൻ ഓർഡർ ടു അവോയ്ഡ് സിങ്കിങ്. സിങ്ക് ചെയ്യുന്നത് ഒഴിവാക്കാൻ ഇവർ നിരന്തരമായിട്ട് നീന്തണം. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? അപ്പോൾ നമ്മൾ എന്നാ ഉത്തരം പറയും കുട്ടികളെ? ബിക്കോസ് എയർ ബ്ലാഡർ ഈസ് ആബ്സെൻറ്റ് ഇൻ കോൺട്രിത്തൈസ്. അതുകൊണ്ടാണ്. ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹ്യൂമൻ നെർവസ് സിസ്റ്റം. ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ സ്ഥിരം ചോദിക്കാറുണ്ട്. സോ നമ്മുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെ? വി ഹാവ് എ സെൻട്രൽ ന്യൂറൽ സിസ്റ്റം ആൻഡ് എ പെരിഫറൽ ന്യൂറൽ സിസ്റ്റം. സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിൽ ആരൊക്കെ? ബ്രെയിന്, സ്പൈനൽ കോഡ്. ആരൊക്കെ? ബ്രെയിന്, സുഷുമ്നാ നാഡി, സ്പൈനൽ കോഡ്. പെരിഫറൽ ന്യൂറൽ സിസ്റ്റത്തെ 2 ഗ്രൂപ്പാക്കി. സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം എന്നും ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം എന്നും, അല്ലേ? സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം എന്നും, ഓക്കെ, ആൻഡ് ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം എന്നും. ആൻഡ് ലുക്ക്, ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം നമ്മൾ വീണ്ടും 2 ഗ്രൂപ്പാക്കി. സിമ്പതറ്റിക് ന്യൂറൽ സിസ്റ്റം എന്നും പാരാസിമ്പതറ്റിക് ന്യൂറൽ സിസ്റ്റം എന്നും. ഏതൊക്കെ മക്കളെ? സിമ്പതറ്റിക് ന്യൂറൽ സിസ്റ്റം ആൻഡ് പാരാസിമ്പതറ്റിക് ന്യൂറൽ സിസ്റ്റം. ക്ലിയർ അല്ലേ കുട്ടികളെ? സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് ന്യൂറൽ സിസ്റ്റം. ഇങ്ങനെ നമ്മൾ 2 ഗ്രൂപ്പാക്കി. ഇനി അടുത്ത ചോദ്യം നോക്കുക. സ്ട്രക്ചർ ഓഫ് എ ന്യൂറോൺ ഈസ് ഗിവൺ ബിലോ. ലേബൽ ദ പാർട്സ് ആൻഡ് മാർക്ക്ഡ് as ABCD. ഈ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ NCERT-യിലുള്ള ഒരു ഡയഗ്രാണ്. ഈ ഡയഗ്രാം ജസ്റ്റ് എടുക്കുക, മസ്റ്റായിട്ട് ഗോ ത്രൂ ദാറ്റ്. ഓക്കെ, കാരണം എന്താണെന്നറിയോ? ഇത് അവർ ഒരുപാട് ഭാഗങ്ങൾ മാർക്ക് ചെയ്തതിന് എന്തും നമ്മളോട് ചോദിക്കും. ആക്ച്വലി ഈ ഡയഗ്രാം നിങ്ങൾ ഒരു തവണ കണ്ട ആളുകളാണെങ്കിൽ മനസ്സിലാവും. വി ഹാവ് സെൽ ബോഡി, അല്ലേ? ദിസ് ഈസ് സെൽ ബോഡി ആൻഡ് വാട്ട് ഈസ് ദിസ്? ഇതാരടാ? ഷ്വാൻ സെൽസ്. ആരാണ്? ഷ്വാൻ സെൽ. ആരോ പറഞ്ഞിട്ടുണ്ട് സാറേ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല, വേറെ ചിലർക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, അല്ലേ? എടാ, പരീക്ഷയുടെ തലേന്ന് ആദ്യമായിട്ട് ഇതൊന്നും കണ്ടാൽ മനസ്സിലാവില്ല. സോളജി ഒരുപാട് കാര്യം പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, സോ ലുക്ക്, അങ്ങനെ മനസ്സിലാവാത്ത ആളുകളാണെങ്കിൽ പിന്നെ അവർ പഠിപ്പ് നിർത്തുക എന്നുള്ളതാണ് നല്ലത്. പരീക്ഷയുടെ തലേന്നേ പഠിക്കുകയുള്ളൂ, അത് തന്നെ മനസ്സിലാവുന്നില്ല. അതിന് പരീക്ഷയുടെ തലേന്ന് നമ്മളിങ്ങനെ ഒരൊറ്റ ലൈവ് സ്പീഡിലെങ്ങാണ്ട് എല്ലാം കൂടെ പഠിക്കണം എന്നൊക്കെ ആറ്റിറ്റ്യൂഡുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ യുവർ ലൈഫ് ഈസ് ഗോയിങ് ടു ബി കോഞ്ഞാട്ട സംഹൗ ഇൻ ടേംസ് ഓഫ് സ്റ്റഡീസ് കേട്ടോ. ഇൻ ടേംസ് ഓഫ് സ്റ്റഡീസ്, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് യുവർ എൻറ്റയർ ലൈഫ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് ചിലപ്പോൾ ലോട്ടറി അടിക്കാനുള്ള സാധ്യതയുണ്ട് കേരള സർക്കാരിൻ്റെ. അപ്പോൾ നിങ്ങൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പഠിച്ച് രക്ഷപ്പെടുക എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട്. സോ ലുക്ക് ഗൈസ്, അപ്പോൾ നോക്കൂ ഗൈസ്, ഇതെന്താ? ആക്സോൺ ഇവിടെ ഉണ്ട്, അല്ലേ? ഇനി ഞാൻ NCERT-യിലെ ഡയഗ്രാം നോക്കണം എന്ന് പറഞ്ഞത്, ഇവിടെ അവർ മൈലിൻ ഷീത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 മൈലിൻ ഷീത്തിൻ്റെ ഇടയിലുള്ള നോഡ് ഓഫ് റാൻവെയർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അവസാന ഭാഗത്ത് സൈനാപ്റ്റിക് നോബ്. ഈ ഒരു ഡയഗ്രാം NCERT നോക്കിയിട്ട് ഓൾ ടുഗദർ മൊത്തത്തിൽ നോക്കുക കേട്ടോ. ഇനി നമ്മളോട് ചോദിക്കും വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ന്യൂറോൺ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ആക്സോൺ ആൻഡ് ഡെൻഡ്രൈറ്റ്. നമ്മുടെ NCERT-യിൽ ന്യൂറോണിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. വി ഹാവ് യൂണിപോളാർ, ബൈപോളാർ ആൻഡ് മൾട്ടിപോളാർ ന്യൂറോൺ. നോക്കൂ, വി ഹാവ് യൂണിപോളാർ, ബൈപോളാർ ആൻഡ് മൾട്ടിപോളാർ ന്യൂറോൺ, അല്ലേ? വാട്ട് ഈസ് യൂണിപോളാർ ന്യൂറോൺ? ഓൺലി 1 ആക്സോൺ. യൂണിപോളാർ ന്യൂറോണിൻ്റെ പ്രത്യേകത സെൽ ബോഡി ഉണ്ടാവും, ഒരു ആക്സോൺ മാത്രം, അല്ലേ? വാട്ട് അബൌട്ട് ബൈപോളാർ ന്യൂറോൺ? സെൽ ബോഡി ഉണ്ടാവും, ഒരു ഡെൻഡ്രൈറ്റ്, ഒരു ആക്സോൺ. വാട്ട് അബൌട്ട് മൾട്ടിപോളാർ ന്യൂറോൺ? മൾട്ടിപ്പിൾ ഡെൻഡ്രൈറ്റ്, 1 ആക്സോൺ. ക്ലിയർ അല്ലേ? സോ വി ഹാവ് യൂണിപോളാർ ന്യൂറോൺ, യൂണിപോളാർ, ആൻഡ് ദെൻ വി ഹാവ് ബൈപോളാർ, ആൻഡ് ദെൻ വി ഹാവ് മൾട്ടിപോളാർ, അല്ലേ? ഇങ്ങനെ 3 ടൈപ്പ് ന്യൂറോണുകളുണ്ട്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, വെരി ഗുഡ്. അടുത്ത് നോക്കണം, നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇവിടുന്ന് ഏറ്റവും സിമ്പിളായിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. represent the polarized and depolarized state of axon of a neuron. പോളറൈസ്ഡ് സ്റ്റേറ്റും ഡീപോളറൈസ്ഡ് സ്റ്റേറ്റും കാണിക്കാനാണ് പറഞ്ഞത്. എങ്ങനെയാണ് മക്കളെ പോളറൈസ്ഡ് സ്റ്റേറ്റ് ഉണ്ടാവുക? പുറത്ത് മുഴുവൻ പോസിറ്റീവ് ചാർജ്, അല്ലേ? പുറത്ത് മൊത്തത്തിൽ പോസിറ്റീവ് ചാർജ്, ഉള്ളിൽ മൊത്തത്തിൽ നെഗറ്റീവ് ചാർജ്. ഈ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ പോളറൈസ്ഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? പോളറൈസ്ഡ്, അല്ലേ? ഇനി വാട്ട് ഈസ് ഡീപോളറൈസ്ഡ് സ്റ്റേറ്റ്? ജസ്റ്റ് ഓപ്പോസിറ്റ്, അല്ലേ? ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഉള്ളിൽ പോസിറ്റീവ്, ഉള്ളിൽ പോസിറ്റീവ്, ഉള്ളിൽ പോസിറ്റീവ്, പുറത്ത് നെഗറ്റീവ് ഉള്ള സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നമുക്ക് എന്ത് വിളിക്കുക മക്കളെ? എന്ത് വിളിക്കുക?
depolarized state. Now describe how the resting potential of a neuron is maintained. ഇവിടെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോൺ ഈ ഒരു സ്റ്റേറ്റിലിരിക്കുക, ഇതാണ് പോളറൈസ്ഡ് സ്റ്റേറ്റ് ഓഫ് ന്യൂറോൺ. ന്യൂറോൺ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുക. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രസൻറ്റ് ഇൻ ന്യൂറോൺ ഇൻ എ പോളറൈസ്ഡ് സ്റ്റേറ്റ്. പോളറൈസ്ഡ് സ്റ്റേറ്റിലുള്ള ഒരു ന്യൂറോണിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക കുട്ടികളെ? റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. നോക്കൂ, വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? നമ്മളിപ്പോൾ ബാറ്ററിക്ക് ഒരു വോൾട്ടേജ് ഉണ്ട് എന്ന് പറയില്ലേ? ഈ വോൾട്ടേജ് എന്തുകൊണ്ടാണ്? വോൾട്ടേജ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. വോൾട്ടേജിന് മറ്റൊരു പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എന്തുകൊണ്ടാണ് ബാറ്ററിക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളത്? ബാറ്ററിയുടെ ഒരു ഭാഗത്ത് പോസിറ്റീവ് ചാർജ്, ഒരു ഭാഗത്ത് നെഗറ്റീവ് ചാർജ്. ലുക്ക് അറ്റ് ദിസ് ന്യൂറോൺ. ഈ ന്യൂറോണിന്റെ സെൽ മെംബ്രെയിൻ നോക്ക്, ഒരു ഭാഗത്ത് പോസിറ്റീവ്, ഒരു ഭാഗത്ത് നെഗറ്റീവ്. സോ ദർ വിൽ ബി എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് പോളറൈസ്ഡ് ന്യൂറോൺ ഈസ് കോൾഡ്, അല്ലെങ്കിൽ ഇൻ എ പോളറൈസ്ഡ് ന്യൂറോൺ ഈസ് കോൾഡ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. അത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടാനുള്ള കാരണം ഈ ന്യൂറോണുകളുടെ സെൽ മെംബ്രെയിനിൽ ദർ ഈസ് എ സ്പെഷ്യൽ തിങ് കോൾഡ് സോഡിയം പൊട്ടാസ്യം പമ്പ്. ഇയാൾ എന്താ ചോദിച്ചാൽ ATP എനർജി ഉപയോഗിച്ചുകൊണ്ട് സെല്ലിനകത്തേക്ക് 2 K+ പറഞ്ഞേക്കും, സെല്ലിന് പുറത്തേക്ക് 3 Na+ പറഞ്ഞേക്കും. ഓക്കെ, ATP എനർജി ഉപയോഗിച്ച്. ഇയാളുടെ പേരാണ് മക്കളെ സോഡിയം പൊട്ടാസ്യം പമ്പ്. ഓർക്കെ പറഞ്ഞേ, സോഡിയം പൊട്ടാസ്യം പമ്പ് കേട്ടോ. സോഡിയം പൊട്ടാസ്യം പമ്പ് എന്നാണ് ഇയാളുടെ പേര്. ഈ പമ്പിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് എന്ത് കുട്ടികളെ നമ്മുടെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. ക്ലിയർ അല്ലേ? നൗ ലുക്ക്, നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഇൻക്ലൂഡ് ജനറേഷൻ ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ഇവിടെ നമ്മളോട് സാധാരണ ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഇതാണ്, മെക്കാനിസം ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് അക്രോസ് എ കെമിക്കൽ സൈനാപ്സ്. ഒരു കെമിക്കൽ സൈനാപ്സിലൂടെ നെർവ് ഐ എം സോറി 1 സെക്കൻഡ്. ഓക്കെ, സോ ലുക്ക് ഗൈസ്, നോക്കൂ എങ്ങനെ. ഇവിടെ കുറച്ച് വെള്ളം എടുക്കാവോ ഇതിൽ? What happened here? Okay. ഓക്കെ, സോ ലുക്ക്, ഒരു കെമിക്കൽ സൈനാപ്സിലൂടെ എങ്ങനെയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ സഞ്ചരിക്കുക? ഇതിന് നമ്മളോട് ഒരു ഫ്ലോ ചാർട്ടായിട്ട് വരക്കാൻ പറയും. അപ്പോൾ എങ്ങനെയാണ് കുട്ടികളെ? ലുക്ക്, വെൻ സിഗ്നൽ റീച്ചസ് ആക്സോൺ ടെർമിനൽ, ആക്സോണിൻ്റെ അവസാന ഭാഗത്തേക്ക് സിഗ്നൽ എത്തിക്കഴിഞ്ഞാൽ 7 മണിക്കേ നിർത്തുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചെന്ന് യു നോ ബെറ്റർ. ഓക്കെ, സോ കം ഹിയർ ഗൈസ്. അപ്പോൾ നമ്മൾ 7 മണിയായി കഴിഞ്ഞാൽ നമ്മുടെ സാറുമാർ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കെമിസ്ട്രി ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് സജ്ജരായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് കറണ്ടിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്, എന്നാലും നിങ്ങൾക്ക് മാക്സിമം ചെയ്തു തരാൻ വേണ്ടി എല്ലാവരും ഓടിപ്പായാണ് ഇവിടെ. ഓക്കെ, സോ എനിവേ കം ഹിയർ. നിങ്ങൾക്ക് വേണ്ടി കുറേ ആൾ പണിയെടുക്കുന്നുണ്ട് അല്ലേ? ഇല്ലേ? കറണ്ട് റെഡിയായോ? റെഡിയായി? ഒക്കെ സെറ്റായോ? ഓക്കെ, പിള്ളേർ പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്നും ആവാതിരിക്കാൻ. സോ കം ഹിയർ ഗൈസ്. നോക്കൂ, വെൻ സിഗ്നൽ റീച്ചസ് ആക്സോൺ ടെർമിനൽ, ആക്സോണിൻ്റെ അറ്റത്തേക്ക് സിഗ്നൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സൈനാപ്റ്റിക് വെസിക്കിൾസ് എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാ ഇവന്മാരുടെ പേര്? സൈനാപ്റ്റിക് വെസിക്കിൾസ്. അവർക്ക് പറഞ്ഞ മക്കളെ സൈനാപ്റ്റിക് വെസിക്കിൾസ്. ഇവരുടെ ഉള്ളിൽ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുണ്ട്. സോ ദി സൈനാപ്റ്റിക് വെസിക്കിൾസ് മൂവ് ടുവാർഡ്സ് സൈനാപ്സ്. സൈനാപ്സ് എന്ന് പറഞ്ഞ 2 ന്യൂറോണുകളുടെ ഇടയിലുള്ള ഈ ജംഗ്ഷനാണ്. അങ്ങോട്ട് മൂവ് ചെയ്യും. അങ്ങോട്ട് മൂവ് ചെയ്തിട്ട് ദേ റിലീസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇൻ ടു ദിസ് പാർട്ട്. ഈ സ്പേസിനെ വിളിക്കുന്ന പേരെന്നാ മക്കളെ? നമുക്ക് സൈനാപ്റ്റിക് ക്ലഫ്റ്റ് എന്നാണ് വിളിക്കുക. ക്ലഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടാന്ന് അർത്ഥം, സ്പേസ് എന്നർത്ഥം. ഈ സൈനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിലീസ് ചെയ്യും. ആരെയാ റിലീസ് ചെയ്യുക? ന്യൂറോ ട്രാൻസ്മിറ്റർ. ഉറക്കെ പറഞ്ഞേ, ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിലീസ് ചെയ്യും. So when signal reaches axon terminal, synaptic vesicles move towards synapse or synaptic cleft. ഇങ്ങോട്ട് മൂവ് ചെയ്യും, റിലീസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഹിയർ. ആ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ദേ ബൈൻഡ് വിത്ത് ദെയർ റിസപ്റ്റേഴ്സ്. ഇവർ പോയിട്ട് ഇവരുടെ റിസപ്റ്ററിലോട്ട് ബൈൻഡ് ചെയ്യും. ദേ ബൈൻഡ് വിത്ത് ദെയർ റിസപ്റ്റേഴ്സ് ഓൺ പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോൺ. ഈ ന്യൂറോണിനെ വിളിക്കുന്ന പേരാണ് പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോൺ. സൈനാപ്സിന് ശേഷമുള്ള ന്യൂറോൺ. സൈനാപ്സ് എന്ന് പറഞ്ഞാൽ ഈ ജംഗ്ഷനാണ്. ലുക്ക് അറ്റ് ഹിയർ ഗൈസ്, ഈ ജംഗ്ഷനെയാണ് നമ്മൾ സൈനാപ്സ് എന്ന് വിളിക്കുക. അപ്പോൾ സൈനാപ്സ് കഴിഞ്ഞിട്ട് സിഗ്നൽ ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ ഇത് സൈനാപ്സിന് മുൻപുള്ള ന്യൂറോൺ, ഇയാളെ പ്രീ സൈനാപ്റ്റിക് ന്യൂറോൺ എന്ന് വിളിക്കും. ഇയാൾ സൈനാപ്സിന് ശേഷമുള്ള ന്യൂറോൺ, ഇയാളെ പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോൺ എന്ന് വിളിക്കും. ക്ലിയർ ആണോ മക്കളെ? സോ ദിസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബൈൻഡ് ടു റിസപ്റ്റർ ഓൺ പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോൺ. So that leads
ടു ജനറേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഇൻ പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോൺ. അങ്ങനെ എന്ത് സംഭവിക്കടാ, പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോണിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ എത്തും. ഇതാണ് സംഭവിക്കുന്ന കാര്യം. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇത് നമ്മളോട് സ്ഥിരം ചോദിക്കാറുണ്ട്. ഇനി നമ്മുടെ ബ്രെയിനിൻ്റെ ഭാഗങ്ങളെ ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. ഇത് ബ്രെയിനുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ തവണ ചോദ്യം കണ്ടിട്ടുള്ളത്. നമ്മുടെ ബ്രെയിനിനെ 3 ഭാഗമാക്കിയിട്ടുള്ള വി ഹാവ് ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ശരിയല്ലേ? ഫോർ ബ്രെയിനിൽ ആരൊക്കെയുള്ളത്? വി ഹാവ് സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ് അല്ലേ? മിഡ് ബ്രെയിനിൽ വി ഹാവ് കോർപ്പോറ, ക്വാഡ്രിജെമിന ഉണ്ട്, സെറിബ്രൽ അക്യൂഡക്റ്റ് ഉണ്ട്. ഇനി ഹൈൻഡ് ബ്രെയിനിൽ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത്? ഉറക്കെ പറഞ്ഞ മക്കളെ. വെരി ഗുഡ്. വി ഹാവ് പോൺസ് ആൻഡ് ദെൻ വി ഹാവ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ. പിന്നെ ആരുള്ളത്? സെറിബെല്ലം. ശരിയാണോ? സെറിബെല്ലം. ഇത് നിർബന്ധമായി പഠിക്കണം. ഇത് മാത്രം 3 മാർക്കിന് ചോദിക്കാറുണ്ട്. കേട്ടോ. അടുത്ത നെയിം ദ 3 ലേയേഴ്സ് ഓഫ് ക്രേനിയൽ മെനിഞ്ചസ് ദാറ്റ് പ്രൊട്ടക്റ്റ് ബ്രെയിൻ. നോക്കട്ടെ മക്കളെ, നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ക്രേനിയൽ മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു ആവരണമുണ്ട്. ആ ആവരണത്തിന് 3 ലെയർ ഉണ്ട്. അതിനെ പഠിക്കാനുള്ള കോഡ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പാഡ് എന്നാണ് കോഡ്. ഏറ്റവും ഉള്ള ലെയർ പി വെച്ചാണ് തുടങ്ങുന്നത്, പയാമേറ്റർ. രണ്ടാമത്തെ ലെയർ എ വെച്ച് തുടങ്ങുന്നതാണ് അരക്കനോയിഡ് മാറ്റർ. മൂന്നാമത്തെ ലെയർ ഡി വെച്ചാണ് തുടങ്ങുന്നത്, ഡ്യൂറാമാറ്റർ. ശരിയാണോ മക്കളെ? ഡ്യൂറാമാറ്റർ. ഉറക്കെ പറഞ്ഞേ, ഡ്യൂറാമാറ്റർ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഫ്രോഗിനെ കുറിച്ച് നമ്മളോട് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒന്ന് ഞാൻ പറഞ്ഞുതരാം. വാട്ട് ഈസ് നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ? നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ എന്താന്ന് ചോദിക്കും. എന്താ നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ? ഇറ്റ് ഈസ് എ മെംബ്രെയിൻ. ഇതൊരു ആവരണമാണ്. വിച്ച് പ്രൊട്ടക്റ്റ് ദ ഐസ്. ഫ്രോഗിൻ്റെ ഐസിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. വിച്ച് കവർ ദ ഐസ് ഇൻ വാട്ടർ. വിച്ച് കവർ ദ ഐസ് ഓഫ് ഫ്രോഗ് ഇൻ വാട്ടർ. ഫ്രോഗിൻ്റെ കണ്ണുകൾ വെള്ളത്തിലായിരിക്കുമ്പോൾ കവർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെംബ്രെയിൻ, അവർ കവർ ചെയ്യുന്ന, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മെംബ്രെയിനാണ് നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ. ഇനി നമ്മളോട് ചോദിക്കും ഫ്രോഗിൻ്റെ സമ്മർ സ്ലീപ്പിനെ എന്നതാ വിളിക്കുക? എന്താ വിളിക്കുക മക്കളെ? ഈസ്റ്റിവേഷൻ. എന്താ വിളിക്കുക? ഈസ്റ്റിവേഷൻ. പിന്നെ ചോദിക്കുക ഫ്രോഗിൻ്റെ വിൻ്റർ സ്ലീപ്പിന് എന്താ വിളിക്കുക? എന്താ വിളിക്കുക? ഫ്രോഗിൻ്റെ വിൻ്റർ സ്ലീപ്പിന് എന്താ വിളിക്കുക നമ്മൾ? വാട്ട് ഈസ് വിൻ്റർ സ്ലീപ്പ്? വെരി ഗുഡ്. ഹൈബർനേഷൻ അല്ലേ? ഹൈബർനേഷൻ. സോ വി ഹാവ് ഈസ്റ്റിവേഷൻ, ഹൈബർനേഷൻ. നമ്മൾ പഠിച്ചു അല്ലേ? ഈസ്റ്റിവേഷൻ, ഹൈബർനേഷൻ. ഇത് രണ്ടും ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ മെയിൽ ഫ്രോഗിനെ എങ്ങനെ തിരിച്ചറിയുക? ദറ്റ് ഈസ് സെക്ഷുവൽ ഡൈമോർഫിസം. അതായത് മെയിലും ഫീമെയിലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ഒന്ന്, മെയിലിന് വോക്കൽ സാക്ക് എന്ന് പറയുന്ന സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് ഓൺലി പ്രസൻറ്റ് ഇൻ മെയിൽ. അതുപോലെ കോപ്പുലേറ്ററി പാഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ, ഇറ്റ് ടു ഓൺലി പ്രസൻറ്റ് ഇൻ മെയിൽ. ഇത് രണ്ടും നമ്മൾ മെയിലിൽ മാത്രമേ കാണാം. വോക്കൽ സാക്ക്, കോപ്പുലേറ്ററി പാഡ്. പിന്നെ ഒരു പോസിബിലിറ്റി ഈ ഡയഗ്രം ചോദിക്കാനാണ് കേട്ടോ. ഈ ഡയഗ്രം നമ്മൾ ശരിക്കും പലതവണ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പറ്റുമെങ്കിൽ അത് മാർക്ക് ചെയ്യാൻ പഠിച്ചോളൂ. അതുപോലെ ഈ 2 ഡയഗ്രങ്ങളും, ഇത് ഇതിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ കാണിക്കുന്ന ഡയഗ്രമാണ്. ദിസ് ഈസ് ദ ഡയഗ്രാം ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇത് പറ്റുമെങ്കിൽ ഒന്ന് നോക്കുക കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. ഇനി ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ, ഓക്കെ ഐ എം സോറി, യെസ്, ഓക്കെ, ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മാക്സിമം നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്ന് നമ്മൾ പലതവണ പഠിച്ചതാണ്. ഞാൻ ആ ചാപ്റ്റർ ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. വാട്ട് ആർ ദ റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ? ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ റൂളുകൾ മസ്റ്റായിട്ട് പഠിക്കുക. 2, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ആ ഒരു ടാക്സോണമിക്കൽ ഹെയറാർക്കിയുടെ ഓർഡർ ഉണ്ടല്ലോ. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഒന്ന് പറഞ്ഞു നോക്കിയേ. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഓർക്കെ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ആ ടാക്സോണമിക്കൽ ഹെയറാർക്കിയുടെ ഓർഡർ മസ്റ്റായിട്ട് പഠിക്കുക. പിന്നെ ഈ ബോക്സ് ഇതുകൂടെ പഠിക്കുക കേട്ടോ. ഇതുകൂടെ പഠിച്ചാൽ തീർന്നു. ലിവിങ് വേൾഡിൽ ആ 3 കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ദെൻ ലെറ്റ്സ് ടോക്ക് അബൌട്ട് യുവർ ലാസ്റ്റ് ചാപ്റ്റർ, കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ കാണിക്കാം. ഐ എം സോറി, ഞാനിവിടെ വീണ്ടും കുറേ ചോദ്യങ്ങൾ ഇട്ടിരുന്നോ, മിസ്സായി പോയതാ തോന്നുന്നു. സോ അത് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ NCERT മസ്റ്റായിട്ട് നോക്കി പോണേ. നാളെ പരീക്ഷയ്ക്ക് മുമ്പ് ഇത്തിരി സമയം കിട്ടൂലേ, ആ സമയത്ത് നോക്കിപ്പോയാൽ മതി. നമ്മുടെ NCERTയിൽ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും കൂടെ കാണിക്കുന്ന ഇങ്ങനൊരു ഡയഗ്രം ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം. അതിൽ ഈ ഒരു ഭാഗത്തെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്നും ഈ ഭാഗത്തെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്നുമാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഹിയർ യു ക്യാൻ സീ എ സർക്കുലേഷൻ കോൾഡ് പോർട്ടൽ സർക്കുലേഷൻ
സർക്കുലേഷൻ. എന്താ മക്കളെ? പോർട്ടൽ സർക്കുലേഷൻ. എന്താ വിളിക്കുക? പോർട്ടൽ സർക്കുലേഷൻ. ആൻഡ് ഈ ഭാഗമാണ് ഹൈപ്പോതലാമസ്. അപ്പോൾ അതൊന്ന് നോക്കണേ, ആ ഒരു ഡയഗ്രം ഒന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. അത് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കുറേ ഹോർമോണുകളുടെ ഷോർട്ട് ഫോം തരും, എന്നിട്ട് ഫുൾ ഫോം ചോദിക്കും. ഏതൊക്കെ ഹോർമോണുകളുടേതാണല്ലേ? ശ്രദ്ധിച്ചോ മക്കളെ. ACTH ഇതിൻ്റെ ഫുൾ ഫോം ചോദിക്കും. എന്താ ACTH? എഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ. പറഞ്ഞേ, എഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ. അടുത്ത് നമ്മളോട് ചോദിക്കുക FSH ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അടുത്തത് LH ലൂട്ടീനൈസിങ് ഹോർമോൺ. അടുത്തത് TSH തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. എന്താ വിളിക്കുക? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഈ 4 ഹോർമോണുകളുടെ ഷോർട്ട് ഫോം തന്ന് ഫുൾ ഫോം ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ TCT തൈറോ കാൽഷിറ്റോണിൻ. എന്താണ്? തൈറോ കാൽഷിറ്റോണിൻ. അടുത്തത് PTH പാരാതൈറോയിഡ് ഹോർമോൺ. ഏതാണ്? പാരാതൈറോയിഡ് ഹോർമോൺ. പിന്നെ നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും സമയം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഒന്നും പഠിക്കാത്ത ആളുകളാണെങ്കിൽ എല്ലാ ഗ്ലാൻഡുകളുടെയും പേര് പഠിക്കുക. ആകെ കുറച്ച് ഗ്ലാൻഡേ പഠിക്കാനുള്ളൂ. ഓക്കെ, വി ഹാവ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പിനിയൽ ഗ്ലാൻഡ്, ഇവിടെയൊക്കെ അത്രയേ ഉള്ളൂ. തലയിൽ രണ്ടെണ്ണം, പിറ്റ്യൂട്ടറി, പിനിയൽ, അത് പഠിച്ചാൽ മതി. ഹൈപ്പോതലാമസിന് പഠിച്ചില്ലല്ലോ വേണ്ടില്ല, അതിൻ്റെ താഴെയെങ്കിലും പഠിക്കുക. ദെൻ വി ഹാവ് തൈറോയിഡ്, അതിൻ്റെ ബാക്കിൽ പാരാതൈറോയിഡ്. ഇവിടെ നമുക്ക് തൈമസ് ഗ്ലാൻഡ് ഉണ്ട്, കുറച്ചുകൂടെ താഴെ വന്ന പാൻക്രിയാസ്. വി ഹാവ് അഡ്രിനൽ ഗ്ലാൻഡ്. അത് കഴിഞ്ഞാൽ വി ഹാവ് ഗോണാഡ്സ്. ഓക്കെ, ഈ ഗ്ലാൻഡുകളുടെ പേര് അവരുണ്ടാക്കുന്ന ഹോർമോണിൻ്റെ പേര്, ആ ഹോർമോണിൻ്റെ ഒരൊറ്റ ഫംഗ്ഷൻ, അതുമായി ബന്ധപ്പെട്ട ഡിസോർഡർ. സാധാരണ ചോദിക്കുന്ന സാധ്യത 2-3 ഡിസോർഡർ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. ഹൈപ്പർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോൺ കൂടിയാൽ ഏത് ഡിസീസാ? ഇൻ അഡൽട്ടുകളിൽ കൂടിയാൽ അക്രോമെഗാലി. ഹൈപ്പർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഡ്യൂറിങ് ഗ്രോത്ത് പീരീഡ്, അല്ലെങ്കിൽ ഇൻ ചിൽഡ്രൻ, കുട്ടികളുടെ ഗ്രോത്ത് ഹോർമോൺ ഭയങ്കരമായിട്ട് കൂടിയ ജൈജാൻഡിസം. അടുത്തത് ഹൈപ്പോ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഇൻ ചിൽഡ്രൻ. കുട്ടികളിൽ ഗ്രോത്ത് ഹോർമോൺ സെക്രീഷൻ കുറഞ്ഞാൽ എന്താ ഉണ്ടാവുക കുട്ടികളെ? പിറ്റ്യൂട്ടറി ഡോർഫിസം. അടുത്ത നമ്മളോട് ചോദിക്കുക വാട്ട് ഈസ് ഗോയിറ്റർ എന്നാ ചോദിക്കുക. സോ ദാറ്റ് ഈസ് എൻലാർജ്മെന്റ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ് ഡ്യൂ ടു ഡിക്രീസ്ഡ് അയഡിൻ ഇൻടേക്ക്, അല്ലെങ്കിൽ ലോ അയഡിൻ ഇൻ ഡയറ്റ്. ഡയറ്റിൽ അയഡിൻ കുറയുന്നതുകൊണ്ട് തൈറോയിഡ് ഗ്ലാൻഡ് വലുതാവുന്ന അവസ്ഥയാണ് ഗോയിറ്റർ. വാട്ട് ഈസ് ക്രെറ്റിനിസം? ഹൈപ്പോതൈറോയിഡിസം ഇൻ ചിൽഡ്രൻ ഈസ് കോൾഡ് ക്രെറ്റിനിസം. അതിലുള്ള പ്രശ്നം എന്താ? ദർ വിൽ ബി ഡിക്രീസ്ഡ് ഗ്രോത്ത്, അതായത് ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടാകും. ദർ വിൽ ബി മെന്റൽ റിട്ടാർഡേഷൻ, ലോ ഇന്റലിജൻസ് കോഷ്യന്റ്, അല്ലെ? ഇങ്ങനെ അതിന്റെ ഫീച്ചർ പഠിക്കുക. വാട്ട് ഈസ് ഗ്രേവ്സ് ഡിസീസ്? It is otherwise called exophthalmic goiter. So it is a disease where increased thyroid hormone production is there, and you can see protrusion of eyeball, കണ്ണ് പുറത്തോട്ട് തള്ളു, അല്ലെ? ആ ഡിസീസുകൾ അങ്ങോട്ട് പഠിക്കുക. What is Addison's disease? What is Addison's disease? Look, decreased hormone production from adrenal cortex. Adrenal glandന്റെ കോർട്ടെക്സിൽ നിന്ന് ഹോർമോൺ ഉണ്ടാവാത്ത അവസ്ഥ. പിന്നെ എല്ലാ ഹോർമോണിൻ്റെ ഒരു ഫംഗ്ഷനിലും പഠിക്കാന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോർമോൺ, സ്ഥിരമായിട്ട് അവർ ഒരു 3 തവണയൊക്കെ ചോദിച്ചിട്ടുള്ള ഒരൊറ്റ ആളുടെ കാര്യം നമ്മൾ നോക്കാം. ഓക്കെ, മിക്സെഡിമ എന്നല്ല, അതിൻ്റെ സ്പെല്ലിംഗ് മിക്സോ എഡിമ എന്നാണ് നമ്മൾ എഴുതുക. MIXOEDMA. ഓക്കെ, മിക്സെഡിമ അങ്ങനെയാണ് എഴുതുക. ഒരാൾ മിക്സെഡിമ എന്നാന്ന് ചോദിച്ചിട്ടുണ്ട്, അത് നമുക്ക് പഠിക്കാനില്ല, നിങ്ങളുടെ സിലബസിൽ മിക്സെഡിമ പഠിക്കാനില്ല കേട്ടോ. ദാറ്റ് ഈസ് ഹൈപ്പോ തൈറോയിഡിസം വന്ന് ഭയങ്കര സീരിയസ് ആവുന്ന ഒരു അവസ്ഥയാണ് മിക്സെഡിമ. ആകെ വീങ്ങി ശരീരമൊക്കെ നീരെടുത്ത് മുട്ടുന്ന അവസ്ഥയാണ്. ഓക്കെ, അത് നമുക്ക് ആവശ്യമില്ല. സോ ലുക്ക്, എ ബോയ് വാസ് ട്രാപ്ഡ് ഇൻ ലിഫ്റ്റ് and his heart rate as well as breathing rate increased. ബോയ് ലിഫ്റ്റിലൂടെ ഹാർട്ട് റേറ്റും ബ്രീത്തിങ് ഒക്കെ കൂടി. നെയിം ദ ഹോർമോൺ. ഏതൊക്കെ ഹോർമോണാണ് നമ്മുടെ ഹാർട്ട് റേറ്റും ബ്രീത്തിങ് ഒക്കെ കൂട്ടുക എമർജൻസി കണ്ടീഷനിൽ? വേഗം പറ. അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ. അടുത്തത് വാട്ട് ഈസ് ദ കളക്റ്റീവ് നെയിം ഫോർ ദീസ് ഹോർമോൺ? ഈ ഹോർമോണിന്റെ കളക്റ്റീവ് നെയിം എന്താ കുട്ടികളെ? ദീസ് ആർ കോൾഡ് എമർജൻസി ഹോർമോൺസ് ഓർ കാറ്റക്കോളമീൻസ്. അടുത്തത് വിച്ച് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ദീസ് ഹോർമോൺ? ഏത് ഗ്ലാൻഡ് ഈ ഹോർമോൺ ഉണ്ടാക്കിയ? അഡ്രിനൽ ഗ്ലാൻഡ്. വേർ ദിസ് ഗ്ലാൻഡ് ഈസ് ലൊക്കേറ്റഡ്? നമ്മുടെ കിഡ്നിക്ക് മുകളിലാണ് ഈ ഗ്ലാൻഡ് ലൊക്കേറ്റ് ആയിട്ടുള്ളത്, അല്ലേ? ഇനി അടുത്തത് നോക്കൂ. ഈ ഹോർമോണുകൾ നമ്മുടെ മെയിൻ ഗ്ലാൻഡുകളല്ലാത്ത വേറെ, ഇപ്പോൾ നമ്മുടെ ഹാർട്ട് പ്രൊഡ്യൂസ് ANF, നമ്മുടെ കിഡ്നി പ്രൊഡ്യൂസ് എറിത്രോപോയറ്റിൻ, നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്, നമ്മുടെ ഫുഡിന്റെ ട്രാക്ട് ഉണ്ടല്ലോ, അവിടെ നിന്നുണ്ടാവുന്ന ഹോർമോൺ ആരൊക്കെ? ഗ്യാസ്ട്രിന്, സെക്രീറ്റിന്, കോളിസിസ്റ്റോക്കിനിൻ. ഈ ഹോർമോണുകളുടെ ഫംഗ്ഷൻ ഇപ്പൊ തീരും സാറേ. ഒരു രണ്ട് മിനിറ്റ്. അത് നമ്മുടെ കറണ്ടൊക്കെ പോയത് കാരണം ഉണ്ടായ ഇതുണ്ടല്ലോ, ഓക്കെ. അപ്പൊ 2 മിനിറ്റാണ് നമ്മുടെ കെമിസ്ട്രി തുടങ്ങും, നമ്മൾ തീരാൻ പോവാണ്. നമ്മൾ കറണ്ടൊക്കെ പോയപ്പോൾ ചെറുങ്ങനെ നമ്മളൊന്നും എന്തായിട്ടുണ്ടായിരുന്നു, ഒന്ന് ഡിലേ ആയിരുന്നു. റിയലി സോറി ഫോർ ദാറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നമ്മളോട് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അതുപോലെ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് 2 ഡയഗ്രങ്ങളുണ്ട്. പറ്റുമെങ്കിൽ ആ ഡയഗ്രങ്ങളിലൂടെ നോക്കിപ്പോ കേട്ടോ. എൻസൈമിൻ്റെ മെക്കാനിസം കാണിക്കുന്ന 2 ഡയഗ്രങ്ങളുണ്ട്, അതുകൂടെ നോക്കുക. സർ, ഈ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ പാസ്സാവും? ഓഫ് കോഴ്സ് യെസ്, യു വിൽ പാസ്.
ബിലീവ് മീ. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ പിന്നെ ചില 1-2 കാര്യങ്ങൾ നോക്കി പോകാൻ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ നോക്കി പോവുകയും ഈ ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കുകയും ചെയ്താൽ യു വിൽ പാസ് ഫോർ ഷുവർ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നിർത്താം അല്ലേ. സോ സി യു. നമുക്കപ്പോൾ അടുത്ത ലൈവുകളിൽ കാണാം. നമുക്ക് അടുത്ത ലൈവുകളൊക്കെ മാക്സിമം പഠിക്കാം. അപ്പോൾ തന്നെ കെമിസ്ട്രി നമ്മൾ നേരെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്ത ലൈവിനൊക്കെ നേരെ വരിക, മാക്സിമം അറ്റൻഡ് ചെയ്യുക കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. റെഡി. അപ്പോൾ മക്കളെ നേരെ ലൈവ് നേരെ കെമിസ്ട്രിയിലോട്ട് പോയിക്കുക, കെമിസ്ട്രിയും കൂടി സെറ്റ് ആക്കാം കേട്ടോ. റെഡി. അപ്പോൾ നാളെ രാവിലത്തെ എത്ര മണിക്കാടാ ബയോളജി ബോട്ടണി എത്ര മണിക്കാ? 5:30 ബോട്ടണി കേട്ടോ. 5:30 രാവിലെ ബോട്ടണിയും കൂടി ഉണ്ട് കേട്ടോ. ഏർലി മോർണിംഗ് 5:30 ബോട്ടണിയും കൂടി ഉണ്ട്. സോ നേരെ കെമിസ്ട്രിയിലോട്ട് കെമിസ്ട്രി ടീം എന്ത് റെഡി ആയി നിൽക്കുന്നുണ്ട്. റെഡി. അപ്പോൾ ലൈവ് എൻഡ് ചെയ്യുന്നു. ബൈ. അപ്പോൾ ബിലാൽ സാർ എല്ലാവരും താങ്ക്സ് പറയാം.